So, it is relevant to discuss and search for humanitarian perspectives in Vedas. Rigveda, Samaveda, Yajurveda, and Atharvaveda depicts humanitarian approaches and human values. In order to search for valuable gems from these Vedas, a deep research is inevitable. Today's resource person, Dr. C.T. Francis, retired professor, Department of Sanskrit, St. Thomas College, Pala, is the apt person to deliver this message to all the delegates and participants. May his talk illuminates the hearts of all who present here. Thank you, Dr. Rajesh Kumar Misra, Secretary, Global Sanskrit Forum, Delhi, for your cooperation and your willingness to collaborate with us to conduct this national webinar. I wish a grand success to this program and declare the meeting is inaugurated. Thank you. Thank you very much, sister. Thank you very much for your valuable words and your valuable presence, sister. അടുത്തതായി നമ്മൾ ഓൾറെഡി വൈകിയിരിക്കുകയാണ്. ഇന്നത്തെ മുഖ്യ പ്രഭാഷണം ചെയ്യുന്നതിനായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് C.T. ഫ്രാൻസിസ് സാറാണ്. സാറിനെക്കുറിച്ച് ഞാൻ സ്വാഗത ഭാഷണത്തിൽ പരിചയപ്പെടുത്തി. വേദപാരമ്പര്യത്തെ ജീവിതത്തിലേക്ക് പകർത്തിയ, ജീവിതം കൊണ്ട് സന്ദേശമാക്കിയ ഒരു വ്യക്തിവിശേഷമാണ് ഫ്രാൻസിസ് സാർ. ഫ്രാൻസിസ് സാറിനെ വേദപ്രതിപാദിത മാനവികത, ഹ്യൂമാനിറ്റേറിയൻ പേഴ്സ്പെക്റ്റീവ്സ് ഓഫ് വേദാസ് എന്ന വിഷയത്തെക്കുറിച്ച് നമ്മോട് സംസാരിക്കുന്നതിനായി സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. സർ. ഗുരുവായൂർ ലിറ്റിൽ ഫോർ കോളേജിൻ്റെ ബഹുമാനിയായ പ്രിൻസിപ്പൽ റവറൻ ഡോക്ടർ സിസ്റ്റർ ജീസ്മ തെരേസ്, ഡോക്ടർ രാജേഷ് കുമാർ മിശ്ര, സെക്രട്ടറി ഓഫ് GSF, ഡോക്ടർ അഞ്ജു എസ് മറ്റം, IQSA കോർഡിനേറ്റർ ഓഫ് ലിറ്റിൽ ഫോർ കോളേജ് ഗുരുവായൂർ, മറ്റ് ആദരണീയരായ വ്യക്തികളെ, പ്രിയ വിദ്യാർത്ഥികളെ, എല്ലാവർക്കും എൻ്റെ പ്രണാമം. ഈ പരിപാടി തുടങ്ങാൻ കുറച്ച് താമസം നേരിട്ടു. അതുകൊണ്ട് ഇത് നടത്താൻ എത്ര നേരം പറയാം എന്നെനിക്ക് അറിഞ്ഞുകൂടാ. ഇവിടെ ഞാൻ ഇത് തുടങ്ങുന്നതിന് മുൻപ് എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ ആദരവ് കൊണ്ട് വിനയ അവനത ശീർഷനായി പോകുന്നത് എൻ്റെ ബഹുമാനപ്പെട്ട ആചാര്യ ഡോക്ടർ S. രാധയുടെ സാന്നിധ്യമാണ്. ടീച്ചറിനെ ഇതിലൊന്ന് ഒന്ന് കണ്ടു, വലിയ സന്തോഷമായി എനിക്കത്. ടീച്ചറാണ് എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഗൈഡ്, റിസർച്ച് ഗൈഡ് ടീച്ചറാണ്. റിസർച്ചിൽ മാത്രമല്ല, എൻ്റെ ജീവിതത്തിൽ തന്നെ എൻ്റെ ഗൈഡാണ് ഡോക്ടർ S. രാധ ടീച്ചർ. ടീച്ചറുടെ പാദത്തിൽ പ്രണമിച്ചുകൊണ്ട് എനിക്ക് പറയാനുള്ളത് തുടങ്ങട്ടെ. ഇന്ന് നമ്മൾ വേദം എന്ന് കേൾക്കുമ്പോൾ പലർക്കും വേദം ദുർഗ്രഹങ്ങളായ കുറെ മന്ത്രങ്ങളുടെ ഒരു സമാഹാരമാണ് എന്ന് തോന്നാറുണ്ട്. പക്ഷെ വേദം നമ്മുടെ ദൈനംദിന ജീവിതത്തിന്റെ ഓരോ നിമിഷവും നമുക്ക് പ്രചോദനമായി തീരുന്ന വലിയ ഒരു ഉപദേശ സംഹിതയാണ്. ആരാധനയ്ക്കായി നമ്മൾ വേദങ്ങൾ ഉപയോഗിക്കുന്നു. ജീവിതത്തിന്റെ നാനാഘട്ടങ്ങളിൽ, നാനാ തുറകളിൽ നമ്മൾ വേദത്തിന്റെ മന്ത്രങ്ങൾ ഉപയോഗിക്കുന്നു. 16 സംസ്കാരങ്ങൾ, ഷോഡശ സംസ്കാരങ്ങൾ സാധാരണയായിട്ട് നമ്മള് ഒരു ആത്മീയമായ ജീവിതം നയിക്കുന്നവരുടെ 16 സംസ്കാരങ്ങളുണ്ട്. ഒരു കുഞ്ഞ് അമ്മയുടെ ഉദരത്തിൽ വരുന്ന നിമിഷം തൊട്ട് ആ കുഞ്ഞിന്റെ ജീവിതത്തിന്റെ ഏറ്റവും അവസാന നിമിഷം, അത് കഴിഞ്ഞാലുള്ള അന്ത്യേഷ്ടി വരെ, ശവസംസ്കാരം വരെ ഉള്ള എല്ലാ തുറകളിലും വലിയ ഒരു വെളിച്ചം, ജ്യോതിസായി വർത്തിക്കുന്നതാണ് വേദം. ഈ വേദത്തിന് നാം പലപ്പോഴും തോന്നാറുണ്ട്, നമ്മുടെ സാധാരണ ജീവിതത്തിൽ, ദൈനംദിന ജീവിതത്തിൽ വേദങ്ങളുടെ മന്ത്രങ്ങൾ എന്തെങ്കിലും നമുക്ക് ഉപദേശം തരുന്നുണ്ടോ എന്ന് നോക്കാം. അപ്പൊ കൂടുതൽ ഞാൻ അതിനെക്കുറിച്ച് ഒരു മുഖവരി ഒന്നും പറയാതെ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളെ പറയുകയാണ്. ആദ്യമേ തന്നെ വേദം വിദ്യാഭ്യാസപരമായിട്ടുള്ള കാര്യങ്ങളുടെ,
ഒരു ഗുരു എങ്ങനെയായിരിക്കണം, കുട്ടികൾ എങ്ങനെയായിരിക്കും, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വിദ്യാഭ്യാസത്തിന്റെ വിവിധ ഘട്ടങ്ങളെ കുറിച്ച്, അതിൽ വരാവുന്നതായ നമുക്ക് വരുന്നതായ പിഴവുകള്, പിന്നെ സമ്പത്തിനെ എങ്ങനെ നമ്മൾ കൈകാര്യം ചെയ്യണം, സമ്പത്ത് എങ്ങനെ നേടണം, എല്ലാ കാര്യങ്ങളെയും കുറിച്ച് വേദം പരാമർശിക്കുന്നു എന്നുള്ളതാണ്. സമ്പത്ത് നേടും മാത്രമല്ല, സമ്പത്ത് ആർക്ക് വേണ്ടിയാണ് എന്ന് വരെ പറയുന്നുണ്ട്. ഏത് സമയത്തും സമ്പത്ത് നേടണം എന്ന് തന്നെയാണ് പറയുന്നത്. അതായത് വിദ്യയും സമ്പത്തും നേടുന്ന സമയത്ത് നമ്മൾ അജരന്മാരും അമരന്മാരും ആകണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ജരാനരകൾ ബാധിക്കാത്തവരാണ് നമ്മൾ. അതുപോലെ നമുക്ക് മരണമില്ല എന്ന് വിചാരിച്ചുകൊണ്ട് വേണം വിദ്യ നേടാൻ. സമ്പത്തും അങ്ങനെ തന്നെ വേണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ സമ്പത്തിന്റെ വിനിയോഗം എങ്ങനെയാണ് എന്ന് പറയുമ്പോൾ നമ്മുടെ വളരെ പുരോഗമനപരമായ പ്രസ്ഥാനങ്ങൾ പറയുന്നതിനേക്കാൾ അപ്പുറമാണ് വേദം പറയുന്നത്. കാരണം വേദം പറയുന്നു അന്നം വിശക്കുന്നവന്റെ അവകാശമാണ്. ആ വാസ്തുവിന്റെ ഒരു വീടിന്റെ ഒരു വാസ്തുവിന്റെ വാസ്തോഷ്പതിയുടെ അല്ല അന്നത്തിന്റെ അധികാരം. ആർക്കാണ് വിശപ്പ് അവനാണ് അന്നത്തിന്റെ അധികാരം എന്ന് വരെ വേദങ്ങൾ പറയുന്നു. അപ്പൊ നമ്മൾ വളരെ കാര്യമായിട്ട് ഇപ്പൊ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമുണ്ട്. ഒരു ചെറുപ്പക്കാരൻ ഒരു വീട്ടിൽ കയറി അന്നം എടുത്തതിന്റെ പേരിൽ ജനങ്ങൾ അയാളെ കൈകാര്യം ചെയ്ത് അയാൾ മരിച്ചുപോയി. അങ്ങനെ വാർത്ത നമ്മൾ കേൾക്കുന്നുണ്ട്. ഇവിടെ വേദം എന്താണ് പറയുന്നത്? വേദം പറയുന്നത് ശരിക്ക് അന്നം വിശക്കുന്നവന്റെ അധികാരം. അത് വേദത്തെ ഒരു സന്ദർഭം പറഞ്ഞുകൊണ്ടാണ് വേദം പറയുന്നത്. വസിഷ്ഠൻ എന്ന മഹർഷി കുറെ ദിവസം ഉപവസിച്ചപ്പോ അദ്ദേഹത്തിന് വല്ലാതെ വിശന്നു. നമുക്കറിയാം, വിശക്കുന്ന ഉപവസിച്ചാൽ വിശക്കുമെന്നറിയാം. വളരെ ദിവസങ്ങളാണ് ഉപവസിച്ചത്. നമ്മളൊക്കെ സാധാരണ ഏകാദശിക്കൊക്കെ നമ്മള് വ്രതം അനുഷ്ഠിക്കുമ്പോ, ഏകാദശി നോക്കുമ്പോഴൊക്കെ ഒരു ദിവസം നമുക്ക് ഭക്ഷണത്തിൽ നിയന്ത്രണം കൊണ്ടുവന്നാൽ തന്നെ നമ്മളെ എത്രയേറെ വിഷമിക്കും. ഈ വസിഷ്ഠ മഹർഷി കുറെ ദിവസം ഉപവസിച്ച് വിശന്നപ്പോ ഒരു ധനികന്റെ വീട്ടിൽ പോവാണ്. ഭക്ഷണം വാങ്ങിക്കഴിക്കാനല്ല, എടുത്തു കഴിക്കാൻ. ആരുടെ വീട്ടിലാണ് അദ്ദേഹം പോകുന്നത്? വരുണന്റെ വീട്ടിൽ. വരുണൻ നമുക്കറിയാം, സമുദ്രത്തിന്റെയൊക്കെ അധിപനാണ് വരുണൻ. രത്നാകരമാണ് സമുദ്രം. ആ സമുദ്രത്തിന്റെ അധിപനായ വരുണൻ എത്രമാത്രം ധനികനായിരിക്കണം. അപ്പൊ ആ ധനികന്റെ വീട്ടിൽ പോവാണ് വസിഷ്ഠൻ അന്നം എടുത്തു കഴിക്കാൻ. അപ്പോ അദ്ദേഹം പറയാണ്, അമീവഹ വാസ്തോഷ്പദേ വിശ്വരൂപാണ്യാവിശൻ സഖാ സുശേവ ഏതിനഹ. അമീവഹ, അന്നം, എങ്ങനെയുള്ള അന്നമാണ് തനിക്ക് വേണ്ടത് എന്നാണ് പറയുന്നത്. വാസ്തോഷ്പദേ, വാസ്തുവിന്റെ അധിപനായിട്ടുള്ള ആ വരുണനെ വിളിച്ചു പറയാണ്, തനിക്ക് അന്നം വേണം. ആ അന്നം വരുണനോട് വിളിച്ചു ചോദിക്കുന്നില്ല, ഇതിങ്ങനെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം അവിടെ എടുത്തു കഴിക്കാനാണ് പോകുന്നത്. അപ്പോ അമീവഹ ആയിരിക്കണം. അമീവ എന്ന് പറഞ്ഞ രോഗം എന്നാണ് അർത്ഥം. നമ്മളിന്ന് അമീബ എന്ന പദം പ്രയോഗിക്കാറുണ്ട്. വേദത്തിലെ അമീവ എന്ന പദം, അമീവ, രഭഹ, ഈ പദങ്ങളൊക്കെ രോഗത്തെ പറയുന്നതാണ് വേദത്തില്. അമീവയെ ഹനിക്കുന്നത്, രോഗത്തെ ഹനിക്കുന്ന ഭക്ഷണം ആയിരിക്കണം മനുഷ്യന്. നമുക്കിന്ന് അറിയാം, ഇന്ന് ഭക്ഷണമാണ് നമുക്ക് രോഗങ്ങൾ വരുത്തുന്നത്. അങ്ങനെയല്ല, രോഗങ്ങളെ ഹനിക്കുന്ന ആ അന്നം വിശ്വരൂപാണി ആവിശൻ. ഏത് രൂപങ്ങളും, പല രൂപങ്ങളിൽ, എല്ലാ രൂപങ്ങളിലും അന്നം ഏത് രൂപത്തിലും ആവാം. ഏത് രൂപത്തിലാണെങ്കിലും അത് രോഗങ്ങളെ ഹനിക്കുന്നതായിരിക്കണം. തന്നെയുമല്ല, അത് സഖാ സുശേവ ഏതിനഹ, അത് സഖാവായിരിക്കണം, നമ്മളോട് സഖീഭാവേന വർത്തിക്കുന്നതായിരിക്കണം. ചിലപ്പോ നമ്മൾ കാണാറില്ല, ചില ആളുകൾ അന്നം കഴിച്ചതിന്റെ പേരിൽ, ഭക്ഷണം കഴിച്ചതിന്റെ പേരിൽ തികട്ടലായി, നെഞ്ച് എരിച്ചിലായി, പല പല പ്രശ്നങ്ങളായി. അപ്പൊ എന്താ ഇങ്ങനെ? ഇന്ന് ആ കഴിച്ച ഭക്ഷണം പറ്റിയില്ല. അപ്പൊ അവിടെ അന്നം സഖാവായി വർത്തിക്കുന്നില്ല, സൗഹാർദ്ദത്തോടെ വർത്തിക്കുന്നില്ല. നമ്മളോട് സൗഹാർദ്ദത്തോടെ വർത്തിക്കുന്നതും നമ്മളോട് നമ്മുടെ രോഗങ്ങളെ മാറ്റുന്നതും ആയ അന്നം സുശേവ, നമുക്ക് അനായാസമായിട്ട് സേവിക്കാൻ പറ്റുന്നതും ആയിരിക്കണം. അത്രയ്ക്ക് അന്നത്തിന് രുചി വേണ്ടു എന്നതാണ്. അങ്ങനെയുള്ള അന്നം നാനാരൂപത്തിൽ നമ്മളിലേക്ക് വരട്ടെ, എന്നിലേക്ക് വരട്ടെ, എനിക്ക് ലഭ്യമാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വരുണന്റെ വീട്ടിൽ നിന്ന് അന്നം എടുത്തു കഴിക്കാൻ വസിഷ്ഠൻ പോകും. അവിടെ ചെന്നപ്പോ
കാവൽക്കാർ അദ്ദേഹത്തെ തടഞ്ഞു. കാരണം സമ്പന്നനാണ്, അപ്പൊ അതുകൊണ്ട് കാവൽക്കാരൊക്കെ ഉണ്ട്. കാവൽക്കാർ തടഞ്ഞു. കാവൽക്കാരെ തടയാൻ മാത്രമല്ല, പട്ടി കടിക്കാൻ വന്നു അദ്ദേഹത്തെ. അപ്പോ അദ്ദേഹം പറഞ്ഞു, ഈ വസിഷ്ഠൻ പറഞ്ഞു, ത്വം സൂകരസ്യ ദർദ്രിഹി തവ ദർദർത്തു സൂകരഃ സ്തോത്രീൻ ഇന്ദ്രസ്യ രായസി കിമസ്മൻ തുച്ഛനായസേ നിഷുസ്വപ. പട്ടിയോട് പറയാണ്, നീ പോയിട്ട് പന്നിയെ കടിച്ചു കൊള്ളുക. ത്വം സൂകരസ്യ ദർദ്രിഹി തവ ദർദർത്തു സൂകരഃ, പന്നി നിന്നെയും കടിച്ചു കൊള്ളട്ടെ. അപ്പോ വിശക്കുന്നവൻ ഭക്ഷണം കഴിക്കാൻ പോകുമ്പോ അവനെ തടയുന്നതിനേക്കാൾ നല്ലത് എന്താണ്? ഓരോരുത്തരും അവരവരുടെ ജന്മനാ ഉള്ള സ്വഭാവങ്ങളിലേക്ക് പോവുക, പ്രകൃതിദത്തമായ സ്വഭാവത്തിലേക്ക് പോവുക. പട്ടി പോയിട്ട് പന്നിയുമായിട്ട് കടിയുണ്ടാക്കുക, പന്നി പട്ടിയെ കടിക്കുക. അപ്പോ വിശക്കുന്നവൻ ഭക്ഷണം കഴിക്കുന്നതിൽ നിന്ന് തടയുന്നതിനേക്കാൾ നല്ലത് അവനവന്റെ നൈസർഗിക വാസനകളുമായിട്ട് മുന്നോട്ട് പോകും. ഇപ്പൊ നീ ചെയ്യുന്നത് എന്താണ്? ത്വം സ്തോത്രീൻ ഇന്ദ്രസ്യ രായസി. ഇന്ദ്രൻ എന്ന പദം അവിടെ ഈശ്വരൻ എന്ന അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. ഈശ്വരസ്തുതി ചെയ്യുന്നവനെയാണ് നീ ഇപ്പോൾ കടിക്കാൻ വന്നിരിക്കുന്നത്. നീ പോയിട്ട് എന്ത് ചെയ്യുക? ഉറങ്ങുക. നിഷുസ്വപ, നീ പോയി ഉറങ്ങുക. ഈശ്വരസ്തുതി ചെയ്യുന്നവൻ എങ്ങനെയാണ് വിശക്കുന്നവൻ ഭക്ഷണം കഴിക്കുന്ന ഈശ്വരസ്തുതിയാകുന്നത്? വിശക്കുന്നവൻ ഭക്ഷണം കഴിക്കുന്നത് പ്രാണനെ നിലനിർത്തുന്നതിനുള്ള ഉപാധിയായിട്ടാണ്. പ്രാണൻ നമുക്ക് നമ്മുടെ സാമർഥ്യം കൊണ്ടല്ല നമുക്ക് പ്രാണൻ കിട്ടിയത്, അത് ഈശ്വരദത്തമാണ്. ഈശ്വരദത്തമായ പ്രാണനെ നിലനിർത്തുന്നവൻ ഈശ്വര സ്തുതിയാണ് ചെയ്യുന്നത്. മറിച്ചായാലോ, ഈശ്വരൻ തന്ന പ്രാണനെ നശിപ്പിക്കുന്നവനോ? ഇന്ന് കുട്ടികളുടെ സ്ഥിതി എന്താണ്? അമ്മ വഴക്ക് പറഞ്ഞു, കുട്ടി ആത്മഹത്യക്ക് ശ്രമിച്ചു, അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്തു. അച്ഛൻ വഴക്ക് പറഞ്ഞു, അധ്യാപകൻ വഴക്ക് പറഞ്ഞു. എന്താ കുട്ടികൾക്ക് ഇന്ന് ആത്മഹത്യക്ക് എന്താണെന്ന് കാരണമാകുന്നത്? എത്ര നിസ്സാരമായിട്ടുള്ള കാരണങ്ങളുടെ പേരിലാണ് കുട്ടികൾ ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എത്ര വലിയ ഘോരമായ അപരാധമാണ്. നമുക്ക് തനിയെ എടുക്കാനോ കൊടുക്കാനോ നിവൃത്തിയില്ലാത്ത ഒന്ന്, അതിനെ നശിപ്പിക്കുക ദൈവദത്തമാണ്. ദൈവം നമുക്ക് സ്നേഹപൂർവ്വം തന്ന, കരുണയോടെ തന്ന പ്രാണനെ അത് നിലനിർത്താൻ നമുക്ക് ബാധ്യതയുണ്ട്, അല്ലേ? നമുക്ക് ഒരാളൊരു വസ്തു തന്നു, നമുക്ക് അതിനെ നമ്മൾ വലിച്ചെറിയുന്നതിന് തുല്യമാണ് നമ്മുടെ പ്രാണനെ നശിപ്പിക്കുന്നത്, അല്ലേ? നമ്മളിപ്പോ ഒരു കുട്ടിക്ക് നമ്മൾ ഒരു പ്രത്യേകമായ ഒരു സന്ദർഭത്തിൽ നമ്മളൊരു സമ്മാനം കൊടുക്കുന്ന ഒരു കുട്ടിക്ക്, ആ കുട്ടി അത് ഇതൊന്നും വേണ്ട, ഇതാണോ സമ്മാനം കൊണ്ട് ആ കുട്ടി അത് വലിച്ചെറിയും. എത്ര വിഷമം ഉണ്ടാവും കൊടുത്ത ആൾക്ക്, അല്ലേ? നേരെ മറിച്ച് ആ കുട്ടിയെ അതും കൊണ്ട് നടക്കുകയാണെങ്കിലോ, നമ്മളിപ്പോ അവനെ കൊടുത്തു, നമ്മളൊരു പേനയാണ് കുട്ടിക്ക് കൊടുത്തത്, ആ കുട്ടി അത് കൊണ്ട് സന്തോഷമായിട്ട് അടക്കുന്നു, അല്ലേ? അത് അല്ലെ, പിന്നെ നമ്മൾ ആ വീട്ടിൽ ചെല്ലുമ്പോ എന്താണ്, ആ പേന കൊണ്ട് അവിടെ ഭിത്തിയിലും അവിടെ ഇവിടെ ഒക്കെ മുഴുവൻ വരച്ചിട്ടുണ്ട്. നമ്മൾ ചോദിക്കുക, എന്താ പോലെ ഈ ഭിത്തിയിലൊക്കെ കാണുന്നത്? ഒന്നും പറയണ്ട എന്റെ ഉണ്ണി, നീ കൊടുത്ത പേന ഇത് എന്റെ മാമൻ തന്നാന്ന് പറഞ്ഞിട്ട് ഉറങ്ങുമ്പോ പോലും അതും കൊണ്ടാ നടക്കുന്നത്, അതും കൊണ്ടാണ് കിടന്ന് ഉറങ്ങുന്നത്. അപ്പൊ എന്തായി? കൊടുത്ത ആൾക്ക് സന്തോഷമായി, താൻ കൊടുത്തത് ആ കുട്ടി കാര്യമായിട്ട് കൊണ്ടു നടക്കുന്നല്ലോ. ഇതുപോലെ തന്നെയാണ് ഈശ്വരന്റെ കാര്യം. ദൈവം നമുക്ക് ജീവൻ ആയുസ് തന്നെങ്കിൽ അതിനെ നമ്മൾ സംരക്ഷിക്കുമ്പോ അതിന്റെ ദാതാവ് നമ്മളിൽ സംപ്രീതനാവുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ടാണ് നീ ഇന്ദ്രന്റെ സ്തോതാവിനെയാണ് ഇപ്പോൾ എന്ത് ചെയ്യുന്നത്? ഉപദ്രവിക്കുന്നത്. നീ പോയി ഉറങ്ങുക. നിശ്വസ്വപം. ഈ വേദത്തിൽ, ഋഗ്വേദത്തിൽ വരുന്ന 8 മന്ത്രങ്ങൾ അങ്ങനെയുണ്ട്. ഈ മന്ത്രങ്ങള് പ്രസ്വാഭിന്യ ഉപനിഷത്ത് എന്നാണ് ഈ മന്ത്രങ്ങളെ പറയുന്നത്. നിങ്ങളിൽ അധികം ആരും അത് കണ്ടിരിക്കാൻ സാധ്യതയില്ല. കാരണം പ്രസ്വാഭിന്യ ഉപനിഷത്ത് എന്ന് പറഞ്ഞിട്ട് ഒരു ഉപനിഷത്ത് ഇതുവരെ പ്രത്യേകമായി പ്രിന്റ് ചെയ്ത് എഴുതി കണ്ടിട്ടില്ല. അപ്പോ അതിൽ പറയുന്നതാണ് അന്നം എന്താണ്? വിശക്കുന്നവന്റേതാണ് എന്നുള്ളത്. അപ്പോ അതിൽ തന്നെ പറയാണ്, മോഘം അന്നം വിന്ദതേ അപ്രചേതാഹ. മറ്റൊരു സന്ദർഭത്തിൽ പറയാം, മോഘം അന്നം വിന്ദതേ അപ്രചേതാഹ. ഈ വസ്തുത, അന്നം വിശക്കുന്നവനാണ് എന്നുള്ള വസ്തുത അറിയാത്തവൻ, അന്നം വിന്ദതേ അപ്രചേതാഹ, ഇതിനെ മനസ്സിലാക്കാത്തവൻ എന്ത് ചെയ്യുന്നതാണ്? അത് വെറുതെയാണ് അവന്റെ സമ്പത്ത്. സത്യം ബ്രവീമി വധ ഇത്സതസ്യ ന അര്യമണം പുഷ്യതി നോ സഹായം കേവലാഘോ ഭവതി കേവലാദി. അത് ഈ പ്രസ്വാഭിന്യ ഉപനിഷത്തിൽ അത് മറ്റൊരു സന്ദർഭത്തിലാണ് പറയുന്നത്. മോഘം എന്ന് പറഞ്ഞാൽ വെറുതെയാണ്. അന്നം വിന്ദതേ അപ്രചേതാഹ. വിശക്കുന്നവന്റെ വിശപ്പിന്റെ കാഠിന്യം മനസ്സിലാക്കാത്തവൻ
വെറുതെയാണ് അവന്റെ സമ്പത്ത്. സത്യം ബ്രവീമി, ഞാൻ സത്യം പറയുന്നു. വധ ഇത്സതസ്യ, അത് അവന്റെ വധമാണ്, അത് അവന്റെ നാശമാണ്. വിശക്കുന്നവന്റെ വേദന മനസ്സിലാക്കാത്തവന്റെ സമ്പത്ത് അവന് നാശമാണ്. അര്യമണം പുഷ്യതി നോ സഹായം. ആ സമ്പത്ത് കൊണ്ട് അവൻ അര്യമാവിനെ സന്തോഷിപ്പിക്കുന്നില്ല. അര്യമാവ് സൂര്യൻ അറിയാമല്ലോ, നമുക്കറിയാം. സൂര്യൻ എന്ന് പറഞ്ഞാൽ നമുക്ക് സമസ്ത ഊർജങ്ങളും തരുന്ന ആ ദേവനെ, ആ ശക്തിയെ, ആ വലിയ ശക്തിയെ നമ്മൾ സന്തോഷിപ്പിക്കുന്നില്ല. നോ സഹായം, സഖാവിനെയും സന്തോഷിപ്പിക്കുന്നില്ല. അതായത് നമ്മുടെ സഹജീവികളെയും സന്തോഷിപ്പിക്കുന്നില്ല. കേവലാഘോ ഭവതി കേവലാദി, കേവലം അഘമാണ്, പാപമാണ്. കേവലാദി, കേവലാദി കേവലം തനിയെ കഴിക്കുന്നവൻ, അന്നം തനിയെ ഭക്ഷിക്കുന്നവൻ, വിശക്കുന്നവന് നൽകാതെ, തന്നേക്കാൾ കൂടുതൽ വിശപ്പുള്ളവന് നൽകാതെ അന്നം ഭക്ഷിക്കുന്നവൻ ആരാണ്? അവൻ പാപിയാണ്. നോക്കൂ, ഒരു പാപത്തെ കുറിച്ചുള്ള കോൺസെപ്റ്റ് നോക്കൂ. അപ്പോ നമ്മൾ പാപം എന്ന് പറയുന്നത് നമ്മൾ വേറൊരാളെ നമ്മൾ ഉപദ്രവിക്കാൻ പോവാതിരുന്നത് കൊണ്ട് മാത്രം നമ്മൾ പാപത്തിൽ നിന്ന് വിനിർമുക്തരാകുന്നില്ല. നമ്മുടെ സഹജീവികളിൽ വിശക്കുന്നവൻ, വിശന്ന് പൊരിയുന്നവന്റെ വിശപ്പ് കാണുന്നില്ലെങ്കിൽ നമ്മൾ കേവലാഘോ ഭവതി കേവല. എന്നിട്ട് പറയാണ് അവന്റെ സമ്പത്ത് എന്താണ് എന്നാണ്. ആ സമ്പത്തിനെ കുറിച്ച് പറയുന്നത് ഇത് വെറും ഒരു സ്വപ്നം പോലെയാണ്. അധസ്വപ്നസ്യ നിർവിതേ അഭുഞ്ചതശ്ച രേവതഃ ഉപാത വസ്ത്രി നശ്യതഃ. പറയാ എന്താണ് അധസ്വപ്നസ്യ നിർവിതേ? എനിക്ക് അധസ്വപ്നത്തെ കുറിച്ച് നിർവേദമാണ്. നിർവേദം എന്ന് പറഞ്ഞാൽ നിരാശത. നിരാശതയാണ് എനിക്ക് അധസ്വപ്നം. സ്വപ്നം, രണ്ട് സ്വപ്നം ഉണ്ട്. ഒന്ന് ഉത്സ്വപ്നവും ഒന്ന് അധസ്വപ്നവും. ഉത്സ്വപ്നം എന്ന് പറയുന്നത് നമ്മൾ ജാഗ്രത അവസ്ഥയിൽ നിന്ന്, നമ്മൾ ഉണർന്നിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് പെട്ടെന്നൊരു സ്വപ്നാവസ്ഥയിലേക്ക് കടന്നിട്ടാണ് നമ്മൾ സുഖനിദ്രയിലേക്ക് പോകുന്നത്, സുഷുപ്തിയിലേക്ക് പോകുന്നത്. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ ഉറങ്ങാൻ കിടന്ന സമയത്ത് നമ്മൾ ചിലപ്പോ സ്വപ്നം കാണും. നല്ല ഗാഠനിദ്രയിൽ സ്വപ്നമില്ല. അപ്പോ ഈ ഉണർന്നിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് സ്വപ്നത്തിലൂടെയാണ് നമ്മൾ ഗാഠനിദ്രയിലേക്ക് പോകുന്നത്. ഗാഠനിദ്ര കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്ന സമയത്ത് ഒരു സ്വപ്നാവസ്ഥ കടന്നിട്ടാണ് വീണ്ടും നമ്മുടെ ജാഗ്രതയിലേക്ക് വരുന്നത്. അപ്പൊ ഈ ജാഗ്രത അവസ്ഥയുടെയും സുഷുപ്തിയുടെയും മധ്യത്തിലാണ് സ്വപ്നം. അപ്പൊ ജാഗ്രത അവസ്ഥയിൽ നിന്ന് സുഷുപ്തിയിലേക്ക് പോകുമ്പോൾ ഉത്സ്വപ്നം, അവിടെ നിന്ന് തിരിച്ച് ജാഗ്രത അവസ്ഥയിലേക്ക് വരുമ്പോൾ അധസ്വപ്നം. ഈ അധസ്വപ്നം പലപ്പോഴും നമ്മൾ അറിയാറേ ഇല്ല അത്രേ. അതായത് നമ്മളിപ്പോ രാവിലെ ബ്രാഹ്മ മുഹൂർത്തത്തിൽ ഉണരുന്ന ഒരാള്, ബ്രാഹ്മ മുഹൂർത്തം എന്ന് പറയുന്നത് സൂര്യോദയത്തിന് തൊട്ട് മുമ്പുള്ള മുഹൂർത്തമാണ്. അത് വേദത്തിൽ പറയുന്നുണ്ട്. ആ മുഹൂർത്തത്തിൽ ഉണരണം എന്ന് വേദത്തിൽ പറയുന്നുണ്ട്. അപ്പോ ആ സ്വപ്നം നമ്മളിപ്പോ 5 മണിക്ക് അല്ലെങ്കിൽ 4 മണിക്ക് ഉണരുന്ന ആളാണെങ്കിൽ പെട്ടെന്ന് 4 കൂടെ ഉണർന്നു. പക്ഷെ നമ്മളൊരു സ്വപ്നത്തിലൂടെ വരുന്നുണ്ട് അത്രേ. അത് നമ്മൾ അറിയാറില്ല എന്നാണ് പറയുന്നത്. ആ സ്വപ്നം പലപ്പോഴും അറിയാറില്ല. ഇതാണ് ഈ അധസ്വപ്നം. അധസ്വപ്നത്തിന്റെ കാര്യത്തിൽ ഞാൻ നിരാശനാണ്. കാരണം അത് പെട്ടെന്ന് നശിക്കുന്നു. അതുപോലെ തന്നെയാണത്രേ അഭുഞ്ചതശ്ച രേവതഃ. രൈഹി എന്ന് പറഞ്ഞ സമ്പത്താണ്. സമ്പത്തുള്ളവന്റെ സമ്പത്ത് എങ്ങനെയുള്ളവൻ? അഭുഞ്ചതഃ, ഭുജിപ്പിക്കാത്തവൻ, വിശക്കുന്നവനെ ഊട്ടാത്തവന്റെ സമ്പത്തും. അതുപോലെ തന്നെ ഈ അധസ്വപ്നവും രണ്ടും വസ്ത്രി നശ്യതഃ, പെട്ടെന്ന് തന്നെ ഇത് രണ്ടും നശിക്കുന്നു. അപ്പോ സമ്പത്ത് ഉണ്ടാവുക, വിശക്കുന്നവനെ ഊട്ടാതിരിക്കുക, അവന്റെ സമ്പത്ത് പെട്ടെന്ന് നശിക്കും. അതുകൊണ്ട് ആ സമ്പത്തിനെ കുറിച്ച് എനിക്ക് നിരാശതയാണുള്ളത് എന്ന് വേദത്തിലെ ഈ മുനി അവിടെ പറയുന്നു. ഋഷി എന്നാണ് വേദം ദർശിച്ചവരെ പറയുക, ഋഷിമാരെന്നാണ്. സാധാരണ വേദത്തിൽ പലയിടത്തും ഋഷി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോ പക്ഷെ ഋഷിക എന്നെഴുതാണ്ട് സ്ത്രീകളാണെങ്കിൽ പലപ്പോഴും നമ്മൾ വിചാരിക്കാറുണ്ട് സ്ത്രീകൾ, ഈ ഋഷിമാരെന്ന് പറയുന്നവരൊക്കെ ഇങ്ങനെ കുറെ താടിയൊക്കെ നീട്ടിയിട്ട് നടക്കുന്ന പുരുഷന്മാരാണ് നമ്മൾ വിചാരിക്കാറുണ്ട്. പുരുഷന്മാരുടെ എണ്ണത്തെക്കാൾ ഒട്ടും തന്നെ കുറവല്ല ആരുടെ? സ്ത്രീകളുടെ എണ്ണം. ഋഷികമാർ,
പലപ്പോഴും ഋഷിന്നേ പറയാറുള്ളൂ. അത് ഭേദമൊന്നുമില്ല, അത് ഋഷി എന്നാണ് പറയും. ഇപ്പൊ നമ്മൾ രാഷ്ട്രപതി എന്ന് പറയുന്നില്ലേ, പുരുഷനാണെങ്കിൽ രാഷ്ട്രപതി എന്ന് പറയുന്നു, സ്ത്രീ ആണെങ്കിലും രാഷ്ട്രപതി എന്ന് പറയുന്നു. അതുപോലെ തന്നെയാണ് ഋഷി എന്നുള്ള പദവും. പക്ഷെ പുതുതായിട്ടൊക്കെ ഇറങ്ങുന്ന വേദത്തിലൊക്കെ ഋഷിക എന്ന് പറയാറുണ്ട്. ധാരാളം ഋഷികമാരുണ്ട്. നമുക്ക് ഗാർഗി പലരും കേട്ടിട്ടുണ്ടാവും, ഗാർഗി എന്ന് കേട്ടിട്ടുണ്ടാവും. ഗാർഗി മാത്രമല്ല, സരമ, ഗാർഗിയുണ്ട്, സരമയുണ്ട്, ജുഗു ഉണ്ട്, മൈത്രേയി ഉണ്ട്, ധാരാളം ഇന്ദ്രാണി, ധാരാളം ഋഷികമാരുണ്ട്. അപ്പൊ ഈ ഋഷികമാര് എന്താണ്, അപ്പൊ ഈ മന്ത്രം ദർശിച്ച ആളുകളാണ് ഋഷിമാർ. പൊതുവെ ഋഷിന്നേ പറയുന്നുള്ളൂ. പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് ഈ വേദത്തെ നിന്ദിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇവര് പലപ്പോഴും പറയുന്നത് എന്താന്ന് വെച്ചാല് വേദങ്ങളൊക്കെ പുരുഷന്റെ മേധാവിത്വവും ബ്രാഹ്മണന്റെ മേധാവിത്വവുമാണ് അരക്കിട്ട് ഉറപ്പിക്കുന്നത് എന്നാണ് അവരുടെ ധാരണ. പക്ഷെ ബ്രാഹ്മണനെ കുറിച്ച് ഉയർത്തി പറയുന്നുണ്ട്. പക്ഷെ ബ്രാഹ്മണൻ ആരാണെന്ന് നമ്മൾ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് അതിൽ നമ്മൾ അസഹിഷ്ണുത കാണിക്കുന്നത്. ബ്രാഹ്മണൻ ആരാണ് എന്ന് ചോദിച്ചാൽ ഇത് ജാതി ബ്രാഹ്മണനല്ല എന്ന് ആദ്യമേ തന്നെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. വേദങ്ങളുടെ ആശയങ്ങൾ നമുക്ക് വേദവ്യാസനൊക്കെ വേദം വ്യസിച്ച ആളാണ് വേദവ്യാസൻ. വ്യസിക്കുക എന്ന് പറഞ്ഞാൽ വ്യാസം വരുത്തുക, അതാണ് വേദത്തിന്. വ്യാസം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഡയാമീറ്റർ ആണ് വ്യാസം എന്ന് പറയുന്നത്. അപ്പൊ വേദവ്യാസൻ എന്ന് പറഞ്ഞാൽ വേദത്തിന് എന്താണ്, അതിന്റെ വൈദികമായ ആശയങ്ങളുടെ ഡയാമീറ്റർ ആണ് നീട്ടിക്കൊണ്ടുവരുന്നത് അദ്ദേഹം, വലുതാക്കിയത്. ഡയാമീറ്റർ വലുതായി എന്തായി, വൃത്തം വളരെയേറെ വലുതാവും, അറിയാമല്ലോ. വേദം സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് വേദവ്യാസൻ ചെയ്തത്. വ്യാസം എന്ന പദം വെറുതെ പ്രയോഗിച്ചിട്ടുള്ളതല്ല അത്. അപ്പൊ ഈ വേദം സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് ചെയ്തത്. പലരും പറയുന്നത് അത് ഋക്ക്, യജുസ്, സാമം, അഥർവം എന്നിങ്ങനെ വെട്ടിമുറിച്ചു എന്നുള്ള മട്ടിലാണ് പലരും സംസാരിക്കുന്നത്. അങ്ങനെയല്ല, അത് പോട്ടെ. അപ്പൊ അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം നമ്മൾ ഉപനിഷത്തുകളിൽ, വേദങ്ങളുടെ ദാർശനികമായ ഭാഗം പറഞ്ഞ ഉപനിഷത്താണ്. അതിൽ ചാന്തോക്യ ഉപനിഷത്തിലെ ഒരു കഥ പറയുന്നുണ്ട്. ആ കഥ ഈ സത്യകാമൻ എന്ന് പറയുന്ന ഒരു ഋഷിയുടെ കഥ. പിന്നീട് ഋഷിയായ അദ്ദേഹം. സത്യകാമൻ ഒരു ശൂദ്ര ബാലകനാണ്. ജബാല എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ മകനാണ് ഈ സത്യകാമൻ. ജബാല ഒരു ശൂദ്ര സ്ത്രീയാണ്, ഒരു പരിചാരികയായിരുന്നു. ഈ ജബാലയുടെ മകൻ, അയാളുടെ പേര് സത്യകാമൻ എന്നാണ്. ഈ സത്യകാമന് വേദം പഠിക്കണമെന്നാണ് ഏറ്റവും വലിയ ആഗ്രഹം. അപ്പോ എന്താ ചെയ്യേണ്ടത്? അദ്ദേഹം പോയിട്ട് ഒരു ഗുരുനാഥനെ കണ്ടുപിടിച്ചു, ഒരു ബ്രാഹ്മണനെ. ഹരിദ്രുമത ഗൗതമൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹത്തെ കണ്ടുപിടിച്ചു. എന്നിട്ട് അമ്മയോട് വന്ന് പറഞ്ഞു, എനിക്ക് ഗുരുവിനെ അഭിവാദനം ചെയ്യണം. അഭിവാദനം ചെയ്യുന്ന സമയത്ത് സ്വന്തം കുലം പറയണം, അച്ഛന്റെ കുലം പറയണം, അച്ഛന്റെ പേര് പറഞ്ഞാൽ മതി. അപ്പൊ അച്ഛന്റെ പേരെന്താ അമ്മേ എന്ന് ചോദിച്ചു. അപ്പോ അമ്മ പറഞ്ഞു, മോനെ, ഞാനൊരു പരിചാരികയായിരുന്നു. ഞാൻ ധാരാളം ആളുകളെ പരിചരിച്ചിട്ടുണ്ട്. ആ കാലത്ത് ഉണ്ടായ നിന്റെ അച്ഛൻ ആരാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യൂ, നീ ഗുരുവിന്റെ അടുത്ത് ചെല്ലുമ്പോ ജാബാലി എന്ന് നിന്നെ പരിചയപ്പെടുത്തിയാൽ മതി. ജാബാലി. അപ്പൊ ജാബാലി എന്ന് പറഞ്ഞ അമ്മയുടെ പേര് ജബാല എന്നാണ്. ജബാലയുടെ മകൻ ജാബാലി. ജബാലൻ എന്ന് പുരുഷന്മാരുടെ പേരുണ്ട്. ജബാലന്റെ മകനാണെങ്കിലും ജാബാലി എന്ന് തന്നെയാണ് പറയാ. അപ്പൊ ഗുരുവിന്റെ അടുത്ത് ചെന്നിട്ട് ജാബാലിഹി സത്യകാമഹ അഹം അഭിവാദയേ എന്ന് പറഞ്ഞാൽ മതി. ജാബാലിയായ സത്യകാമനായ ഞാൻ അങ്ങയെ അഭിവാദനം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ മതി. പിന്നെ ഗുരു അതിലപ്പുറം അതിന് തെളിവുകളൊന്നും ചോദിക്കില്ല. അച്ഛന്റെ പേര് പറഞ്ഞല്ലോ, അത് മതി. അപ്പോ കുട്ടി അവിടെ ചെന്നിട്ട്, അമ്മ പറഞ്ഞ കുട്ടിയുടെ മനസ്സിലുണ്ട്, കുട്ടി അവിടെ ചെന്നിട്ട് ഗുരുവിനെ ഇങ്ങനെ അഭിവാദനം ചെയ്യാൻ തന്നെ നിൽക്കുകയാണ്. ഗുരുവിനെ അഭിവാദനം ചെയ്യേണ്ട രീതി ഒന്നും അവനെ അറിഞ്ഞുകൂടാ വാസ്തവത്തില്. അപ്പൊ ഗുരു ചോദിച്ചു, ആരാണ് മോനെ നീ, എന്തിനാണ് വന്നത് എന്ന് ചോദിച്ചു. അപ്പൊ അയാള് പറഞ്ഞു, ഞാൻ സത്യകാമനാണ്, ഞാൻ വേദം പഠിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പൊ തന്നെ ഗുരുവിന് മനസ്സിലായി ഇവൻ ബ്രാഹ്മണകുമാരനല്ല എന്ന് ഗുരുവിന് മനസ്സിലായി. കാരണം എന്താണ്, ബ്രാഹ്മണകുമാരനാണെങ്കിൽ അഭിവാദനം ചെയ്യേണ്ട രീതികൾ അറിയാം. അപ്പൊ ഗുരു ചോദിച്ചു, ഹസ്തേ പിതാ, നിന്റെ അച്ഛൻ ആരാണ് മോനെ എന്ന് ചോദിച്ചു. കുട്ടി, അമ്മ പറഞ്ഞൊക്കെ കുട്ടിയുടെ മനസ്സിലുണ്ടെങ്കിലും കുട്ടി പറഞ്ഞത് എന്റെ അമ്മ ഒരു പരിചാരികയായിരുന്നു, എന്റെ അച്ഛൻ ആരാണെന്ന് എന്റെ അമ്മയ്ക്ക് പോലും അറിഞ്ഞുകൂടാ എന്നാണ്. ഗുരു അപ്പൊ തന്നെ
പരിചാരകന്മാരെ വിളിച്ചു, ഉടൻ കൊണ്ടുവരിക സമിത്ത് എന്റെ അടുത്തേക്ക്, ചമത ഉടനെ കൊണ്ടുവരിക, ഇവനാണ് ബ്രാഹ്മണൻ, നൈതത് അബ്രാഹ്മണോ വദതി. ഇങ്ങനെ പറയാൻ ബ്രാഹ്മണനല്ലാത്ത ഒരാൾക്ക് കഴിയില്ല. എന്ന് പറഞ്ഞാൽ ഏതൊരാളും ലജ്ജിക്കുന്ന സത്യം പറയാൻ മടി കാണിക്കാത്ത ആളാണ് സത്യം പറയുന്ന, ലജ്ജ കൂടാതെ മടി കൂടാതെ സത്യം പറയുന്നവനാണ് ബ്രാഹ്മണൻ. അപ്പൊ ആരാണ് ബ്രാഹ്മണൻ? ബൃഹത്തായിട്ട് പറയുന്നവരാണ് ബ്രാഹ്മണന്മാർ. ബൃഹദ്വദേമ, നമ്മുടെ മേധാസൂക്തത്തിലൊക്കെ പറയുന്നുണ്ട്, ത്വയാ ജുഷ്ട നുദമാനാഹ ദുരുക്കതാൻ ബൃഹദ്വദേമ വിദധേ സുവീരാഹ. മേധാദേവി ബുദ്ധിശക്തിയാണ്. ബുദ്ധിശക്തിയാൽ ആ ദേവിയാൽ അനുഗ്രഹീതരായ നമ്മൾ ദുരുക്കതങ്ങളായ കാര്യങ്ങളെ ദുർഗ്രഹമായ വിധത്തിൽ ആണ്, സ്ക്രിപ്റ്റേഴ്സ്, തിരുലിഖിതങ്ങൾ എല്ലാം എന്താണ്? ദുർഗ്രഹമായ വിധത്തിലാണ്. സാധാരണരായ ആളുകൾക്ക് മനസ്സിലാക്കാൻ പ്രയാസമുള്ളതാണ്. അപ്പൊ സാധാരണരായ ആളുകൾക്ക് മനസ്സിലാക്കാൻ പാകത്തിന് ദുർഗ്രഹങ്ങളായ കാര്യങ്ങളെ ബൃഹത്തായിട്ട് ബ്രഹ്മണം ചെയ്ത് പറയുന്നവരാണ് ബ്രാഹ്മണന്മാർ. അത് എന്തായിക്കൊള്ളണമെന്നില്ല, ബ്രാഹ്മണ കുലത്തിൽ ജനിച്ചതായിക്കൊള്ളണമെന്നില്ല. ബൃഹത്തായി പറയുന്നതിനുള്ള സത്യസന്ധതയും അതിനുള്ള മനോഭാവവും ആണ് ആർക്ക് വേണ്ടത്? ബ്രാഹ്മണന് വേണ്ടത്. അങ്ങനെയാണ് ആ ശൂദ്ര സ്ത്രീയുടെ മകനെ ഉടൻ തന്നെ ഉപനയനം ചെയ്ത് അവനെ വേദം പഠിപ്പിക്കുകയാണ് ഹരിദ്രമത ഗൗതമൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ സ്മൃതികളിലും ശ്രുതികളിലും ഈ ദ്വിജൻ അഥവാ ബ്രാഹ്മണൻ എന്ന പദം പറയുമ്പോൾ അത് കേൾക്കുമ്പോഴേക്കും ജാതി ബ്രാഹ്മണനാണ് എന്ന അർത്ഥത്തിലേക്ക് എടുത്തു ചാടിക്കൊണ്ട് ശ്രുതികളെയും സ്മൃതികളെയും നിന്ദിക്കുന്ന ആളുകൾ അതിന്റെ സൗരഭ്യം അഥവാ അതിന്റെ ആന്തരാർത്ഥങ്ങളെ ഒട്ടും തന്നെ ഗ്രഹിക്കുന്നവരല്ല എന്ന സത്യം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള വേദം എന്താണ്? അപ്പൊ ബൃഹത്തായിട്ട് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക, ജനങ്ങൾക്ക് വലുതാക്കി ആശയങ്ങൾ വിശദീകരിച്ചു. അപ്പൊ അവർക്ക് അതിനുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ട്. എന്നാൽ എന്താണ് വേദം മുന്നോട്ട് വയ്ക്കുന്ന മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാഴ്ചപ്പാടുണ്ട്. ആ കാഴ്ചപ്പാട് ഈ ലോകത്തിലുള്ള സർവ മനുഷ്യരും കൂടി അനുഷ്ഠിക്കുന്ന ഒരു വലിയ യജ്ഞമാണ് ഈ ലോകയാത്ര. ലോകയാത്ര എന്ന് പറയുന്നത് വലിയൊരു യജ്ഞമാണ്, ഒരു യാഗമാണ്, ഒരു ബലിയർപ്പണമാണ്. ബലിയർപ്പണം എന്നുള്ള പദം ക്രിസ്ത്യാനിറ്റിയിൽ ഉപയോഗിക്കുന്നതും വേദങ്ങളിൽ പറയുന്നതും ഒരേപോലെയാണ്, അഥവാ നമ്മുടെ സ്മൃതികളിൽ പറയുന്നത് ഒരേപോലെയാണ്. എന്തുകൊണ്ടാണ് സ്മൃതിയെ എടുത്ത് പറഞ്ഞത്? വേദങ്ങളുടെ താത്പര്യാർത്ഥങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള നമ്മുടെ ധർമ്മ നിയമങ്ങളാണ് സ്മൃതികൾ എന്ന് പറയുന്നത്. ശ്രുതികൾ വേദങ്ങളും സ്മൃതികൾ ധർമ്മ നിയമങ്ങളും ആണ്. അപ്പൊ അവിടെയൊക്കെ പറയുന്നത് അനുസരിച്ച് ബലി അർപ്പണം അഥവാ യജ്ഞം അർപ്പിക്കുന്നത് എല്ലാം ഒരുപോലെയാണ്. ഹിന്ദുയിസത്തിൽ പറയുന്നത് ക്രിസ്ത്യാനിറ്റിയിൽ പറയുന്നത് ഒരുപോലെയാണ്. അവിടെ എങ്ങനെയാണ് പറയുന്നത്? പണ്ടൊക്കെ മൃഗബലി ഉണ്ടായിരുന്നു, പിന്നീട് ആ മൃഗബലി മാറ്റിയിട്ട് എന്തായി? പിഷ്ട പശുവായി. ബലിക്ക് മൃഗമുണ്ട്, ബലി മൃഗമുണ്ട്, ആട്. അതിന്റെ എന്താണ് ബലിമൃഗം എന്ന് പറയുമ്പോ അത് ആടോ പശുവോ ഏത് മൃഗവും ആകട്ടെ, അല്ലെ? നമ്മള് ഈ ഇടയ്ക്ക് ആഘോഷിച്ച ഒരു ഉത്സവമുണ്ട്, നമ്മുടെ മുസ്ലിം സഹോദരങ്ങളൊക്കെ ആഘോഷിച്ചത്. എന്താണത്? ആടിനെ ബലി കൊടുത്ത ഒരു ഉത്സവമാണ്. ബലി കൊടുത്ത ഒരു ദിവസത്തിന്റെ ഓർമ്മയാണ് അത്. അവിടെ കുഞ്ഞിനെയാണ് ഇബ്രാഹിം നബി അഥവാ ബൈബിളിൽ പറയുന്ന അബ്രാഹം തന്റെ മകനെ ബലി കൊടുക്കാൻ കൊണ്ടുപോയ കഥയാണ് അവിടെ പറയുന്നത്. മുസ്ലിംസ് പറയുമ്പോ ഇബ്രാഹിം നബി ഇസ്മായിലിനെ ബലി കൊടുക്കാൻ കൊണ്ടുപോയി, മകനായിട്ടുള്ള ഇസ്മായിലിനെ ബലി കൊടുക്കാൻ കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോ ബലി കൊടുക്കാൻ ദൈവം മകനെ ബലി കൊടുക്കാൻ സമ്മതിച്ചില്ല. മതി, നിന്റെ സന്നദ്ധത മതി, ഇനി ഇതിനെ ബലി കൊടുക്കണ്ട, അവിടെ ഒരു ആട്ടിൻ കുഞ്ഞിനെ കാണും, അതിനെ ബലി കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. ബക്രീദ് എന്നാണ് അവരുടെ ബക്രീദ് എന്ന് പറയുന്ന ഉത്സവം. ഇരിക്കട്ടെ. അപ്പോ അവിടെ ഇതേപോലെ മൃഗങ്ങളെ ബലി കൊടുത്തിരുന്നു. പിന്നീട് അത് മാറ്റിയിട്ട് എന്തായി തീർന്നു? പിഷ്ട പശുവിനെയാണ് ഉപയോഗിക്കുന്നത്. പിഷ്ടം എന്ന് പറഞ്ഞാൽ എന്താണ്? പേസ്റ്റ്. പേസ്റ്റ്. ഇപ്പൊ പിഷ്ട പശു എന്ന് പറഞ്ഞാൽ പേസ്റ്റ് കൊണ്ട്, മാവ് കൊണ്ടുള്ള പശു. നമുക്കറിയാം ക്രിസ്ത്യാനിറ്റിയില് അതാണ് ഉപയോഗിക്കുന്നത്. ഗോതമ്പിന്റെ മാവ് കൊണ്ടുണ്ടാക്കിയതായ അപ്പം, ഇതാണ് ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന സങ്കല്പത്തിൽ അതിനെയാണ് ബലി അർപ്പിക്കുന്നത്. മാത്രമല്ല ആ ബലി പൂർണ്ണമാകണമെങ്കിൽ
ഈ ബലിയുടെ യജ്ഞശേഷം ഭുജിച്ചിരിക്കണം. ക്രിസ്ത്യാനിറ്റി അത് പറയുന്നില്ലേ? കുർബാന ആണ് അവരുടെ ബലി എന്ന് പറയുന്നത്. ബലി പൂർണ്ണമാകണമെങ്കിൽ എന്ത് വേണം? കുർബാന സ്വീകരിക്കണം. അതാണ് യജ്ഞശേഷം ഭുജിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഈ യജ്ഞം, പല യജ്ഞങ്ങളുണ്ട്. അധ്യാപനം ബ്രഹ്മയജ്ഞ, ബ്രഹ്മയജ്ഞമാണ് അധ്യാപനം. വലിയ എന്താണ് പറയുക, പാവനമായിട്ടാണ് അധ്യാപനത്തെ പറ്റി പറഞ്ഞിട്ടുള്ളത്. നമുക്ക് പറയുമ്പോൾ അതിന് മുൻപായിട്ട് ഗുരുനാഥൻ എങ്ങനെയായിരിക്കണം, ശിഷ്യന്മാരുടെ പരിമിതികൾ എന്താണ്, ഇതൊക്കെ വേദം പറയുന്നുണ്ട്. ഗുരുനാഥനെ പറ്റി പറയാണ്, ശതധാരമുത്സം അക്ഷീയമാണം വിപശ്ചിതം പിതരം വക്ത്വാനാം മേലിം മദന്തം പിത്രോരുപസ്ഥേ തം രോദസി വിവൃതം സത്യവാചം. ശതധാരം, ഗുരുനാഥൻ എങ്ങനെയുള്ള ആളായിരിക്കണം? വൈദികങ്ങളായിട്ടുള്ള കർമ്മങ്ങളുടെ ആരംഭത്തിൽ തന്നെ ഗുരുവിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടാണ് തുടങ്ങുക. അപ്പൊ ശതധാരം, ഗുരുവിന്റെ വാക്കുകൾ എങ്ങനെയായിരിക്കണം? ശതധാരം, 100 കണക്കിന് ധാരകളിലൂടെ, ജലധാരകളിലൂടെ ജലം പ്രവഹിക്കുന്നത് പോലെ ഗുരുവിൽ നിന്ന് വിജ്ഞാനം പ്രവഹിക്കണം. അങ്ങനെയുള്ള വിജ്ഞാനത്തിന് പ്രവാഹത്തോടു കൂടിയവനാണ് ഗുരു. ഉത്സം എന്ന് പറഞ്ഞാൽ എന്താണ്? അവിഛിന്നമായ പ്രവാഹം. അപ്പൊ പ്രവഹിക്കണം. ആ പ്രവാഹം, വിജ്ഞാനത്തിന്റെ പ്രവാഹം നിൽക്കാൻ പാടില്ല. അക്ഷീയമാണ്, നിൽക്കാൻ പാടില്ല എന്ന് മാത്രമല്ല, അത് ക്ഷയിക്കാനും പാടില്ല. ഒരേപോലെ ശക്തിയിൽ ആയിരിക്കണം ആ വിജ്ഞാനം ഗുരുവിൽ നിന്ന് പ്രവഹിക്കുന്നത്. അപ്പോ ശതധാരം ഉത്സം അക്ഷീയമാണ്. വിപശ്ചിതം എന്ന് പറഞ്ഞാൽ വിദ്വാൻ, പണ്ഡിതൻ എന്നായിരിക്കണം. ആ ഗുരു അങ്ങനെയുള്ള ആളായിരിക്കണം, പണ്ഡിതനായിരിക്കണം. പറയുന്ന കാര്യങ്ങളുടെ മർമ്മം അറിഞ്ഞുകൊണ്ടാണ് പറയേണ്ടത്. വെറുതെ എന്ത് ചെയ്താൽ പോരാ, വെറുതെ ഇങ്ങനെ വാഗ്ധോരണി ഉണ്ടായിട്ട് കാര്യമില്ല. മർമ്മം അറിഞ്ഞുകൊണ്ട് അതിനെ ബൃഹത്തായി പറഞ്ഞുകൊണ്ടായിരിക്കണം ഗുരുനാഥന്റെ ആ ഉപദേശം. പിതരം വക്വാനാം, അതുപോലെ തന്നെ പറയുന്ന ആളുകൾക്ക് പിതാവായിരിക്കണം. ആരെ? പാലിക്കുന്നവനായിരിക്കണം ഈ ഗുരുനാഥൻ. പറയുന്ന ആളുകൾ, മറ്റുള്ളവരും പറയുമ്പോൾ അവരെ പാലിക്കുക, അവരിൽ വീഴ്ച വരാതെ നോക്കുന്ന ആള്, അങ്ങനെയുള്ള ആളായിരിക്കണം ഈ ഗുരുനാഥൻ. പിന്നെന്താണ്? മേലിമദന്തം പിത്രോരുപസ്ഥേ, പിതാക്കന്മാർ, ആകാശവും ഭൂമിയും ആകുന്നതായ പിതാക്കന്മാരുടെ സമീപത്ത്, അവരുടെ മടിയിൽ പരിരസിക്കുന്നവരായിരിക്കണം. അതായത് അവരോടൊപ്പം തുല്യമാർന്ന വിജ്ഞാനത്തിന്റെ സമ്പത്തുള്ളവരായി, അവരോടൊപ്പം സമശീർഷരായിട്ട് നിൽക്കുന്നവനായിരിക്കണം ഗുരുനാഥൻ. ആ ഗുരുനാഥൻ സത്യവാക്കും ആയിരിക്കണം. ദ്യാവാ പൃഥിവികൾ, ആകാശവും ഭൂമിയും ആ ഗുരുനാഥനെ രക്ഷിക്കട്ടെ. ആ ഗുരുനാഥൻ സത്യവാക്കും ആയിരിക്കണം. അപ്പൊ സത്യവാക്ക്, സത്യം എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയായി വേദം എടുത്തു. എപ്പോഴും സത്യമാണ് വേണ്ടത്. സത്യം ഇതാണ്. അപ്പൊ നമ്മളിത് പറയാൻ തുടങ്ങിയാൽ നമ്മൾ ഇങ്ങനെ നീങ്ങി ഇതിൽ നിന്ന് പോകും. കാരണം എന്താണ്? സത്യം. നമ്മളിപ്പോ രാമായണ മാസമൊക്കെ ആഘോഷിച്ചു കഴിഞ്ഞു, പല വീടുകളിലും ആചരിച്ചു കഴിഞ്ഞു, പല വീടുകളിലെ രാമായണമൊക്കെ വായിച്ചു. എല്ലാവർക്കും അറിയാം, രാമൻ പിതാവിന്റെ ദശരഥന്റെ വാക്കിനെ സത്യമാക്കാനാണ് കാട്ടിലേക്ക് പോയത്. എന്താണ് ആ സത്യം? അവിടെ വേദം പറയുന്നതായ സത്യമാണ്. അത് പലപ്പോഴും നമ്മളെ അറിയാറില്ല. നമ്മൾ അതിലേക്ക് പോയാൽ നമ്മളിപ്പോ പറഞ്ഞു കൊണ്ടുവരുന്ന ഭാഗം നമുക്ക് പറഞ്ഞു തീർക്കാൻ പറ്റാതെ വരും. അതുകൊണ്ട് അതിലേക്ക് വരുന്നില്ല. എങ്ങനെ? അതും വൈദികമാണ്. പറഞ്ഞ വാക്കിനെ പാലിക്കുന്നവനാണ് സത്യവാക്ക്. പറഞ്ഞ പ്രവൃത്തിയിലൂടെ വാക്കിനെ സത്യമാക്കുന്നു എന്ന് പറയുന്നുണ്ട്. ഈ പുണ്യാഹത്തിന്റെ മന്ത്രങ്ങളിൽ പറയുന്ന ഒരു മന്ത്രം, അത് ഈ അസ്ഥി മജ്ജനം ചെയ്യുന്ന സമയത്തും ആ മന്ത്രം ചൊല്ലാറുണ്ട്. ഇതമാപ പ്രവഹത യത് കിംച ദുരിതമ്മയി യദ്വാഹം അഭിദുദ്രോഹ യദ്വാ ശേപ ഉദാനൃതം എന്നൊരു മന്ത്രമുണ്ട്. അപ്പൊ അത് പുണ്യാഹത്തിലും ചൊല്ലുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ ഈ ശവദാഹമൊക്കെ കഴിഞ്ഞാല് അസ്ഥിഖണ്ഡങ്ങള് എടുത്ത് അത് കൊണ്ടുപോയിട്ട് നദിയിൽ ഒഴുക്കാറുണ്ടല്ലോ, അവിടെ ഈ മന്ത്രം ചൊല്ലാറുണ്ട്. അപ്പോ അവിടെയും ഈ പറയുന്നത് പോലെ തന്നെയാണ് സത്യമല്ലാതെ, ഞാൻ അത് പറയുന്നതിന് പ്രത്യേകമായ ഒരു കാരണമുണ്ട്. ആണയിട്ട് പറയുന്നത്
വലിയ ദ്രോഹമാണ്. തെറ്റായ കാര്യം ആണയിട്ട് പറഞ്ഞാൽ അത് ഏറ്റവും വലിയ അപരാധമാണത്രേ. അപ്പൊ അതിൽ ഈ മന്ത്രത്തിൽ പറഞ്ഞത് ഇതം ആപഹ പ്രവഹത, ജലം പ്രവഹിപ്പിക്കട്ടെ. എന്താണ്? ദുരിതം യത്കിംച ദുരിതം മയി, എന്നിലുള്ള ദുരിതങ്ങളെയെല്ലാം ഈ ജലം ഒഴുക്കിക്കളയട്ടെ, എന്നിൽ നിന്ന് ഒഴുക്കിക്കളയട്ടെ. പുണ്യാഹം, ജലമാണല്ലോ, ഈ ജലം ഇതിൽ നിന്ന് ഒഴുക്കിക്കളയട്ടെ. യദ്വാഹം അഭിദുദ്രോഹ, അപ്പൊ ദുരിതം നമുക്കറിയാം ക്ലേശങ്ങളാണെന്ന് അറിയാം. യദ്വാഹം അഭിദുദ്രോഹ, ഞാൻ ആരെയെങ്കിലും ദ്രോഹിച്ചിട്ടുണ്ടെങ്കിൽ ആ ദ്രോഹത്തിന്റെ പാപവും എന്നിൽ നിന്ന് ഒഴുക്കിക്കളയട്ടെ. അതിനേക്കാൾ അപ്പുറമാണ് ഇനി പറയുന്നത്. എന്താണ്? യദ്വാശേപ ഉദ അനൃതം, ഞാനിനി എന്തെങ്കിലും അനൃതം, അനൃതം എന്ന് പറഞ്ഞാൽ എന്താണ്? ഋതമല്ലാത്തത്. ഋതം എന്ന് പറഞ്ഞാൽ സത്യമാണ്. സത്യമല്ലാത്ത കാര്യം ഞാൻ ശേപ, ഞാൻ ആണയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, യദ്വാ എന്നാണ്. യദ്വാ എന്ന് പറയുന്നത് എന്താണ്? ഇനി അഥവാ ഇങ്ങനെയും ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഇതാണ് ഏറ്റവും വലിയ അപരാധം. ഏതാണ്? ശരിയല്ലാത്ത കാര്യം സത്യമാണെന്ന് ആണയിട്ട് പറയുക. അപ്പോ പറഞ്ഞ വാക്ക് സത്യമല്ലാതെ വരുന്നത് ഘോരമായ അപരാധമാണ്. അതാണ് രാമായണത്തില് അച്ഛന്റെ വാക്കിനെ സത്യമാക്കുവാൻ. അച്ഛന്റെ വാക്ക് ഏതാണ് എന്ന് പറയുമ്പോ നമ്മൾ പെട്ടെന്ന് കൈകേയിക്ക് കൊടുത്ത വരം എന്നാണ്. നമ്മൾ പെട്ടെന്ന് ആ ഒരു ആശയത്തിലേക്കാണ് നമ്മൾ എടുത്തു ചാടുക. കൈകേയി ഒരു വരവും ചോദിച്ചില്ല എന്നുള്ളതാണ് സത്യം. ആ പാവത്തിനെ നമ്മളൊക്കെ എന്താക്കി തീർത്തു? വലിയ പാപിനിയാക്കി നമ്മൾ കൽപ്പിക്കുകയും ക്രൂര ഹൃദയായിട്ട് നമ്മൾ സങ്കല്പിക്കുകയും എന്താണ് ഉപേക്ഷിച്ച് കളയുകയും ചെയ്തു, അല്ലേ? ഈ രാവണന്റെ വരെ പേര് കുട്ടികൾക്ക് ഇടുന്നുണ്ട്, അല്ലെ? സുമിത്ര എന്ന് പേരുണ്ട്, കൗസല്യ എന്ന് പേരുണ്ട്, രാവണന്റെ പേര് വരെ കുട്ടികൾക്ക് ഉണ്ട്, ഇല്ലേ? ദശമുഖ് എന്നൊക്കെ പേരൊക്കെ കേട്ടില്ലേ? ദശമുഖ് എന്ന് പറഞ്ഞാൽ രാവണനാണ്. ആ പേര് പോലും ആളുകൾക്കുണ്ട്. പക്ഷെ കൈകേയിയുടെ പേര് ആരും ഇട്ടിട്ടില്ല. അത് നമുക്ക് പിന്നീട് അതിനെ പറ്റിയിട്ട് ചർച്ച ചെയ്യാം. അതെന്താണ്, അതിന്റെ സത്യാവസ്ഥ എന്താണ്, ഈ വരപ്രാർത്ഥനയുടെ പിന്നിലുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ. ഒരു വരവും ചോദിക്കാത്ത ഒരാളാണ് ശരിക്കും. ആകെ കൂടി ഒന്നേ പറഞ്ഞുള്ളൂ, എന്റെ ഭർത്താവ് ദശരഥ മഹാരാജാവ് അദ്ദേഹം സത്യവാക്കായിരിക്കണം എന്നാണ് കൈകേയിയുടെ വരപ്രാർത്ഥനയുടെ ആന്തരാർത്ഥം. നമുക്ക് മറ്റൊരു സന്ദർഭത്തിൽ അതിനെക്കുറിച്ച് വിശദമായിട്ട് ചർച്ച ചെയ്യാം. അപ്പോഴേക്ക് ഇരിക്കട്ടെ. അപ്പോ ഈ വേദങ്ങൾ നമുക്ക് തരുന്ന ഒരു വലിയ ആശയമുണ്ട്. അതെന്താണ്? ഐകമത്യ സൂക്തത്തിൽ വേദം പറയുന്നുണ്ട്. എന്താണ് ഐകമത്യ സൂക്തം, അല്ലെ? ഐകമത്യ സൂക്തം എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു 4 മന്ത്രങ്ങൾ ചൊല്ലാറുണ്ട്. ആ 4 മന്ത്രങ്ങൾ സാധാരണയായിട്ട് എന്താണ് ഈ ഐകമത്യ സൂക്തം? നമ്മളങ്ങനെ വലിയ കാര്യമായിട്ട് അതിന്റെ അർത്ഥത്തെ കുറിച്ചൊന്നും പരിചിന്തനം ചെയ്യാറില്ല. പക്ഷെ പരിചിന്തനം ചെയ്യേണ്ട ഒന്നാണ് ഈ ഐകമത്യ സൂക്തം എന്ന് പറയുന്നത്. അപ്പോ ഐകമത്യ സൂക്തത്തിൽ പറയുന്നത് നമ്മൾ ഏകമതിയായിട്ട് ജീവിക്കുക. ഈ ഭൂമിയിൽ നമ്മൾ എങ്ങനെ ജീവിക്കണം? ഐകമത്യത്തോടു കൂടി ജീവിക്കണം. വേദത്തിലെ നമ്മൾ സാധാരണ നമ്മുടെ ജീവിതത്തിൽ പ്രസക്തമായിട്ടുള്ള കാര്യങ്ങളാണ് എന്ന് പറയുമ്പോൾ അതിന്റെ ഏറ്റവും അവസാനത്തെ 4 മന്ത്രങ്ങളെ കണ്ട് നോക്കാം. ഞാൻ പറയാൻ ഉദ്ദേശിച്ച ഒന്നും ഇവിടെ പറയാൻ നമുക്ക് നേരം ഉണ്ടാവില്ല. കാരണം എന്താ വെച്ചാല് നമ്മൾ കുറച്ച് വൈകി, അപ്പൊ നമ്മള് പലർക്കും അത് ബുദ്ധിമുട്ടുണ്ടാവും എന്നെനിക്ക് തോന്നുന്നു. അതുകൊണ്ടാണ്. അപ്പോ അതില് ഒന്നെങ്ങനെയാണ്? ഓം സംസമിദ്യുവസേ വൃഷൻ അഗ്നേ വിശ്വന്യര്യ ആ ഇളസ്പദേ സമിധ്യസേ സനോ വസൂന്യാഭരാ സംഗച്ഛദ്വം സംവദധ്വം സംവോ മനാംസി ജാനതാം ദേവാഭാഗം യഥാ പൂർവേ സംജാനാനാ ഉപാസതേ സമാനോ മന്ത്ര സമിതി സമാനി സമാനം മനഃ സഹചിത്തമേഷാം സമാനം മന്ത്രം അഭിമന്ത്രയേവ സമാനേന വോ അവിഷാജുഹോമി സമാനീവ ആകൂദേ സമാനാ ഹൃദയാനി വഹ സമാനം അസ്തു വോ മനഃ യഥാവസ്തു സഹാസതി. ഇതാണ് അതില് ഒരെണ്ണത്തിന്റെ മാത്രം അർത്ഥം ഞാനിപ്പോ പറയുന്നുള്ളൂ. അതിൽ ആദ്യം പറയുന്നത് നമുക്ക് സമ്പത്തുകളൊക്കെ ഉണ്ടാകട്ടെ എന്നാണ്. സമ്പത്തുണ്ടായി, സമ്പത്തുകൾ എല്ലാവരും നമ്മൾ ഓരോരുത്തരും അവനവന് അർഹമായ വിധത്തിൽ അർഹമായ സമ്പത്ത് മാത്രം എടുക്കുമാറാകട്ടെ എന്നാണ് പറയുന്നത്. അർഹതപ്പെട്ടതിനെ മാത്രം എടുക്കുക. രണ്ടാമത്തെ മന്ത്രത്തിൽ പറയുന്നത്. ഒന്ന്, നമുക്ക് ഇവിടെ ജീവിക്കാൻ വേണ്ട മന്ത്രം
എന്താണ്? ഈശ്വരൻ നമുക്ക് നൽകട്ടെ. രണ്ടാമത്തേത് എന്താണ്? നമ്മുടെ സമ്പത്തിനെ മുഴുവൻ നമ്മൾ ഒരു പൊതുവായിട്ടൊരു സ്ഥലത്ത് വെക്കുക. ഇപ്പൊ വീടുകളിലാണെന്ന് വിചാരിക്കുക. വീടുകളിൽ എല്ലാവരും സമ്പത്തിന് വേണ്ടി തല്ലുണ്ടാക്കാത്ത വീട് എന്ന് വിചാരിക്കുക. അച്ഛന് വരുമാനം ഉണ്ടാകും, അമ്മയ്ക്ക് വരുമാനം ഉണ്ടാകും. ചിലര് നമുക്കറിയാം പലരും എല്ലാം കൂടി ഒരാളങ്ങോട്ട് വാങ്ങി വെക്കുക. അച്ഛന്റെ പൈസ മുഴുവൻ അച്ഛന്റെ കയ്യില്, അമ്മയ്ക്ക് കിട്ടിയതും അച്ഛൻ തന്നെ വാങ്ങി വെക്കും. അങ്ങനെ അല്ലാത്ത വീടുകളുണ്ട്. എന്താണ്? പൊതുവായിട്ട് സൂക്ഷിക്കുന്നു പണം. ഒരു ഭാഗത്ത് വെച്ചു, അച്ഛന് കിട്ടിയത് ഒരു ഭാഗത്ത് വെച്ചു, അമ്മയ്ക്ക് കിട്ടിയത് അവിടെ തന്നെയാണ്. വീട്ടിൽ ആർക്കൊക്കെ വേണമെങ്കിലും അതിൽ നിന്ന് എടുക്കാം, ആരും കണക്ക് ചോദിക്കുന്നില്ല എന്ന് വിചാരിക്കാം. കുട്ടികളാണെങ്കിലും ദുരുപയോഗം ചെയ്യാത്ത കുട്ടികൾ, അവർ ഓരോരുത്തരും എന്ത് ചെയ്യുന്നു? അവനവന് വേണ്ടത് മാത്രം എടുക്കുന്നു. ഇതുപോലെ ലോകത്തിലുള്ള സമ്പത്ത് മുഴുവൻ ആർക്കും എടുക്കാവുന്ന അവസ്ഥയിൽ വെക്കുക. വേദം പറയുന്ന വലിയൊരു ആശയമാണ്. അതിലേക്ക് എത്താൻ ഏതെങ്കിലും എന്താണ് പറയാ, വളരെ വികസിച്ച രാഷ്ട്രങ്ങൾക്ക് പോലും പറ്റിയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. അപ്പൊ അവിടെ എന്താവണം? ഓരോരുത്തരും അവനവന് അർഹതപ്പെട്ടതിനെ എടുക്കുക. പൊതുവായിട്ടുള്ള സമ്പത്താണ്. ഇത് വലിയ ഒരു കമ്മ്യൂണിസ്റ്റ് ആശയമാണ് എന്ന് എനിക്ക് തോന്നുന്നു. ആരും എന്ത് ചെയ്യുന്നില്ല? ആരും ആർക്കും കൊടുക്കുന്നില്ല. അർഹതപ്പെട്ടത് മാത്രം ഓരോരുത്തരും എടുക്കുക എന്നാണ്. പിന്നെ അതിൽ ഒരെണ്ണം പറയുന്നത് സമാനോ മന്ത്രഃ സമിതി സമാനി സമാനം മനഃ സഹ ചിത്തമേഷാം സമാനം മന്ത്രം അഭിമന്ത്രയേ വഹ് സമാനേനവോ ഹവിഷാജുഹോമി. ഇതാണ് വലിയ അർത്ഥതലമുള്ള ഒരു മന്ത്രമാണിത്. സമാനഃ മന്ത്രഃ, നിങ്ങളുടെ മന്ത്രങ്ങളെല്ലാം സമാനങ്ങളായിരിക്കട്ടെ. നിങ്ങളുടെ പറച്ചിലുകളെല്ലാം എന്തായിരിക്കട്ടെ? സമാനങ്ങളായിരിക്കട്ടെ. ഇത് പറയുമ്പോ നമ്മള് എന്താണ്, സ്വസ്തി സൂക്തങ്ങളിലേക്കൊക്കെ പോകേണ്ടി വരും ഇത് പറയുമ്പോ. ഇതിന്റെ അർത്ഥം പൂർണ്ണമായിട്ട് പറയണമെങ്കിൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല ഇത് വേദമന്ത്രങ്ങളെ വ്യാഖ്യാനിക്കുന്നത്. നമ്മൾ ഈ മുളങ്കൂടുകൾ കണ്ടിട്ടുണ്ടാവും, പത്തല് മുളങ്കൂടിൽ നിന്ന് ഒരു മുള നമ്മള് മുറിച്ചാൽ അതിനെ വലിച്ചെടുക്കാൻ കിട്ടില്ല. കാരണം അത് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കോർത്ത് കിടക്കായിരിക്കും. വലിച്ചെടുക്കാൻ കിട്ടില്ല അതിന് ഒരെണ്ണത്തിന്. അതേപോലെയാണ് വേദമന്ത്രങ്ങളുടെ കാര്യം. ഇപ്പൊ ഞാനിത് പറയുമ്പോ തന്നെ ഇതിന്റെ കൂട്ടത്തിൽ പറയേണ്ട പല മന്ത്രങ്ങളുണ്ട്. അതിലേക്കൊന്നും പോകുന്നില്ല. കാരണം അങ്ങനെ പറഞ്ഞാല് അതിന്റെ അർത്ഥവ്യാപ്തി നമുക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അപ്പോ സമാനഃ മന്ത്രഃ, നിങ്ങളുടെ മന്ത്രണങ്ങൾ സമാനങ്ങളായിരിക്കട്ടെ. അതായത് നിങ്ങൾ സംസാരിക്കുമ്പോ എന്താണ്? അത് ഒരേപോലെയുള്ള മാനത്തോട് കൂടിയത്. അതായത് നിങ്ങൾ മാത്രം വലുതാവുക, മറ്റൊരാളെ ഇകഴ്ത്തുക, അങ്ങനെ ആകരുത്. ആരെയും മുറിപ്പെടുത്താത്ത വിധത്തിൽ, ആർക്കും ദ്രോഹം വരാത്ത വിധത്തിലാകട്ടെ നിങ്ങളുടെ മന്ത്രണങ്ങളെല്ലാം. അപ്പൊ അത് സമാനമായി. ഒരാൾ പറയുന്നത് എന്റെ താല്പര്യത്തിനെതിരല്ലെങ്കിൽ അയാൾ പറയുന്നത് ഞാൻ പറയുന്നതെല്ലാം ഒരുപോലെയാണ്. സമിതി സമാനി, നിങ്ങളുടെ സമിതികൾ, നിങ്ങളുടെ കൂടിച്ചേരലുകൾ അത് സമാനങ്ങളായിരിക്കട്ടെ. വേറെ ആരെയും ഉപദ്രവിക്കാനാകരുത് നിങ്ങളുടെ കൂടിച്ചേരലുകൾ. സമാനോ മന്ത്ര സമിതി സമാനം മനഃ, നിങ്ങളുടെ മനസ്സുകൾ സമാനങ്ങളായിരിക്കട്ടെ. ഒരേപോലെ നിങ്ങൾ ചിന്തിക്കുക, ആരെയും ഉപദ്രവിക്കാതെ. വിചാരം കൊണ്ട് പോലും ആർക്കും നിങ്ങൾ ഉപദ്രവം ഉണ്ടാക്കാൻ പാടില്ല. ചിത്തം സമാനം മനഃ സഹ ചിത്തമേഷാം, നിങ്ങളുടെ ചിത്തം എന്ന് പറയുമ്പോ അത് നമ്മളുടെ അന്ധകരണത്തിന്റെ, മനസ്സിന്റെ പല ഫാക്കൽറ്റികളാണ്. അപ്പൊ നമ്മളുടെ നിശ്ചയങ്ങളും നമ്മുടെ ചിന്തകളും നമ്മുടെ നിശ്ചയങ്ങളും എല്ലാം ഒരുപോലെ ആയിരിക്കട്ടെ. സമാനം മന്ത്രം അഭിമന്ത്രയേ വഹ സമാനേനവോ ഹവിഷാജുഹോമി. സമാനം മന്ത്രം അഭിമന്ത്രയേ, സമാനമായ മന്ത്രത്തെയാണ് ഞാനും മന്ത്രണം ചെയ്യുന്നത്. നിങ്ങളൊക്കെ ഏത് മന്ത്രണം ചെയ്യുന്നുവോ, മന്ത്രണം ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? മന്ത്രം എന്ന് പറഞ്ഞാൽ എന്താണ്? മനനം ചെയ്യുന്നവനെ ത്രാണം ചെയ്യുന്നതാണ് മന്ത്രം. മനനം ചെയ്യുന്നവനെ രക്ഷിക്കുക, അങ്ങനെയുള്ളതാണ് മന്ത്രം എന്ന് പറയുന്നത്. അപ്പൊ ആ മന്ത്രം, ഞാൻ ഏതൊരു കാര്യം ഞാൻ മനനം ചെയ്യുന്നുവോ അത് നിങ്ങളുടെ മനനം പോലെ തന്നെയാണ്. അപ്പൊ വിചാരം കൊണ്ട് പോലും ഞാൻ എന്ത് ചെയ്യുന്നില്ല? ഞാനൊരു ദ്രോഹവും ഒരാൾക്ക് വരുത്തുന്നില്ല. തന്നെയുമല്ല സമാനേനവോ ഹവിഷാ ജുഹോമി, നിങ്ങളുടെ ഹവിസ് എന്ന് പറഞ്ഞാല് ഹോമദ്രവ്യം, ഒബ്ലേഷൻസ്, നിങ്ങളുടെ ഹോമദ്രവ്യത്തിന് സമാനമായ ഹോമദ്രവ്യം ഹവിസ് കൊണ്ട് തന്നെ ഞാനും
എന്റെ യജ്ഞങ്ങൾ അർപ്പിക്കുന്നു. എന്താണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം? നമ്മുടെ ജീവിതം ഒരു യജ്ഞ സമർപ്പണമാണ്. നമ്മൾ യജ്ഞം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ കാര്യവും നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ യജ്ഞമാണ് നമ്മൾ പൂർത്തിയാക്കുന്നത്. യജ്ഞം ഇത് വളരെ സ്പഷ്ടമായിട്ട് ഉർവശിയും പുരൂരവസും തമ്മിലുള്ള സംവാദത്തിൽ സ്പഷ്ടമാക്കുന്നുണ്ട്. പുരൂരവസനോട് ഉർവശി പറയുന്നു, പുരൂരവസെ നീ പോയി നിന്റെ യജ്ഞം അനുഷ്ഠിക്കുക എന്നാണ് പറയുന്നത്. പുരൂരവസന്റെ പത്നിയാണ് ഉർവശി. അവരെ വിവാഹം ചെയ്തു. ഉർവശി പുരൂരവസനെ വിട്ട് പിരിയേണ്ട സന്ദർഭം ഉണ്ടായി. പുരൂരവസന്റെ വാക്ക് പുരൂരവസ് പാലിക്കാതെ വന്നപ്പോഴാണ് ഉർവശി പുരൂരവസനെ വിട്ടുപോയത്. രാജധർമ്മം അനുഷ്ഠിക്കണം. രാജധർമ്മമാണ് വാക്ക് പറഞ്ഞത് പാലിക്കുക. അപ്പൊ രാജധർമ്മം അനുഷ്ഠിക്കുന്നതിന് കോട്ടം വന്നപ്പോൾ ഒരു രാജാവ് തന്റെ പത്നിയെ ഉപേക്ഷിച്ചതായി നമ്മൾ രാമായണത്തിൽ കാണുന്നു. അതിന്റെ പേരിൽ രാമനെ ചീത്ത പറഞ്ഞ് നടക്കുന്ന കുറെ ആളുകൾ ഉണ്ട്. കാരണം അവർക്ക് അതിന്റെ തത്വം എന്താണെന്ന് പിടികിട്ടിയില്ല. അങ്ങനെ രാമനെ ചീത്ത പറയുന്നതിന് മുമ്പ് നമ്മൾ നമ്മൾ രാമായണത്തിൽ കണ്ടെത്തേണ്ട ഒരു കാര്യമുണ്ട്. അത് രാജധർമ്മത്തിന് കോട്ടം വരുന്നു എന്ന് കാണുമ്പോൾ ഒരു സ്ത്രീ അവരുടെ ഭർത്താവിനെ ഉപേക്ഷിച്ചതാണ് നമ്മൾ കാണുന്നത്. അതാണ് കൈകേയി ദശരഥനെ ഉപേക്ഷിച്ചത്. ദശരഥന്റെ സത്യത്തിന് ഭംഗം വരുന്നു എന്ന് കണ്ടപ്പോഴാണ് കൈകേയി എന്ന് പറഞ്ഞ ദശരഥനോട് ഭരതനെ രാജാവാക്കുകയും രാമനെ കാട്ടിലേക്ക് അയക്കുകയും ചെയ്യണമെന്ന് പറഞ്ഞു. അവിടെ ദശരഥൻ പറഞ്ഞു, കൈകേയി നീ എന്താണ് ഈ പറയുന്നത്? രാമനെ കാട്ടിലേക്ക് അയച്ചാൽ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അവിടെ കൈകേയി പറഞ്ഞു, അത് സാരമില്ല, ജീവിച്ചില്ലെങ്കിലും സാരമില്ല, അങ്ങയുടെ യശസ്സിന് കോട്ടം തട്ടരുത്. ഇതായിരുന്നു കൈകേയി കൈക്കൊണ്ട വലിയ ഉറച്ച നിലപാട്. ചെന്നായയുടെ ഹൃദയമാണ് സ്ത്രീയുടേത് എന്ന് ഋഗ്വേദത്തിൽ ഉർവശി പുരൂരവസിനോട് പറയുന്നു. എന്ന് പറയാൻ സ്ത്രീകൾ മുഴുവൻ ക്രൂരഹൃദയരാണെന്നുള്ളതല്ല. എവിടെ സത്യത്തിന് ഭംഗം വരുന്നുവോ അവിടെ വ്യക്തിപരങ്ങളായ നഷ്ടങ്ങൾ, ലാഭനഷ്ടങ്ങൾ കണക്കാക്കാതെ ആ സത്യത്തിന് വേണ്ടി ഉറച്ച നിലപാടെടുക്കുന്നവളാണ് സ്ത്രീ എന്ന് പുരൂരവസിനോട് പറയുന്ന ഉർവശിയെ നമുക്ക് ഋഗ്വേദത്തിൽ കാണാം. അപ്പോ സ്ത്രീയെ കുറിച്ച് അങ്ങനെ പറയുമ്പോ എന്താണ്? സാലാവൃഗാണാം ഹൃദയാന്വേഷാം എന്ന് പറയുന്നുണ്ട്. സാലാവൃഗങ്ങൾ, ചെന്നായയുടെ ഹൃദയമാണ് സ്ത്രീയുടേത് എന്ന് പുരൂരവസിനോട്. അതുകൊണ്ട് പുരൂരവസയെ ഞാൻ നിന്റെ കൂടെ വരില്ല എന്ന് പറയുന്ന ഉർവശിയാണ്. ഇതൊക്കെ അവിടെ ഒരു അല്പമാത്രമായിട്ടൊന്ന് പരാമർശിച്ചു പോയാൽ പലർക്കും അത് തെറ്റിദ്ധാരണ ഉണ്ടാവുള്ളൂ. പക്ഷെ അങ്ങനെയല്ല. അവിടെ പറയുന്നത് ചെന്നായയുടെ ഹൃദയത്തോടെ ഉറച്ചു നിൽക്കും എന്നാണ് പറയുന്നത്. എവിടെ സത്യത്തിന് ഭംഗം വരുന്നിടത്ത് അത് വരാൻ സമ്മതിക്കില്ല എന്നാണ്. അത് പുരുഷനേക്കാൾ കൂടുതൽ ഉറച്ചു നിൽക്കുന്നത് സ്ത്രീയാണ്. സ്ത്രീയെ കുറിച്ച് വളരെ നന്നായിട്ടാണ് ഋഗ്വേദം പറയുന്നത്. ഒരു ചക്രവർത്തി ആരായിരിക്കണം എന്ന് നിശ്ചയിക്കണമെങ്കിൽ അവിടെ ആര് വേണം? സമസ്മിൻ ജായമാന ആസത ഗനാഹ. ഗന എന്ന് പറഞ്ഞാൽ ആരാണ്? നമ്മൾ ഇന്ന് പറയുന്ന ഗൈനികള്. ഗൈനി അല്ലെ? നമ്മൾ ആശുപത്രിയിലൊക്കെ പോയാൽ ഗൈനക്കോളജിസ്റ്റിനെ കാണാം. ഗൈനി എന്ന് നമ്മൾ പറയാറുണ്ട്. ആരാണ് ഈ ഗൈനി എന്ന് പറഞ്ഞാൽ? സ്ത്രീരോഗ വിദഗ്ധയാണ്. ഗന എന്ന് പറഞ്ഞാൽ ഈ ഗൈനി എന്നുള്ള പദം തന്നെയാണ് ഈ ഗന സംസ്കൃതത്തില്. ഗന എന്ന് പറഞ്ഞാൽ സ്ത്രീയാണ്. പുരൂരവസേ നീ രാജാവായിരിക്കുന്നത് നിന്റെ മാത്രം എടുക്കൊണ്ടൊന്നല്ല, സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരുടെ തീരുമാനമനുസരിച്ചിട്ടാണ് നീ രാജാവായിരിക്കുന്നത്. ഇഷ്ടമനുസരിച്ചാണ് നീ രാജാവായിരിക്കുന്നത് എന്ന് പുരൂരവസനോട് പറയുന്ന ധീരയായ ഉർവശിയെ നമുക്ക് വേദത്തിൽ കാണാം. വേദങ്ങൾ ഒരിക്കലും സ്ത്രീക്ക് എതിരായ നിലപാടുകൾ എടുക്കുന്നതല്ല എന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്. നമുക്ക് വിശദമായിട്ട് പറയാൻ നേരമില്ല. വാസ്തവം പറഞ്ഞത് ഒരു ദിവസത്തെ ക്ലാസ് ഒക്കെ ആയിട്ട് വെച്ചിട്ട് ഇതിലെ ഓരോ ഭാഗവും നമ്മൾ വിശദീകരിച്ച് പോയാലേ കുറെയൊക്കെ ഇതിനെ കുറിച്ച് മനസ്സിലാക്കുള്ളൂ. അപ്പൊ അവിടെ പറയാണ് പുരൂരവസ് ഉർവശിയെ തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമമാണ് നടത്തുന്നത്. അവിടെയാണ് പുരൂരവസിനോട് പറയുന്നത്, പുരൂരവസേ നീ പോവുക എന്ന് പറഞ്ഞു. പുരൂരവസ് പറഞ്ഞു, ഞാൻ ഇവിടെ വീണ് മരിക്കട്ടെ എന്ന് പുരൂരവസ് പറഞ്ഞു. അല്ലെങ്കിൽ ചെന്നായ്ക്കൾ എന്നെ കടിച്ചു തിന്നുകൊള്ളട്ടെ, അല്ലെങ്കിൽ ഒരിക്കലും തിരിച്ചു വരാത്ത യാത്ര ഞാൻ ചെയ്യുമാറാകട്ടെ എന്ന് പുരൂരവസ് പറഞ്ഞു. പുരൂരവസ് നിരാശനായിട്ട് അവിടെയാണ് പുരൂരവസിനോട് ഉർവശി പറഞ്ഞത്, പുരൂരവസേ പുരൂരവോ മാ മൃദാഹ മാ പ്രപപ്ത മാ ത്വാ വൃക അശിവാസ ഉക്ഷൻ നൈദാസ്ത്രൈണാനി സഖ്യാനി സന്ധി സാലാവൃഗാണാം ഹൃദയാന്വേഷാം. അവിടെയാണ് പുരൂരവസിനോട് പറഞ്ഞത്, പുരൂരവസയെ നീ വിടരുത്,
നീ മരിക്കരുത്, നീ ഏറ്റവും അമംഗള സ്വരൂപിണിയായിട്ടുള്ള മൃത്യു ദേവതയുടെ മടിയിൽ നീ വീണു പോകരുത്, ചെന്നായ്ക്കൾ വന്ന് നിന്നെ കടിച്ചു തിന്നാതിരിക്കട്ടെ. പിന്നെ ഒരു കാര്യം പുരൂരവസെ നിന്നോട് പറയാനുണ്ട്. അവിടെയാണ് ഈ പദം പ്രയോഗിച്ചത്. എന്താണ് പ്രയോഗിച്ചത്? സാലാവൃഗാണ് നൈതാസ്ത്രൈണാനി സഖ്യാനി സന്ധി സാലാവൃഗാണം ഹൃദയാന്വേഷാം. സ്ത്രീകൾക്ക് സ്ഥിരമായ സഖ്യങ്ങൾ ഇല്ല എന്ന് പറഞ്ഞാൽ സ്ത്രീ ഒരു ദിവസം ഒരാളുടെ സഖ്യം, മറ്റൊരു ദിവസം വേറൊരാളുടെ സഖ്യം, അതല്ല. എല്ലാ അവസ്ഥയിലും സ്ത്രീയുടെ സഖ്യം അവ്യതിചലിതമായി വ്യതിചലിക്കാതെ ഉണ്ടാകുമെന്ന് പുരൂരവസയെ നീ കരുതേണ്ട എന്നാണ് പറഞ്ഞത്. നീ ധർമ്മിഷ്ഠനായി ജീവിക്കുമ്പോൾ നിന്റെ ഒപ്പം അചഞ്ചലയായി സ്ത്രീയുണ്ട്. ദശരഥന്റെ ഒപ്പം കൈകേയി ഉണ്ടായതുപോലെ എന്ന് നമുക്ക് പിന്നെ പറയാം. വേദത്തിലെ ആശയമാണ് എന്തിലേക്ക് വന്നത്? രാമായണത്തിലേക്കും മഹാഭാരതത്തിലേക്കും പുരാണങ്ങളിലേക്കും എല്ലാം വന്നത്. അവിടെയാണ് നമ്മൾ അറിയേണ്ടത്. അത് ബ്രഹ്മാണ്ഡ പുരാണത്തിൽ പറയുന്നു, ഇതിഹാസ പുരാണേഷു വേദാർത്ഥമുപബ്രഹ്മയേ. ഇതിഹാസങ്ങളിലും പുരാണങ്ങളിലും വേദങ്ങളുടെ അർത്ഥമാണ് വേണ്ടത്. അപ്പൊ ഈ പറഞ്ഞതിന്റെ ഒരു ലാഞ്ചന നമുക്ക് രാമായണത്തിൽ കാണാൻ പറ്റും. ദശരഥൻ എന്താണ് യുദ്ധം ചെയ്തുകൊണ്ടിരുന്നപ്പോ എന്തുണ്ടായി? രഥത്തിന്റെ ചക്രം ഊരിപ്പോകുന്നു, അതിന്റെ കീലം ആണി ഊരിപ്പോയി. അവിടെ അതിദുസ്സഹമായ വേദന സഹിച്ചുകൊണ്ട് കൈകേയി ദശരഥനോടൊപ്പം നിന്നു, ദശരഥനെ രക്ഷിക്കുവാനായിട്ട്. ദശരഥനാക്കിയ ധീരവനിതയാണ് കൈകേയി. ഉറച്ചു നിൽക്കുകയാണ് ദശരഥനോടൊപ്പം, അല്ലേ? അവിടെ എങ്ങനെ അതിദുസ്സഹമായ ശരീരവേദന അനുഭവിച്ചുകൊണ്ട്. പക്ഷേ ദശരഥൻ എപ്പോൾ ധർമ്മത്തിൽ നിന്ന് വ്യതിചലിക്കാൻ പോയി? തന്റെ സത്യം പാലിക്കാത്തവനായി പോയി. തനിക്ക് തൊടാൻ അധികാരമില്ലാത്ത രാജ്യ അധികാര കൈമാറ്റം. അത് ശരിക്ക് നമ്മൾ കുറച്ച് നിയമങ്ങൾ കൂടെ പറയുന്നത്, ധർമ്മ നിയമങ്ങൾ പറയേണ്ടതുണ്ട്. സ്ത്രീധനവും കന്യാശുൽക്കവും രണ്ടും കൂടെ കൂടുന്ന സൗദായികം. സ്ത്രീക്ക് മാത്രം അവകാശപ്പെട്ട സമ്പത്താണ് സൗദായികം. അപ്പോ ആ സൗദായികമാണ് ദശരഥൻ രാമനെ അഭിഷേകം ചെയ്യാൻ നിശ്ചയിച്ചപ്പോ എന്തായി പോയത്? എടുത്ത് കൈയാളാൻ തുടങ്ങിയത്. അധികാരമില്ലാത്തതാണ്. അവിടെ സ്ത്രീ ഉൾപ്പെടെ വേദത്തിൽ പറയുന്ന സമസ്മിൻ ജായമാന ആസതഗ്നാഹ. ഗ്നാകൾ, സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരുടെ തീരുമാനം, ഇംഗിതം അനുസരിച്ച് മാത്രമേ രാജാവാകാൻ പാടുള്ളൂ എന്നുള്ളത്. അതവിടെ ഇരിക്കട്ടെ. ഇനി അവിടെ എന്തിനാണ് കൈകേയി അത് പറഞ്ഞത്? അതൊക്കെ നമുക്ക് രാമായണത്തെ പറ്റി പറയുമ്പോഴേ അതിലേക്ക് നമുക്ക് കൂടുതലായിട്ട് പോകാൻ പറ്റുള്ളൂ. ഇവിടെ പറയാണ്, അവിടെ പുരൂരവസനോട് ഉർവശി പറയുന്നുണ്ട്, ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഭാര്യാഭർത്താക്കന്മാർ പിരിയുന്നത് ഇന്ന് സാധാരണ സംഭവമാണ്. അവിടെയൊക്കെ പിരിയുമ്പോൾ ഒരു വലിയ പ്രശ്നം ഉന്നയിക്കപ്പെടുന്നത് കുട്ടികൾ ആരുടെ ഒപ്പം വളരണമെന്നാണ്. പുരൂരവസം ആ പ്രശ്നം പറഞ്ഞു. അപ്പൊ ഉർവശി, നിന്റെ ഗർഭത്തിൽ, ഇത് വേദത്തിൽ പറയുന്ന മന്ത്രമുണ്ട്, വേദത്തിലാണ് ഇത് പറയുന്നത്, നിന്റെ ഗർഭത്തിലുള്ളതായ എന്താണ് ഗർഭാഗ്നി, നിന്റെ ഉദരത്തിൽ നിക്ഷേപിക്കപ്പെട്ടുള്ള ഗർഭാഗ്നി എപ്പോഴാണ് വളർച്ച പൂർത്തിയായി അതിന്റെ അച്ഛനെ അന്വേഷിച്ചുകൊണ്ട് കണ്ണുനീർ പൊഴിച്ചു കൊണ്ടുവരുന്നത്? കുഞ്ഞ് എപ്പോഴാണ് വരുന്നത്? അപ്പോഴാണ് ഉർവശി പറയുന്നത്, അതിനെപ്പറ്റിയൊന്നും അങ്ങ് ചിന്തിക്കേണ്ട കാര്യമില്ല. അത് പണ്ട് ഗംഗാദേവി ഉണ്ടല്ലോ, ഭീഷ്മ പിതാമഹനെ ദേവവ്രതനെ കൊണ്ടുപോയത്. ദേവവ്രതനെ കൊണ്ടുപോയിട്ട് ദേവവ്രതനെ ഉപനയനമൊക്കെ ചെയ്യിച്ചിട്ടാണ് കൊണ്ടുവന്ന് ചന്ദ്ര മഹാരാജാവിന് കൊടുക്കുന്നത്. അപ്പോ അപ്രകാരം ഇവിടെ എന്താണ് ഉർവശി പറഞ്ഞു, അങ്ങ് എന്റെ ഹൃദയത്തിൽ നിക്ഷേപിച്ച ഗർഭാഗ്നി. ഗർഭം എന്താണ്? ഗർഭം ശയിക്കുന്നത് ഉദരത്തിലാണെങ്കിലും അതിനെ വഹിക്കുന്നത് ഹൃദയം കൊണ്ടാണ് അമ്മമാരെ. അതാണ് ഹൃദയത്തിൽ നിക്ഷേപിച്ച ഗർഭാഗ്നി പൂർണ്ണമാകുമ്പോൾ, വളർച്ച പൂർണ്ണമാകുമ്പോൾ അതിന്റെ അച്ഛനെ അന്വേഷിച്ചുകൊണ്ട് കണ്ണുനീർ പൊഴിച്ച് അങ്ങയുടെ മുന്നിൽ വന്ന് നിൽക്കും. അങ്ങയുടെ അടുത്തേക്ക് കുഞ്ഞിനെ പറ്റി അങ്ങ് വിഷമിക്കേണ്ട കാര്യമില്ല. അങ്ങ് പോയി യജ്ഞമനുഷ്ഠിക്കുക, അങ്ങയുടെ യജ്ഞമനുഷ്ഠിക്കുക. രാജാവിന്റെ ധർമ്മം അനുഷ്ഠിക്കുന്നത് ഒരു യജ്ഞമാണ്. ഒരു അധ്യാപകൻ പഠിപ്പിക്കുന്നത് അദ്ദേഹത്തിന്റെ യജ്ഞാനുഷ്ഠാനമാണ്, യജ്ഞമാണ്. ദാറ്റ്സ് എ സാക്രിഫൈസ്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയാ, നമ്മൾ പറയാറില്ലേ സാധാരണ, എന്താണ് നമ്മുടെ കൃത്യനിർവഹണം എന്താണ്? യജ്ഞമാണ്. ഇങ്ങനെയല്ലേ പറയാറ്? ഡ്യൂട്ടി ഈസ് വർഷിപ്പ്. നമ്മൾ പറയാറുണ്ട്, ഡ്യൂട്ടി ഈസ് വർഷിപ്പ്. ഡ്യൂട്ടി ഈസ് നോട്ട് ഓൺലി വർഷിപ്പ്, ഡ്യൂട്ടി ഈസ് എ സാക്രിഫൈസ്. യജ്ഞം, കർത്തവ്യം എന്ന് പറയുന്നത് യജ്ഞാനുഷ്ഠാനമാണ്. അതുകൊണ്ട് നീ നിന്റെ യജ്ഞം അനുഷ്ഠിക്കുക.
നിന്റെ യജ്ഞം എപ്പോൾ നിന്റെ മകനെ തുടർന്നു കൊണ്ടുപോകണം, രാജ്യഭരണം എന്നുള്ള ഈ യജ്ഞം എപ്പോൾ അത് നിന്റെ മകനെ ഏൽപ്പിക്കാൻ കഴിയുമോ അപ്പോൾ നീ തിരിച്ചു വരിക, സ്വർഗത്തിൽ നമുക്ക് ഒന്നിച്ച് കണ്ടുമുട്ടാം എന്ന് ഉർവശി പുരൂരവസനോട് പറയുന്നുണ്ട്. അപ്പൊ യജ്ഞമാണ് ഓരോരുത്തരും ഓരോ വ്യക്തിയും അനുഷ്ഠിക്കുന്നത്. കർമാനുഷ്ഠാനം എന്നത് അവനവന്റെ യജ്ഞമാണ് എന്നാണ്. ഇവിടെയാണ് നമ്മൾ നമ്മുടെ സംസ്കാരത്തെ മുഴുവൻ നിന്ദിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന വർണ്ണ ആശ്രമ വ്യവസ്ഥയിലേക്കൊന്ന് എത്തി നോക്കേണ്ടത്. അപ്പൊ അവിടെ ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം ഗുണകർമ്മ വിഭാഗശഃ എന്ന് ഭഗവത്ഗീതയിൽ പറയുന്നു അല്ലേ? ഗുണകർമ്മ വിഭാഗശഃ, ഗുണം കൊണ്ട് ബ്രാഹ്മണ്യം നേടും എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞ സത്യകാമന്റെ കഥ കൊണ്ട് നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? ആരുടേതാണ്? ആ ജാബാലിയുടെ കഥയിൽ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും. ശൂദ്രനായിട്ട് ശൂദ്ര സ്ത്രീയുടെ മകനാണെങ്കിലും സത്യം പറയുന്നവൻ ബ്രാഹ്മണനായി നമ്മളിവിടെ കണ്ടിട്ടുണ്ട്. അപ്പോ ഗുണകർമ്മങ്ങൾക്കനുസരിച്ച് ചെയ്യുന്ന പ്രവൃത്തികൾ എല്ലാവരും ചെയ്യുന്നത് ഒന്ന് തന്നെയാണെന്നാണ് വേദം പറയുന്നത്. എന്താണത്? ബ്രാഹ്മണൻ അധ്യയനവും അധ്യാപനവും നിർവഹിക്കുന്നു. അധ്യയനവും അധ്യാപനവും, വേദങ്ങൾ പഠിപ്പിക്കുന്നു ബ്രാഹ്മണൻ. തന്റെ ജീവിതം മുഴുവൻ എന്തിനായിട്ട് ഉപയോഗിക്കുന്നു? വേദങ്ങളുടെ പഠനത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു. ഒരു പശുവിനെ പോലെയാണ് ബ്രാഹ്മണൻ. അതുകൊണ്ടാണ് ഗോ ബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന് പറഞ്ഞത്. ഗോക്കൾക്കും ബ്രാഹ്മണർക്കും ശുഭമുണ്ടാകട്ടെ. ഗോക്കളും ബ്രാഹ്മണരും നമ്മുടെ സമ്പത്തിന്റെ രണ്ട് വശമാണ് അല്ലെ? പണ്ടത്തെ സമ്പത്ത് എങ്ങനെയാണ്? എത്ര പശുവുണ്ട്, എത്ര ആടുണ്ട്, ഇതാണ് സമ്പത്ത് അല്ലെ? 4 കാലിൽ ഉറച്ചു നിൽക്കുന്ന മംഗളം ഉണ്ടാകട്ടെ എല്ലാ ജനങ്ങൾക്കും എന്ന് പറഞ്ഞ ഒരു മന്ത്രത്തെ ഇന്നെടുത്ത് എത്രമാത്രം ചീത്തയാക്കിയാണ് മനുഷ്യർ പറയുന്നത്. ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്നത് ഒരു മഹാമന്ത്രമൊന്നും അല്ല എന്ന് ഒരു എന്താണ് ഒരാൾ വ്യാഖ്യാനിക്കുകയാണ്. എന്താണ്? ഒരു പടി മുകളിലേക്ക് കയറി നോക്കുക എന്ന് പറഞ്ഞിട്ട് ഗോവിനും ബ്രാഹ്മണനും ശുഭമായ മംഗളമായ എന്നാണോ പറയുന്നത്? പോട്ടെ, അത് എന്തുമാട്ടെ, അങ്ങനെ അല്ല അതിൽ പറയുന്നത്. എല്ലാവർക്കും എന്താണ്? ഗോ എന്ന് പറയുന്നത് കൊണ്ട് നമ്മുടെ ഭൗതിക സമ്പത്തും ബ്രാഹ്മണൻ എന്ന് പറഞ്ഞത് കൊണ്ട് ആത്മീയ സമ്പത്തുമാണ് അവിടെ അർത്ഥമാക്കിയത്. അപ്പൊ എല്ലാവരും അനുഷ്ഠിക്കുന്നത് ഒരു യജ്ഞമാണ്. ആ യജ്ഞം എങ്ങനെയായിരിക്കണം? ബ്രാഹ്മണൻ തന്റെ അധ്യാപനങ്ങൾ നിർവഹിക്കുമ്പോൾ ആ യജ്ഞത്തിൽ പങ്കാളിയാവുകയാണ് ക്ഷത്രിയൻ. എങ്ങനെ? അദ്ദേഹത്തിന്റെ രാജ്യവും സമ്പത്തും സംരക്ഷിച്ചുകൊണ്ട്. ആ ക്ഷത്രിയൻ തന്റെ ജീവനെപ്പോലും തൃണവത്ഗണിച്ചുകൊണ്ട് രാജ്യരക്ഷ ചെയ്യുമ്പോൾ അദ്ദേഹം ചെയ്യുന്ന യജ്ഞത്തിൽ പങ്കാളിയാവുകയാണ് ബ്രാഹ്മണനും വൈശ്യനും ശൂദ്രനും എല്ലാം. എങ്ങനെയാണ് ബ്രാഹ്മണൻ അതിൽ പങ്കാളിയാവുന്നത്? ക്ഷത്രിയനോട് പറയുന്നു, നീ നിന്റെ മക്കളെ കുറിച്ച് വ്യസനിക്കേണ്ട കാര്യമില്ല, നിന്റെ മക്കളെ ഞാൻ പഠിപ്പിച്ചു കൊള്ളാം. വൈശ്യൻ എന്താണ് ചെയ്യുന്നത്? വൈശ്യൻ തന്റെ യജ്ഞം അനുഷ്ഠിക്കുമ്പോ ഞാൻ നിങ്ങൾക്കെല്ലാം വേണ്ടിയിട്ട്, മറ്റു 3 വർണ്ണങ്ങൾക്കും വേണ്ടി ഞാൻ എന്ത് ചെയ്യാം? ഞാൻ കൃഷി ചെയ്ത് ഉത്പാദിപ്പിക്കാം. വാർത്തയിൽ വ്യാപൃതനാവുകയാണ്. വാർത്ത എന്ന് പറയുന്നത് നമ്മുടെ ടിവിയിൽ വായിക്കുന്നതല്ല. വാർത്ത എന്ന് പറയുന്നത് കൃഷിയും പശുപാലനവുമാണ് വാർത്ത എന്ന് പറയുന്നത്. അതിനെ ഞാൻ നിർവഹിക്കുകയും അതിന്റെ വിതരണത്തിന് വേണ്ടി കച്ചവടം നടത്തുകയും ചെയ്യും. അതുകൊണ്ടാണ് കൃഷിയും കച്ചവടവും എന്ന് പറയുന്നത്. അത് രണ്ടും നിർവഹിക്കുന്നു. ആർക്ക് വേണ്ടിയിട്ടാണ്? ബ്രാഹ്മണന് വേണ്ടിയും ക്ഷത്രിയന് വേണ്ടിയും ശൂദ്രന് വേണ്ടിയും തനിക്ക് തന്നെ വേണ്ടിയും. അപ്പൊ എന്തായി തീർന്നു? ശൂദ്രൻ വൈശ്യൻ തന്റെ കൃഷിയും കച്ചവടവും ചെയ്യുമ്പോ എന്തിനാണ് ചെയ്യുന്നത്? ക്ഷത്രിയൻ നടത്തുന്ന യജ്ഞത്തിൽ പങ്കാളിയാകുന്നു, ബ്രാഹ്മണൻ നടത്തുന്ന യജ്ഞത്തിൽ പങ്കാളിയാകുന്നു, ശൂദ്രൻ നടത്തുന്ന യജ്ഞത്തിൽ പങ്കാളിയാകുന്നു. ഇങ്ങനെയാണ് ഓരോരുത്തരും മറ്റുള്ളവർക്കെല്ലാം വേണ്ടിയാണ്. ശൂദ്രൻ എന്താണ് ചെയ്യുന്നത്? ക്ഷത്രിയനെ വേണ്ടിയിട്ട് എന്താണ്? തന്നെ കൊണ്ട് കഴിയുന്ന ജോലികൾ ചെയ്തു കൊടുക്കുകയാണ് മറ്റെല്ലാവർക്കും വേണ്ടിയിട്ട്. ഇപ്പൊ എല്ലാവരും എന്താണ് ചെയ്യുന്നത്? ഒരേ യജ്ഞത്തിൽ പങ്കാളികളാവുകയാണ് ചെയ്യുന്നത്. ഇതിന്റെ മറ്റൊരു പതിപ്പ് മാത്രമേ നമുക്ക് അറിയുള്ളൂ. നമുക്കറിയുന്നത് എന്താണ്? കള്ളന് കഞ്ഞി വെച്ചവൻ എന്നത് മാത്രമേ നമുക്ക് അറിയുള്ളൂ. കള്ളന് കഞ്ഞി വെച്ചവൻ എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? അവൻ കക്കാൻ പോയിരിക്കുന്ന സമയത്ത് ഞാൻ അവന് വേണ്ടി കഞ്ഞി വെച്ചു എന്ന് പറഞ്ഞാൽ ഞാനും ആ കളവിൽ പങ്കാളിയായി എന്നാണല്ലോ അതിന്റെ അർത്ഥം. അതുപോലെയാണ് ഇവിടെയും. അതിന്റെ ഒരു നല്ല വശം എടുത്താൽ എന്താണ്? മറ്റേ സാധാരണയായിട്ട് പരിചാരക വൃത്തി ചെയ്യുന്നവന്റെ മകനെ പഠിപ്പിക്കുന്ന ബ്രാഹ്മണൻ ആ പരിചാരക വൃത്തിയിൽ, ആ പരിചാരകൻ ചെയ്യുന്ന യജ്ഞത്തിൽ പങ്കാളിയായി. കുട്ടിയെ പറ്റി അവന് ആവലാതിപ്പെടേണ്ട കാര്യമില്ല, വിഷമിക്കേണ്ട കാര്യമില്ല. ക്ഷത്രിയന് വേണ്ടി കൃഷി ചെയ്യുകയും
ക്ഷത്രിയന്റെ കുട്ടിയെ പഠിപ്പിക്കുകയും ക്ഷത്രിയന് വേണ്ട മാനുവൽ ലേബറുകൾ ചെയ്യുകയും ചെയ്യുമ്പോൾ മറ്റു വർണ്ണങ്ങളെല്ലാം ക്ഷത്രിയന്റെ യജ്ഞത്തിൽ പങ്കാളിയാകുന്നു. ഇങ്ങനെ ഇതാണ് നിങ്ങൾ ചെയ്യുന്ന യജ്ഞം തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. ഏത് ആണെങ്കിലും അവന്റെ യജ്ഞം അവൻ അനുഷ്ഠിക്കുമ്പോൾ മറ്റ് വർണ്ണങ്ങളെല്ലാം അവന്റെ യജ്ഞത്തിന് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്രകാരമുള്ള വലിയ ആശയം ആര് തരുന്നുണ്ട്? വേദങ്ങൾ നമുക്ക് തരുന്നുണ്ട്. ശരിക്ക് നാം മറ്റൊന്നും നോക്കണ്ട, ഈ ഐകമത്യ സൂക്തം എന്ന് പറയുന്ന 4 മന്ത്രങ്ങൾ മാത്രം നോക്കിയാൽ മതി വേദങ്ങളുടെ പ്രസക്തിയും മറ്റും മനസ്സിലാകുന്നതിന് വേണ്ടി. ഓരോ കാര്യത്തിലും ദൈനംദിന ജീവിതത്തിൽ ഒരു കുഞ്ഞുണ്ടാകുമ്പോ എങ്ങനെയായിരിക്കണം, കുഞ്ഞിനെ എത്രമാത്രം ശ്രദ്ധ കൊടുക്കേണ്ടതുണ്ട്, എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. അതിനേക്കാൾ ഉപരിയായിട്ട് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ സർക്കാർ ഈ ഗർഭത്തിന് ടെർമിനേറ്റ് ചെയ്യാനായിട്ട്, ഗർഭത്തെ സ്രവിപ്പിക്കുന്നതിന് ഉള്ളതായ പ്രായത്തെ കുറിച്ച് നമ്മുടെ ഒരു ചർച്ച വലുതായിട്ട് നടന്നു. എത്ര മാസം വരെയുള്ള ഗർഭം അലസിപ്പിക്കാം എന്നുള്ളതിനെ കുറിച്ച് ഗവൺമെന്റ് അത് നിയമാനുസൃതമാക്കുകയാണ്. വേദം പറയുന്നത് എന്താണ് അതും കൂടെ പറഞ്ഞിട്ട് ഉടനെ നിർത്താം, പെട്ടെന്ന്. ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. യസ്തേഹന്തി പദയന്തം നിഷത്സ്നം യസ്സരീസൃപം ജാതം യസ്തേ ജിഘാംസതി തമിതോ നാശയാമസി. പൊതുവിൽ എന്താണ്? ഹത്യയെ കുറിച്ച്, അഹിംസയെ കുറിച്ച് പറയുന്ന വേദം പറയാണ്, അല്ലയോ ഗർഭിണി, നിന്റെ ഉദരത്തിലേക്ക് വരുന്ന ശിശുവിനെ ആരെങ്കിലും നശിപ്പിക്കാൻ വിചാരിക്കുന്നുവെങ്കിൽ അവനെ ഇതാ ഈ അഗ്നിക്ക് മുന്നിൽ വെച്ച് അവനെ ഞാൻ നശിപ്പിക്കട്ടെ. അമ്മയുടെ ഉദരത്തിലേക്ക് പ്രവേശിക്കുന്ന ശിശു, പുരുഷനിൽ നിന്ന് ബീജരൂപത്തിൽ അമ്മയുടെ ഉദരത്തിലേക്ക് വരുന്ന ശിശു, നിഷത്സ്നുഹു എന്ന് പറഞ്ഞാൽ അമ്മയുടെ ഉദരത്തിൽ ചലിക്കാറായിട്ടില്ലാതെ ശയിക്കുന്ന ശിശു, അതിനെ ആരെങ്കിലും നശിപ്പിക്കുന്നുവെങ്കിൽ എന്ന് പറഞ്ഞാൽ അതെന്താണ്? അത് ചലിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് ഉള്ളത്. സരീസൃപം, സരീസൃപ എന്ന് പറഞ്ഞാൽ ചരിക്കാൻ തുടങ്ങിയിട്ടുള്ളത്. അവിടെ ഭാഷ്യകാരൻ സായണൻ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. 3 മാസത്തിന്റെ തികവിൽ എല്ലാ അവയവങ്ങളോടും കൂടി അമ്മയുടെ ഉദരത്തിൽ ഇഴഞ്ഞു നീങ്ങിക്കൊണ്ടിരിക്കുന്ന ശിശു. 3 മാസമാകുമ്പോ ശിശു ഇതിന് അവയവങ്ങളെല്ലാം വരുമത്രേ. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മുടെ ഡോക്ടർമാര് 3 മാസമാകുമ്പോൾ നമുക്കൊന്ന് സ്കാൻ ചെയ്ത് നോക്കാം. എന്തിനാണ് ഡോക്ടറെ? അല്ല, വല്ല കുഴപ്പമുണ്ടെന്ന് വെച്ചാൽ തട്ടിക്കളയാം എന്ന് പറയുന്നത്. പക്ഷേ ആ സമയത്താണെങ്കിലും ആ ശിശുവിനെയും എന്ത് ചെയ്യാൻ പാടില്ല? നശിപ്പിക്കാൻ പാടില്ല എന്നാണ്. ജാതം യസ്തേ ജിഘാംസതി. ഇനി നീ പ്രസവിച്ചു കഴിഞ്ഞ ശിശുവിനെ ആരെങ്കിലും നശിപ്പിക്കാൻ ശ്രമിക്കുന്നുവെങ്കിൽ തമിതോ നാശയാമസി, അവനെതാ ഈ അഗ്നിക്ക് മുന്നിൽ വെച്ച് അവനെ ഞാൻ നശിപ്പിക്കട്ടെ എന്ന് പറയുന്ന ഋഗ്വേദ മന്ത്രമുണ്ട്. അപ്പൊ ഏതവസ്ഥയിലാണെങ്കിലും ശിശു സുരക്ഷിതനായിരിക്കണം. അമ്മയുടെ മടിയിൽ മാത്രമല്ല, അമ്മയുടെ മടിയിൽ പോലും ശിശുവിന് സുരക്ഷിതത്വം ഇല്ലാതെയാകുന്നു എന്ന്. പക്ഷേ അമ്മയുടെ ഉദരത്തിൽ ശിശു എന്തായിരിക്കണം? ഏറ്റവും സുരക്ഷിതനായിരിക്കണം എന്ന് പറയുന്ന വേദമന്ത്രം ജീവിതത്തിന്റെ സമസ്ത മേഖലകളെയും സ്പർശിക്കുന്ന നിരവധി ഉപദേശങ്ങൾ, മാനുഷിക മുഖമുള്ള ഉപദേശങ്ങൾ തരുന്ന ഒരു മഹത്തായ രത്നാകരമാണ് വേദം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എനിക്ക് ഇവിടെ ഇങ്ങനെ ഒരു അവസരം തന്നതിന് എന്റെ കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് എന്റെ നാട്ടിലുള്ള ഒരു കോളേജാണ് ഇത്, അതിപ്രശസ്തമായ ഒരു കോളേജ്. ഈ കോളേജിലെ കുട്ടികളെ ആദ്യമായിട്ട് എനിക്ക് അഭിസംബോധന ചെയ്യാൻ അവസരം കിട്ടിയതിലുള്ള സന്തോഷം, നിസ്സീയമായ സന്തോഷം, നന്ദിയും അറിയിച്ചുകൊണ്ട് നിർത്തട്ടെ. മാഷേ പ്രണാമം. മനസ്സ് നിറഞ്ഞു. ആദ്യം തുടക്കത്തിൽ മനസ്സൊന്ന് ഇരുട്ട് പരന്നിരുന്നു. പക്ഷേ ആ ഇരുട്ടിനെയെല്ലാം മാറ്റിക്കൊണ്ട് വലിയൊരു വെളിച്ചം പകർന്നു തരുന്നതായിരുന്നു മാഷ്ട വാക്കുകൾ. അതിനേക്കാളൊക്കെ അപ്പുറത്തേക്ക് ഇവിടെ ഈ ഇന്നത്തെ ഈ മീറ്റിങ്ങിലുള്ള ഗുരുശ്രേഷ്ഠരുടെ സാന്നിധ്യം അതും എൻ്റെ മനസ്സിനെ വല്ലാതെ നിറയ്ക്കുന്നു. ഞാൻ ആരുടെയും പേരെടുത്ത് പറയുന്നില്ല, ഞാൻ നോക്കുകയായിരുന്നു പാർട്ടിസിപ്പൻസിൻ്റെ നമുക്കൊക്കെ. ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത പോലും ഗുരുശ്രേഷ്ഠർ, അധ്യാപികമാരും മാഷുമാരൊക്കെ വന്നിട്ടുള്ളൊരു സാന്നിധ്യം കൊണ്ട് ഇത്രയും വൈകിയ വേളയിലും ഒരു 70-75 പേര് നിറഞ്ഞു നിന്ന ഒരു സാന്നിധ്യം. മാഷ് നമുക്ക് കുറേ തെറ്റിദ്ധരിക്കപ്പെടാൻ സാധ്യതയുള്ള കുറേ വിഷയങ്ങളെക്കുറിച്ച് എനിക്ക് തോന്നുന്നു വലിയൊരു ചർച്ച തന്നെ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. പക്ഷെ ചർച്ചയ്ക്ക് മുൻപ് ആശംസകൾക്കായിട്ട് ഒരു നിമിഷം ഞാൻ ഉപയോഗിക്കുകയാണ്. അതിന് ശേഷമായിരിക്കും ചർച്ച ആരംഭിക്കുക. ഇന്ന് ആശംസകൾ അർപ്പിക്കുന്നതിനായിട്ട് ഡോക്ടർ രാജേഷ് കുമാർ മിശ്ര സർ, ഐ തിങ്ക് ഹി ഈസ് വിത്ത് us. I invite Dr. Rajesh Kumar Mishra sir for the felicitation. Sir, are you there?
മോളി മിസ്സിൻ്റെ മൈക്ക് ഓണാണ് കേട്ടോ. മോളിമിസ്സിൻ്റെ മൈക്ക് ഓണാണ്. ഐ വിൽ ഇൻവൈറ്റ് യു മാം. I think Rajesh Kumar Mishra sir is not there. I invite our IQAC coordinator Dr. Anju S. Mattam for the felicitation. Immediately after the felicitation, we have a small short discussion. Anju Miss. Yes. Respected Principal, Reverend Sister Dr. Jisma Therese, Resource Person Dr. C.T. Francis, Assistant Professor Dr. Rajesh Kumar Mishra, Seminar Coordinator Dr. Justin PG, eminent faculties, dear students. A warm good evening to one and all. First of all, I would like to congratulate Department of Sanskrit of Little Flower College for organizing a national webinar on humanitarian perspectives of Vedas. Vedas marked an era of ancient history with wise verses and deep philosophy. As a substantial part of Indian culture, they never lose their significance. It's still interpreted and studied all over the world. We are very glad to be a part of this session on the humanitarian perspective of Vedas. I am sure this session will be effective for all of you, and let's make it fruitful. I wish you all the best. Thank you. Thank you very much, Anju Miss. പക്ഷേ നമുക്കിനി ഒരു ചെറിയൊരു ഡിസ്കഷനിലേക്ക് കിടക്കാം. എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. രാധ ടീച്ചർ തുടക്കം മുതൽ നമ്മോടൊപ്പം ഉണ്ട്. രാധ ടീച്ചർ മാഷിക്ക് എല്ലാം ആണെങ്കിൽ എനിക്ക് അതിനപ്പുറത്തേക്കാണ്. എൻ്റെ ജീവിതത്തിലെല്ലാമാണ് മാഷ്. അതുപോലെ തന്നെ നാരായണൻ സാറ്, മോളി ടീച്ചറുണ്ട്, ഉഷ മിസ് ഉണ്ട്. പിന്നെ എന്നൊക്കെ അത്ഭുതപ്പെടുത്തി ചന്ദ്രിക ടീച്ചറുടെയും സുധർമ്മണി ടീച്ചറുടെയും ഫ്രാൻസിസ് സാറിൻ്റെയും ഒക്കെ സാന്നിധ്യം. നാരായണ നമ്പൂതിരി സാർ തുടക്കത്തിലുണ്ടായിരുന്നു, NM നാരായണൻ സാർ, അതുപോലെ എൻ്റെ ഇപ്പോഴത്തെ ശ്രീ കേരളവർമ്മയിലെയും ശ്രീകൃഷ്ണ കോളേജിലെയും ഒക്കെ ക്രൈസ്റ്റ് കോളേജിലെയും ഒക്കെ ഗുരുശ്രേഷ്ഠർ എല്ലാവരുടെയും സാന്നിധ്യം കൊണ്ട് നിറഞ്ഞിരിക്കുന്നൊരു സദസ്സാണ്. കുറേ കാര്യങ്ങൾ ചർച്ച ചെയ്യാനുള്ള കുറേ കാര്യങ്ങൾ മാഷ്, നമ്മുടെയൊക്കെ മനസ്സിൽ കുറേ സംശയങ്ങളാണ്. ആ സംശയങ്ങളിലൊക്കെ നമ്മുടെ സംസ്കാരത്തിൻ്റെ അടിത്തറയായ ആ വേദത്തെക്കുറിച്ച് നമ്മുടെ ക്ലാസിക് സാഹിത്യമാവട്ടെ, വിജ്ഞാന പാരമ്പര്യമാവട്ടെ, അതിൻ്റെ ഒക്കെ വേര് ചെന്നെത്തുക തീർച്ചയായിട്ടും വേദങ്ങളിൽ തന്നെയായിരിക്കും. അതിനേക്കാളൊക്കെ അപ്പുറത്തേക്ക് ചില പ്രത്യേക വാക്കുകൾ, ഇന്നൊക്കെ കുറേ ചർച്ചയ്ക്ക് വിഷയമാവുന്ന വാക്കുകളെക്കുറിച്ച് നമ്മുടെ എല്ലാം ചില ധാരണകൾക്കുള്ള ഉത്തരങ്ങളായിരുന്നു മാഷിൻ്റെ ഇന്നത്തെ സെഷൻ. ഞാൻ ഏവരെയും, എല്ലാ സുമനസ്സുകളെയും ചർച്ചയ്ക്കായി സ്വാഗതം ചെയ്യുകയാണ്. മൈക്ക് ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് ചർച്ചയ്ക്ക് ഇപ്പോൾ നമ്മുടെ ചോദ്യങ്ങളാകണം എന്നില്ല, അഭിപ്രായങ്ങളും നമ്മുടെ മനസ്സിൽ ഉയർന്നു വന്ന ചില സംശയങ്ങളും ഒക്കെ നമുക്ക് ഒന്ന് ഒരു 15 മിനിറ്റ്സ് അതിനുള്ളിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. രാധ ടീച്ചർ തുടങ്ങി വെച്ചാൽ. എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് മെനക്കെട്ട് സമയം നോക്കിയിരുന്ന് ചിലപ്പോൾ അല്ലെങ്കിൽ അത് മറന്നു പോകും. 7:30 8 ആവും. ഞാൻ നോക്കുമ്പോൾ അയ്യോ പ്രോഗ്രാം കഴിഞ്ഞല്ലോ എന്ന് വിചാരിച്ച് സങ്കടപ്പെടാറുണ്ട്. ഇന്ന് ഞാൻ ഫ്രാൻസിസ് ആണല്ലോ എന്ന് വിചാരിച്ച് സമയം നോക്കിയിരുന്ന് അത് ഗൂഗിൾ മീറ്റ് സൂം ഓണാക്കി. അങ്ങനെ ഞാൻ എന്താ പറയാ, കണ്ണും ചെവിയും ബുദ്ധിയും എല്ലാം ഈ പറയുന്ന വിഷയത്തിലേക്ക് ചെലുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. കാരണം ഒരു അഭിമാനത്തിന്റെ പ്രശ്നം കൂടി ഉണ്ട് ഇവിടെ. എൻ്റെ കുട്ടികളെന്ന് പറയുമ്പോ എനിക്ക് അവരുടെ ഭാഷണം എന്ന് പറയുമ്പോ ഞാനാണ് അവിടെ എന്താ പറയാ കൂടുതൽ ഇൻസ്പിറേറ്റഡ് ആവണം. എൻ്റെ കുട്ടികൾക്ക് ഇത്രയൊക്കെ പറയാൻ സാധിക്കണ്ടല്ലോ എന്നാണ്. ശിഷ്യാദിച്ഛേത് പരാഭവം എന്ന് കേട്ടിട്ടുണ്ടാവല്ലോ നിങ്ങള്. നമ്മളെക്കാട്ടിലും കേമന്മാരാവണം നമ്മുടെ കുട്ടികൾ എന്നാണ് നമ്മൾ ആഗ്രഹിക്കുക, ആശിക്കുകയും ചെയ്യേണ്ടത്. അങ്ങനെ ഈ വേദ മന്ത്രങ്ങളെ കുറിച്ച് ഇന്ന് ആധുനിക ലോകത്ത് അതിന്റെ മാനവികത എത്രത്തോളം നമുക്ക് പറഞ്ഞു തരുന്നു വേദമന്ത്രങ്ങള് എന്നുള്ളതിനെ കുറിച്ചുള്ളതായ എന്ത് ഭംഗിയായിട്ടാ പറഞ്ഞ പരിമിതമായ സമയത്തില് തുടങ്ങാൻ പോയി ടെക്നിക്കൽ എററായിട്ട്. പിന്നെ ഫ്രാൻസിസ് ആയാലും വേറെ വല്ലവരായാലും മാനവികത അന്നും ഇന്നും എന്നുള്ളതിനെ കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞാൽ അതിനൊരവസാനം ഉണ്ടാവില്ല. 12 മണിക്കൂറൊന്നും പോരാൻ തോന്നും. ഇത് അടുത്ത ദിവസത്തേക്ക് കൂടി മാറ്റി വെക്കാം എന്നുള്ളതായ ഒരു ചിന്താഗതി നമുക്ക് ഉണ്ടാവും, തീർച്ചയാണ്. അത്രത്തോളം ഗഹനവും വിസ്തൃതവുമാണ് വേദമന്ത്രങ്ങള്.
വേദത്തിൽ മന്ത്രങ്ങളെന്ന് നമ്മൾ അതിലത്തെ പദങ്ങളെ പറയണം മന്ത്രം എന്നുള്ളത്. അത് മന്ത്രം തന്നെയാണ്. അതിന് ആപ്റ്റായിട്ടുള്ളതായ ഒരു പദമാണ് മന്ത്രം എന്നുള്ളത്. അല്ലാതെ വേദ ശബ്ദങ്ങൾ എന്ന് പറഞ്ഞാൽ അത് യോജിക്കില്ല അവിടെ. വേദമന്ത്രങ്ങൾ എന്ന് തന്നെ പറയണം. അത്രയും ഗഹനമായിരിക്കുന്നതായ ആശയങ്ങളെ പ്രസ്ഫുരിപ്പിക്കുന്നതാണ് ഓരോരോ പദവും അതിലത്തെ. അത് കാരണം അവ മന്ത്രങ്ങൾ എന്ന് അറിയപ്പെടുക തന്നെ വേണം. ആ മന്ത്രങ്ങളെ പ്രായോഗിക ജീവിതത്തില് നമ്മൾ ആരായിരിക്കണം, എങ്ങനെയായിരിക്കണം എന്നുള്ളത് എനിക്കെന്നെ കേൾക്കണു. അത് അർച്ചന എന്ന് പറഞ്ഞ മാമിന്റെ. അർച്ചന മാം പ്ലീസ് മ്യൂട്ട് യുവർ മൈക്രോഫോൺ. ഓക്കെ ഇപ്പൊ ശരിയായിട്ട് മാം. ടീച്ചറുടെ മൈക്ക് ഓഫായി. രാധ ടീച്ചറുടെ മൈക്ക് ഓഫായി. ഓക്കെ. കുട്ടി അമ്മയുടെ ഗർഭത്തില് വളർന്നു വരുന്നത് മുതൽക്ക് പ്രാണൻ ശരീരത്തെ വിട്ട് പോണ വരെയുള്ളതായ സമയത്ത് ആ കുട്ടിയുടെ പൂർണ്ണതയ്ക്കായിക്കൊണ്ട് എന്തെന്തെല്ലാം അനുഷ്ഠിക്കണം എന്നുള്ളത് വേദമന്ത്രങ്ങൾ അനുശാസിക്കുന്നു എന്നുള്ളത് ഫ്രാൻസിസ് വളരെ ഭംഗിയായി പറഞ്ഞു. കിട്ടിയ സമയം പ്രത്യേകിച്ചിട്ട് പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും ഇന്നത്തെ കാലഘട്ടത്തെ താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ നമ്മൾ ആരെയും കുറ്റം പറയണ്ട. എന്താന്ന് വെച്ചാൽ വേദമന്ത്രങ്ങളെ കണ്ട് ഉൾക്കാഴ്ചയോടുകൂടിയവരായ വ്യക്തികള് സ്വതവേ നമ്മൾ പറയാറുണ്ട് കാലത്തിന്റെ ശക്തി, പിന്നെ സത്യയുഗം, കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം എന്ന് 4ആയി വിഭജിക്കപ്പെട്ടിട്ടുണ്ടല്ലോ. കാലത്തിനെ, വിഭുവായിട്ടുള്ളതായ കാലത്തിനെ സൗകര്യത്തിനായിക്കൊണ്ട് അതിന്റെ സ്ഥിതി വെച്ച് നോക്കുകയാണെങ്കിൽ അതാത് യുഗങ്ങളിലുള്ളവരായ ജനങ്ങളെ കുറിച്ച് നമുക്ക് പുരാണങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. അങ്ങനെ വരുമ്പോ കലിയുഗത്തില് സർവത്തിനും ഹ്രാസം ഉണ്ടാവും, ചുരുങ്ങി പോവും. അതേപോലെ തന്നെ ബുദ്ധിക്കും ഹ്രാസം ഉണ്ടായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം. അതുകൊണ്ടാണ് ചിന്തിക്കേണ്ടതിനെ നേരെയാം വണ്ണം ചിന്തിക്കാൻ പറ്റാതെ ബുദ്ധിയുടെ വൈകല്യത്തെ മുൻനിർത്തിക്കൊണ്ടുള്ളതായ ചിന്തകളും അതിനനുസരിച്ചുള്ളതായ പ്രസ്താവനകളും ആ പ്രസ്താവനകളെ മുറുകെ പിടിച്ചും കൊണ്ടുള്ളതായ വിശിഷ്ടങ്ങളായിരിക്കുന്നതായ ചർച്ചകളും ഉരുത്തിരിയണത്. വിശിഷ്ടങ്ങൾ എന്ന് പറയുന്നത് ഞാൻ എന്താ പറയാ, സജസ്റ്റീവ് മീനിങ്ങിലാട്ടോ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും പറയാ, വ്യംഗ്യമര്യാദയെ ആ പദം പ്രയോഗിച്ചതാണ് വിശിഷ്ടങ്ങൾ എന്ന്. കാരണം അധികമൊന്നും തുറന്നു പറയാൻ പാടില്ലല്ലോ, അപ്പൊ ഇനി അടി കിട്ടും, അത് വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാ. അതുകൊണ്ട് ഇന്നത്തെ ജനത വേദത്തെ എങ്ങനെ കാണുന്നു എന്നുള്ളതിനെ കുറിച്ച് ആ ജനതയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവരുടെ കപ്പാസിറ്റി അത്രയേ ഉള്ളൂ. വേദമന്ത്രങ്ങളെ മനസ്സിലാക്കണമെങ്കിൽ നല്ല കപ്പാസിറ്റി വേണം. എന്താ പറയാ, അർപ്പണ മനോഭാവം ഉണ്ടാവണം, അതിനെ അറിയണം, അതിലുള്ളതായ വസ്തുതകളെ മനസ്സിലാക്കി അതിനെ ആചരിക്കണം എന്നുള്ളതായ വിശേഷ ബുദ്ധി ഉണ്ടാവണം. അങ്ങനെയുള്ളവർക്ക് വേദമന്ത്രങ്ങൾ ഇന്നും ഗ്രാഹ്യങ്ങളായിത്തീരുന്നു. അല്ലാത്തവർക്ക് സാധിക്കില്ല എന്നുള്ളത് ഈ യുഗത്തിന്റെ ഒരു പ്രഭാവമാണ് എന്ന് പറഞ്ഞും കൊണ്ട് അങ്ങോട്ട് തള്ളിക്കളഞ്ഞാൽ മതി. ആരെങ്കിലും വിപരീതമായിട്ട് വേദം വരേണ്യവർഗത്തിന്, ഞാൻ ചില പദങ്ങൾ പ്രയോഗിക്കാന്നേ ഉള്ളൂ കേട്ടോ, വേദം വരേണ്യവർഗത്തിന്റെയാണ്. വേറൊരു പദം കൂടി ഉണ്ട്, അധകൃതം, അല്ലല്ല, വേറെ 2 പദം ബ്രാഹ്മണിക്കാണെന്നുണ്ട്. അതിനെക്കാട്ടിലും ഈ സവർണരും അവർണരും എന്നുള്ളതിന് ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏതോ ഒരു പ്രസംഗത്തിൽ നിന്ന് കിട്ടി എനിക്ക്. കീഴാളർ മേലാളർ എന്നാണ്. നല്ല രസമായിട്ടുള്ള പദാട്ടോ അത്. അതില് അവർണൻ സവർണൻ എന്നൊക്കെ വരുമ്പോ ഇറിറ്റേറ്റീവ് ആവും. ഈ കീഴാളർ മേലാളർ എന്നൊക്കെ പറഞ്ഞാൽ അത്ര വലിയ കുഴപ്പം തോന്നുന്നില്ല എന്ന് തോന്നുന്നു എനിക്ക്. എന്തായാലും ആവട്ടെ, പുതിയ പുതിയ പദങ്ങൾ വരുന്നുണ്ടല്ലോ, വരട്ടെ. അതില് ഈ കീഴാളർ മേലാളർ എന്നുള്ള ആ പദത്തിന്റെ അർത്ഥം വെച്ചുകൊണ്ട് തന്നെ നമുക്ക് നിർണയിക്കാം യോഗ്യത. വേദാർത്ഥത്തെ മനസ്സിലാക്കാനുള്ളതായ യോഗ്യത, ലേറ്റസ്റ്റ് ആയിട്ട് പ്രയോഗയോഗ്യതയിൽ എത്തിച്ചേർന്നിരിക്കുന്നതായ കീഴാളർ മേലാളർ എന്നുള്ളതായ ആ 2 പദങ്ങളുടെ വിശകലനം നടത്തി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം, ഈ കീഴാളർ എന്ന് പറയുന്നവര് വേദത്തെ ഗ്രഹിക്കാനുള്ളതായ ശക്തിയോട് കൂടിയവരല്ല. അവർക്കും വേദത്തെ ഗ്രഹിക്കാനുള്ളതായ ശക്തി കിട്ടും.
തനിക്ക് ആ വേദമന്ത്രങ്ങളെ മനസ്സിലാക്കി അതിനെ ആചരിക്കണം എന്നുള്ളതായ ഒരു ഇച്ഛാശക്തി ഉണ്ടാവുകയാണെങ്കിൽ നിശ്ചയമായിട്ടും അവരും മേലാളരാകും. ഉന്നതമായിട്ടുള്ളതായ ചിന്ത, ഉന്നതമായിട്ടുള്ളതായ പ്രവൃത്തി, ഉന്നതമായിട്ടുള്ളതായ വീക്ഷണം, ഇതൊക്കെ വരും. അതുകൊണ്ട് ഈ ഇന്നത്തെ ഈ ഭാഷണം എല്ലാവർക്കും, ഇന്നുള്ളവരായ എല്ലാ ജനതകൾക്കും വാശിയോടെയും വീറോടെയൊക്കെ എന്തെങ്കിലും വിളിച്ചു പറയുക, എന്തെങ്കിലും പ്രവർത്തിക്കുക. മറ്റുള്ളവർക്ക് ദുഃഖം ഉണ്ടായാലും കൊള്ളാം, ഉണ്ടായില്ലെങ്കിലും കൊള്ളാം, എൻ്റെ സുഖം മുഖ്യം എന്നുള്ളതായ രീതിയിൽ ചിന്തിച്ച് എന്തെല്ലാം ദുഷ്കർമ്മങ്ങളാ ചെയ്തു കൂട്ടണമെന്ന് കണക്കില്ല. നമ്മൾ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ അങ്ങനെ ആവരുതെന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. അതിന് ഉതകുന്ന രീതിയിലാണ് ഫ്രാൻസിസ് ഈ വേദമന്ത്രങ്ങളെ പറഞ്ഞിട്ടുള്ളത്. അതിന് ഇന്നത്തെ കാലികമായിട്ട് പ്രസക്തി ഉണ്ടോ എന്ന് ചോദിക്കാം. പ്രസക്തി ഉണ്ട്, ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതിൻ്റെ നേരെയുള്ളതായ പ്രവണതാരാഹിത്യം കൊണ്ടാണ് ഇന്ന് വേദങ്ങൾക്ക് പ്രസക്തി ഇല്ല എന്നുള്ളതായ തോന്നലുണ്ടാവണത്. അതില്ലാതെ വേദങ്ങൾ പ്രസക്തങ്ങളാണ് എന്നുള്ളതായ ഒരു നിഗമനത്തിൽ എത്തിച്ചേരാനുള്ളതായ ബുദ്ധി ആധുനിക ജനതയ്ക്ക് ഉണ്ടാവും. ഇപ്രകാരത്തിൽ നമ്മൾ വേദങ്ങളെ മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്നുള്ളത് എനിക്ക് പറയാനുള്ളൂ. പക്ഷെ അത് എത്രത്തോളം അതിനു വേണ്ടി ഒരു തെറ്റായ മാർഗത്തിൽ ഉദ്ബുദ്ധരായിട്ടുള്ളവരായ ജനതയെ ശരിയായ മാർഗത്തിൽ ഉദ്ബുദ്ധരാക്കി കൊണ്ടുവരിക എന്നുള്ളത് ക്ഷിപ്രസാധ്യമായിട്ടുള്ള കാര്യമില്ല. ശരിക്കും പറയുകയാണെങ്കിൽ ഇങ്ങനത്തെ ചർച്ചകള്, അല്ലെങ്കിൽ ഇങ്ങനത്തെ പ്രബന്ധാവതരണം, അല്ലെങ്കിൽ ഇങ്ങനത്തെ പ്രസംഗം ദിവസം ദിവസം ചെയ്യണം. എന്നാൽ ആ ചെയ്യുന്ന വ്യക്തിയുടെ ആ അർപ്പണ മനോഭാവം കൊണ്ട് കാലം തിരിഞ്ഞു വരുമായിരിക്കാം. അത് പരീക്ഷിച്ചറിയാനുള്ളതായ സന്നദ്ധതയും സഹനശക്തി ആർക്കും ഇല്ല എന്നുള്ളതാണ്. അങ്ങനെ ഒരു സഹനശക്തി ഉണ്ടായിരുന്നുവെങ്കിൽ നിശ്ചയമായിട്ടും ഈ വേദമന്ത്രങ്ങളൊക്കെ, അന്വർത്ഥങ്ങളായിരിക്കുന്നതായ വേദമന്ത്രങ്ങളൊക്കെ അംഗീകരിച്ച് അതിനനുസരിച്ച് പ്രവർത്തിക്കുമായിരുന്നു. എന്തായാലും കാലവൈഭവം എന്നുള്ളതിനെ കൂടി കണക്കിലെടുത്തും കൊണ്ട് വേദമന്ത്രങ്ങളുടെ ഇന്നത്തെ അവസ്ഥ സാരല്യ. അതിനുണ്ട് ധാരാളം പേര്. വേദമന്ത്രങ്ങളെ ചിന്തിച്ച് അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നവര് ധാരാളം പേരുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു കാലത്ത് ഇന്നത്തെ സ്ഥിതിവിശേഷങ്ങളൊക്കെ മടുപ്പിനെ ഉണ്ടാക്കുന്നതാണ്. ആ മടുപ്പൊക്കെ ഇല്ലാതെ തിരിച്ചു വരും, നന്മയിലേക്ക് തിരിച്ചു വരും ഒരു കാലഘട്ടത്തിൽ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വേദമന്ത്രങ്ങളും അല്ലെങ്കിൽ വേദങ്ങള് അവ അനശ്വരങ്ങളാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ സ്ഥിതിവിശേഷം ഇന്ന് നമുക്ക് കാണുന്നതായ എവിടേക്ക് തിരിഞ്ഞു നോക്കിയാലും, തെക്കോട്ട് നോക്കിയാലും വടക്കോട്ട് നോക്കിയാലും പടിഞ്ഞാട്ട് നോക്കിയാലും നമുക്ക് ദുഃഖത്തെ പ്രദാനം ചെയ്യുന്നതായ വസ്തുതകളെ കാണാനും കേൾക്കാനും മനസ്സിലാക്കാനും സാധിക്കുന്നുള്ളൂ എന്നുള്ളതായ സ്ഥിതിവിശേഷം ഒരിക്കൽ തിരിഞ്ഞു വരാതിരിക്കാൻ വഴിയില്ല, വരും. അതിന് അക്കാലത്തും വേദങ്ങൾ ഉണ്ടാവും. അപ്പോഴാണ് ആ വേദങ്ങളുടെ പ്രസക്തി എന്താണെന്ന് മനസ്സിലാക്കി അതിലൂടെ ബുദ്ധി ചെലുത്തി അതിനനുസരിച്ചുള്ളതായ പ്രവൃത്തി ചെയ്യാനുള്ളതായ ശക്തി വന്നു ചേരുകയും ചെയ്യും. നമ്മളെപ്പോഴും ആശിക്കണം. മാത്രമല്ല, നമുക്ക് ഈ വേദാദി ശാസ്ത്രങ്ങൾ പറഞ്ഞു തന്നിട്ടുള്ളത് ഇത് തന്നെയാണ്. ദുഃഖത്തിന് വേണ്ടിയിട്ടല്ല, സുഖത്തിന് വേണ്ടിയിട്ടാണ് ഇവയൊക്കെ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് ക്രാന്തദർശികളാൽ. നിശ്ചയമായിട്ടും അതുകൊണ്ട് സുഖം എന്നുള്ളതായ വസ്തുത വന്നു ചേരാതിരിക്കില്ല. ആ വസ്തുത വന്നു ചേരുന്നതായ അവസരത്തിലാണ് ഈ വേദങ്ങളുടെ പ്രസക്തി എന്താണെന്ന് സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ എന്നാണ് എനിക്ക് പറയാനുള്ളത്. വളരെ നന്നായിരുന്നു പ്രഭാഷണം. ഞാനിങ്ങനെ അഭിപ്രായം പറയാൻ പാടില്ലല്ലോ, നമ്മളെ കുട്ടികളെ കുറിച്ച് പുകഴ്ത്താറില്ലല്ലോ. അതേപോലെ തന്നെയാണ്. എന്നാലും എനിക്ക് പറയാതിരിക്കാൻ വഴിയില്ല. അങ്ങനെയാണ്. കാരണം ചിലപ്പോ ചില സമയത്ത് കുട്ടികളെ കുറിച്ച് നമ്മൾ പുകഴ്ത്താറുണ്ട്. ഇതേപോലെയാണ് എൻ്റെ കുട്ടിയെ കുറിച്ച് ഞാനിതപ്പോ പുകഴ്ത്തുന്നത്. അത്രേ ഉള്ളൂ. ഇനിയും ഫ്രാൻസിസിന്റെ ഉള്ളിലിരിക്കുന്നതായ വസ്തുതകളും മുഴുവൻ പുറത്തു വരാനുള്ളതായ അവസരങ്ങള് ഫ്രാൻസിസിന് ഉണ്ടാവട്ടെ. ഒരുപാട് നിറച്ചു വെച്ചിരിക്കുകയാണ് മനസ്സിലെ, ബുദ്ധിയിലും മനസ്സിലും ഒക്കെ ഇരിക്കുന്നുണ്ട്, നിറഞ്ഞിരിക്കുന്നുണ്ട്. അതിനുള്ളതായ അവസരം ജനോപകാരകമാക്കി തീർക്കാനുള്ളതായ അവസരം ഇഷ്ടംപോലെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചും കൊണ്ട് ഞാൻ ജസ്റ്റിന് നന്ദി പറഞ്ഞും കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ടീച്ചറെ ഒത്തിരി സ്നേഹം, സന്തോഷം. ചന്ദ്ര ടീച്ചറെ പറയൂ ടീച്ചറെ. ഞാൻ ചന്ദ്രികയാണ്. വളരെയധികം സന്തോഷമുണ്ട്. സാറിന്റെ പ്രഭാഷണം ആദ്യന്തം വളരെ ശ്രദ്ധാപൂർവം കേട്ടിരിക്കുകയായിരുന്നു. വളരെ പ്രസക്തമായ ഒരു വിഷയം. അതിനർഹിക്കുന്ന അതേ ഗൗരവത്തില്, എന്നാൽ കുറച്ച് പലതരത്തിൽ നമ്മുടെ ഈ കലുഷിതമായ ഈ ഒരു അന്തരീക്ഷത്തിന് ചില സംശയങ്ങൾ പലർക്കും ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ നിവാരണം ചെയ്യുന്ന രീതിയിൽ സാറ് കൃത്യമായിട്ട് സമയം വിനിയോഗിച്ചിരിക്കുന്നു. രാധ ടീച്ചർ അവസാനിപ്പിച്ചിട്ട് ഞാൻ തുടങ്ങട്ടെ.
ഇങ്ങനെ വേദം പഠിച്ചവരും അത് പ്രചരിപ്പിക്കുന്നവരും ഒരു സ്ഥലത്ത് ഉള്ളത് കൊണ്ടാണ് ഇപ്പോഴും ഈ കലികാലത്തിൽ ഈ ഭൂമി ഇങ്ങനെയെങ്കിലും നിലനിൽക്കുന്നത്. സാറിന് വളരെ സന്തോഷം. താങ്ക് യു വെരി മച്ച്. സാറിന്റെ ഈ പ്രഭാഷണത്തിൽ വളരെ സന്തോഷമുണ്ട്. പല നുണുക്ക് കാര്യങ്ങളും സാറ് പറഞ്ഞിട്ടുണ്ട്. വളരെ സന്തോഷം. ജസ്റ്റിൻ, താങ്ക് യു. എല്ലാവർക്കും നന്ദി. നമസ്കാരം. താങ്ക് യു. മാഷെ, മോളി മിസ്സാണ്, ഞങ്ങളുടെ മോളി മിസ്സാണ്, ഞങ്ങളുടെ കോളേജിലെ മോളി മിസ്സാണ്. അഭിമന്യ സദസ്സിന് നമസ്കാരം. അത്രയും വന്ദനം അർഹിക്കുന്ന മനോഹരമായിട്ടുള്ളൊരു ക്ലാസ്. സാറ് പറഞ്ഞതുപോലെ, പ്രഭാഷണത്തിൽ പറഞ്ഞതുപോലെ തന്നെ 100 1000 ജലധാരകൾ ഒരുമിച്ച് പ്രവഹിക്കുന്ന അതിമനോഹരമായിട്ടുള്ള വേദമന്ത്രങ്ങളുടെ ഒരു സുന്ദരമായ ഒഴുക്ക്. സത്യമേവ ജയതേ എന്നാണ് എനിക്ക് പറയാൻ തോന്നുന്നത്. കാരണം സത്യം ശിവം സുന്ദരം. സത്യമായത് ശിവമാണ്, സത്യവും ശിവവുമായത് സുന്ദരമാണ്. അപ്പൊ വേദമന്ത്രങ്ങളുടെ ആ ആകാശം പോലെ വളരെ വിശാലവും അലകടൽ പോലെ വളരെ ആഴമുള്ളതുമായ അത്രമാത്രം അറിവിന്റെ ജ്ഞാനത്തിന്റെ കേദാരമായിട്ടുള്ള വേദമന്ത്രങ്ങളുടെ ഇന്നത്തെ പ്രസക്തിയെ കുറിച്ച് രാമായണ കഥാഭാഗങ്ങളിലൂടെയും ഭഗവത്ഗീതയിലൂടെയും ഒക്കെ ഈ കിട്ടിയ സമയം കൊണ്ട് സാർ അതിനെ അത്ര ഹൃദ്യമായ രീതിയിൽ രാജേന്ദ്രൊക്കെ പറഞ്ഞ പോലെ ഇനിയും കേൾക്കാനുണ്ട്, ഇനിയും എന്നും കേൾക്കണം എന്നുള്ള ഒരു കൗതുകം കേട്ടുകൊണ്ടിരുന്ന എൻ്റെ ഹൃദയത്തിലേക്ക് പിന്നെ ഒരു ചിന്ത അത്ര ചിന്തോദ്ദീപകമാണ്. ഞാനിവിടെ ബാംഗ്ലൂരിൽ ഇരുന്നാണ് ഇത് കേൾക്കുന്നത്. തുടക്കത്തിൽ ഇത്തിരി ബുദ്ധിമുട്ട് എനിക്കുണ്ടായിരുന്നു സൂമായിരുന്നപ്പോഴേ. ജസ്റ്റിൻ മാഷ് അത്രയും ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട, ഞാൻ അവിടെ നിന്ന് റിട്ടയർ ചെയ്ത് പോന്നിട്ട് കാലങ്ങളായി LF-ന്ന്. എങ്കിലും ഞാൻ ഒത്തിരി ട്രൈ ചെയ്തു. അവസാനം ഗൂഗിൾ മീറ്റ് ആയപ്പോൾ എനിക്കത് സാധിച്ചു. വലിയൊരു നഷ്ടമായി പോയതിനെ കേട്ടില്ലെങ്കിൽ. ഇവിടെ ഓണപരിപാടികളുടെ ഗംഭീര ഒരു സമ്മേളനം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ്. പക്ഷെ എനിക്ക് ഈ മാഷിന്റെ ഈ വാഗ്ധോരണി അതിങ്ങനെ കേൾക്കാൻ തുടങ്ങിയപ്പോഴേ മറ്റെല്ലാം മറന്നു. വേദമന്ത്രങ്ങളിലേക്ക് അങ്ങനെ ആഴ്ന്നാഴ്ന്നു പോയി. എൻ്റെ വിഷയം മലയാളമാണെങ്കിലും സംസ്കൃതത്തെ ഞാൻ അത്രമാത്രം സ്നേഹിക്കുന്ന ഒരു മനസ്സ് എന്നിലുണ്ട്. അപ്പൊ ഇനിയും ഇതുപോലുള്ള അവസരങ്ങൾ ഉണ്ടാവട്ടെ. മാഷിന്റെ ഈ വിലപ്പെട്ട അറിവുകള് അനേകായിരങ്ങൾക്ക് ഇരുട്ടിൽ വെളിച്ചമായി മാറാൻ ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ. എല്ലാം നന്ദിയോടെ സ്നേഹത്തോടെ അവതാരകനും പങ്കെടുക്കുന്നവർക്കും, പ്രത്യേകിച്ച് ലിറ്ററേച്ചർ കോളേജിലെ ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രിൻസിപ്പൽ സിസ്റ്റർ ജീസ്മ, പ്രിയ സുഹൃത്ത് ഡോക്ടർ ജസ്റ്റിൻ, എല്ലാവർക്കും ഒത്തിരി നന്ദി, ഒത്തിരി സന്തോഷം. ഇനിയേറെ ഉണ്ട് മനസ്സ് നിറയെ. എപ്പോഴും കേൾക്കാൻ കൗതുകത്തോടെ. തൽക്കാലം നമസ്കാരം. ഞാൻ പറഞ്ഞോട്ടെ ജസ്റ്റിൻ? പറയൂ നാരായണ മാഷേ, പറയൂ നാരായണ മാഷേ. വളരെ ഗംഭീരമായിട്ടുള്ള ഒരു പ്രഭാഷണമായിരുന്നു. ഒരു വേദ വിദ്യാർത്ഥി എന്നുള്ള നിലയ്ക്ക് ഞാനത് വളരെ ശ്രദ്ധയോടുകൂടിയാണ് കേട്ടത്. 1-2 കാര്യങ്ങളും കൂടി ഇതില് കൂട്ടിച്ചേർക്കാൻ ഉള്ളതായിട്ട് എനിക്ക് തോന്നി. നമ്മള് ആധുനിക സമൂഹത്തില് വേദങ്ങളുടെ പ്രസക്തി എന്ന് പറയുമ്പോൾ ഇന്ന് നമുക്ക് നമ്മുടെ ചുറ്റും കാണുന്ന ചില ദുശ്ശീലങ്ങൾ, മദ്യം, മയക്കുമരുന്ന് തുടങ്ങിയ ദുശ്ശീലങ്ങള്, അത്തരം ദുശ്ശീലങ്ങളിൽ നിന്ന് പിന്തിരിയാനുള്ള ഒരു പ്രേരണ നമ്മള് വേദമന്ത്രങ്ങളിൽ നിന്ന് കിട്ടുന്നുണ്ട്. നമ്മളെല്ലാം പഠിപ്പിക്കുന്ന ഒരു കിതവ സൂക്തം ഉണ്ട്. ചൂതുകളിക്ക് അടിമപ്പെട്ട് നാടിനും വീടിനും വേണ്ടാതായിട്ടുള്ള ഒരു കിതവന്റെ ആത്മപ്രലാപാത്മകമായിട്ടുള്ള ഒരു സൂക്തം നമ്മള് പല കോളേജുകളിലും ഡിഗ്രി തേർഡ് ഇയറിനൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. മെയിൻ ഇതില് അത് ഇന്നത്തെ സമൂഹത്തിൽ വളരെയധികം പ്രസക്തമായിട്ടുള്ള ഒരു സൂക്തമാണത്. കാരണം ഇന്ന് നമ്മളെ യുവതലമുറ ഇതുപോലെ മദ്യത്തിനും മയക്കുമരുന്നിനും ഒക്കെ അടിമപ്പെട്ട് വഴി തെറ്റി പോയിക്കൊണ്ടിരിക്കുകയാണ്. അത്തരം പ്രവണതകളിൽ നിന്ന് പിന്തിരിയാനുള്ള ഉദ്ഘോഷണമായിട്ടാണ് നമുക്ക് ഈ സൂക്തങ്ങളെയൊക്കെ കാണാൻ കഴിയുക. അതുപോലെ വേദത്തിലെ വിവാഹ സൂക്തം, അതിലെ പല മന്ത്രങ്ങളും ഇന്നത്തെ ആധുനിക കുടുംബ ജീവിതത്തിന്റെ ഒരു വളരെ സുഭദ്രമായ ഒരു കെട്ടുറപ്പിന് അത്യന്താപേക്ഷിതങ്ങളായിട്ടുള്ളതാണ്. അത്തരത്തിലുള്ള പല ഉപദേശാത്മക തത്വങ്ങളും ഈ മന്ത്രങ്ങളിൽ നിന്ന് കിട്ടുന്നുണ്ട്. അതുപോലെ നമ്മൾ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ് ഈ
അന്തരീക്ഷ മലിനീകരണം. ഇതിനെതിരായിട്ട് നിരവധി വേദമന്ത്രങ്ങൾ ഈ അന്തരീക്ഷ മലിനീകരണത്തിനെതിരായിട്ട് പല പല സിദ്ധാന്തങ്ങളെയും കൊണ്ടുവരുന്നുണ്ട്. ജലത്തെ മലിനമാക്കരുത്, അതുപോലെ വായു ഒരിക്കലും മലിനമാക്കരുത്. ജലം എന്ന് പറഞ്ഞാൽ എല്ലാ ഔഷധങ്ങളും എല്ലാ ഭേഷജങ്ങളും, അപ്സുമേ സോമോ അബ്രവീത് അന്തർവിശ്വാനി ഭേഷജ, ലോകത്തിലെ എല്ലാ ഔഷധങ്ങളും നിറഞ്ഞതാണ് ജലം. ഇതുപോലെയുള്ള നിരവധി മന്ത്രങ്ങള് ആധുനിക യുഗത്തിൽ വളരെയധികം പ്രസക്തങ്ങളായിട്ടുള്ള നിരവധി ഉപദേശാത്മക തത്വങ്ങളും മന്ത്രങ്ങളും, അതുപോലെ ഓഷധി സൂക്തം എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇന്നത്തെ സസ്യജാലങ്ങളെ നിലനിർത്തേണ്ടതിന്റെ ആവശ്യകത, ഇങ്ങനെ ആധുനിക യുഗത്തിൽ ഉപകാരപ്രദങ്ങളായിട്ടുള്ള ഒരുപാട് മന്ത്രങ്ങൾ ഈ വേദം എന്നുള്ള വിജ്ഞാന സാഗരത്തിൽ ഉണ്ട്. ഫ്രാൻസിസ് മാഷ് അതിൽ നിന്ന് ഏതാനും മുത്തുകൾ മാത്രമാണ് എടുത്തത്. ഇനിയും എത്രയോ ആയിരക്കണക്കിന് മുത്തുകൾ അതിൽ നിന്ന് എടുക്കാൻ ബാക്കി കിടക്കുന്നു. അപ്പൊ ഇവിടെ കൂടിയിട്ടുള്ള എല്ലാവരോടുമുള്ള ഒരു അഭ്യർത്ഥന അതാണ്, ഇത്തരം വിഷയങ്ങളിൽ കൂടുതലായിട്ട് പഠിക്കുകയും ആ മുത്തുകൾ പരമാവധി അതെടുത്ത് ജനങ്ങളിലേക്ക് എത്തിക്കുകയും വേണം. അത്തരത്തിലുള്ള ഓരോ പ്രവർത്തനങ്ങൾക്ക് ഇത്തരം ഫ്രാൻസിസ് മാഷയുടെ പ്രഭാഷണങ്ങളെല്ലാം ഒരു പ്രചോദനമായി തീരട്ടെ എന്നുകൂടി ഞാൻ ഈ അവസരത്തില് ആഗ്രഹിക്കുകയാണ്. എന്തായാലും മാഷയുടെ പ്രഭാഷണം വളരെ നന്നായിരുന്നു. എനിക്കും പുതിയ പുതിയ പല അറിവുകളും അതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. വളരെയധികം നന്ദി. അതുപോലെ ഇത് ഓർഗനൈസ് ചെയ്ത എന്റെ സുഹൃത്ത് ജസ്റ്റിനും, സുഹൃത്തെന്നല്ല പറയാം, എന്റെ ഒരു അനിയനെ പോലെയാണ് ഞാൻ ജസ്റ്റിനെ കണക്കാക്കുന്നത്. ക്യാമ്പിലൊക്കെ ഞങ്ങൾ ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും കളിയാക്കുകയും ചീത്തറിയൊക്കെ ചെയ്യും. അങ്ങനത്തെ അത്രയും അടുപ്പാണ് ജസ്റ്റിനായിട്ട്. എന്തായാലും നല്ലൊരു ക്ലാസ് ആയിട്ടുണ്ട്. എല്ലാവർക്കും നന്ദി. താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്, താങ്ക് യു വെരി മച്ച്. 9 മണിക്ക് എനിക്ക് വേറൊരു മീറ്റിംഗ് ഉണ്ട്. ലക്ഷ്മി ടീച്ചറെ, താങ്ക് യു സർ. ലക്ഷ്മി ടീച്ചറെ പറയൂ. നമസ്കാരം, ഞാൻ ലക്ഷ്മി ശങ്കർ, ശ്രീകൃഷ്ണ കോളേജാണ്. LF കോളേജിലെ ഞങ്ങളുടെ പ്രിയപ്പെട്ട ജസ്റ്റിനും LFലെ മറ്റ് സുഹൃത്തുക്കളും സംഘടിപ്പിച്ച സംസ്കൃത ദിന ആചരണം ഏറ്റവും ഭംഗിയായി. പ്രത്യേകിച്ചും ഫ്രാൻസിസ് സാറിന്റെ സാന്നിധ്യം ഈ പരിപാടിയെ എത്രമാത്രം അതിന്റെ ഗൗരവവും അതിന്റെ പ്രസക്തിയും വർദ്ധിപ്പിച്ചു എന്നതിൽ യാതൊരു സംശയമില്ല. ഫ്രാൻസിസ് സാറിന്റെ ചിന്തകളുമായിട്ട് പലപ്പോഴും പരിചയപ്പെടാൻ ഇടവന്നത് കൊണ്ടും ഫ്രാൻസിസ് സാർ എന്നുള്ള വ്യക്തിയെ അറിയാവുന്നത് കൊണ്ടും സാറിന്റെ ചിന്തകളോട് കൂടെ നിൽക്കുക, അല്ലെങ്കിൽ ആ ആശയങ്ങളെ ഹൃദയം കൊണ്ട് ഉൾക്കൊള്ളുക എന്നതിനപ്പുറത്ത് കൂട്ടിച്ചേർക്കാനല്ല ശ്രമിക്കുന്നത്. സാറ് ഈ പറഞ്ഞ ആശയങ്ങൾ മുഴുവനും അതിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ സാറ് പറയുന്നത് ഫലിക്കുന്നത് അതുകൊണ്ടാണ്. അത് സാറിന്റെ ജീവിതം തന്നെയാണ്, സാറിന്റെ ജീവിതവും സാറിന്റെ ദർശനവും ഒക്കെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആധുനിക സമൂഹത്തിൽ ഈ സാർ എപ്പോഴും പറയാറുള്ളത് പോലെ ഈ അല്പശ്രുതന്മാരെ ഭയന്ന് വേദം അതിന്റെ സാരാംശമൊക്കെ എവിടെയോ ഒളിപ്പിച്ചു വെച്ച് ഓടി ഒളിക്കാതിരിക്കണമെങ്കിൽ അതിന്റെ അർത്ഥത്തിൽ അതിന്റെ യഥാർത്ഥ സാരം ഉൾക്കൊണ്ട് അതിന്റെ സർവകാല പ്രസക്തമായ ഒരു ദർശനത്തെ സമൂഹത്തോട് ഇതുപോലെ ധൈര്യപൂർവ്വം വിളിച്ചു പറയുന്നവരുണ്ടായേ പറ്റൂ. അത് പ്രത്യേകിച്ചും നമ്മുടെ പുതിയ തലമുറയോട്. അതിനുള്ള സാറിന്റെ എല്ലാ ശ്രമങ്ങളിലും ഞങ്ങൾ സംസ്കൃത കുടുംബം എല്ലാവരും ഒപ്പം ഉണ്ടാകും. മോളി മിസ്സിനെയൊക്കെ കണ്ടപ്പോ, ഞാനൊരു ഓൺലൈൻ മീറ്റിങ്ങിനെ മിസ്സിനെ കണ്ടിട്ടുള്ളൂ, പക്ഷെ മിസ് ഇങ്ങനെ മിടുക്കിയായിട്ട് അതുപോലെ രാധ ടീച്ചറും ഒക്കെ ഇങ്ങനെ മുമ്പില് സന്തോഷത്തോടെ ഇരിക്കുന്നത് ഞങ്ങൾക്കൊക്കെ വലിയ ധൈര്യമാണ്. നിങ്ങളുടെയൊക്കെ സാന്നിധ്യം ഞങ്ങളെ വളരെ സന്തോഷവാന്മാരാക്കുന്നു. ഞങ്ങൾക്ക് LF കോളേജ് വേറൊരു കോളേജല്ല, പ്രത്യേകിച്ചും ജസ്റ്റിന് അവിടെ ഉള്ളത് കൊണ്ട് ഞങ്ങളുടെ തന്നെ ഒരു ഭാഗമാണ് LF കോളേജ്. അപ്പൊ വലിയ സന്തോഷം ഈ ഒരു പരിപാടി ഇത്ര ഭംഗിയായി സംഘടിപ്പിച്ച ജസ്റ്റിനും LF കോളേജിലെ പ്രിൻസിപ്പൽ ഉൾപ്പെടെയുള്ള എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം. താങ്ക് യു ടീച്ചറെ, താങ്ക് യു വെരി മച്ച്. സുധർമ്മ ടീച്ചർ മൈക്ക്. ലക്ഷ്മി ടീച്ചർ പറഞ്ഞു വെച്ചൊരു കാര്യം ഞാൻ ഒന്ന് സൂചിപ്പിക്കുകയാണ്, മനസ്സിൽ നിന്ന് പെട്ടെന്ന് വിട്ടുപോയതാ. കർമാനുഷ്ഠാനം യജ്ഞമാണ് എന്ന് ഫ്രാൻസിസ് മാഷ് പ്രബന്ധാവതരണത്തിൽ പറഞ്ഞു. കർമാനുഷ്ഠാനം ഒരു യജ്ഞമാണ് എന്ന്. അതുകൊണ്ട് സമാന ഭാവങ്ങൾ ഉൾക്കൊള്ളുന്നവരാവണം നമ്മൾ. അത് അക്ഷരം പ്രതി മാഷുടെ അധ്യാപനത്തിലും അധ്യയനത്തിലും ജീവിതത്തിലും പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് മാഷുടെ ക്ലാസിന്റെ അന്തസാരവും അതിന്റെ ഊർജവും. വളരെയേറെ
സന്തോഷം, അഭിനന്ദനങ്ങൾ. നന്ദി ടീച്ചറെ. ഇനി ആരെങ്കിലും ഉണ്ടോ? സുധർമ്മണി ടീച്ചർ ഒന്ന് മൈക്ക് ഓൺ ചെയ്തിരുന്നു, പക്ഷേ പറ്റിയില്ല. ടീച്ചറുണ്ടോ? എല്ലാവർക്കും നമസ്കാരം. ഫ്രാൻസിസ് സാറിന്റെ ക്ലാസ് നന്നായിരുന്നു. കാരണം ഇതെല്ലാം ഹൃദയത്തിൽ ഉൾക്കൊള്ളുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ പലപ്പോഴും നമുക്ക് സങ്കടം തോന്നുന്നത് ഈ ആധുനിക യുഗത്തില് ഈ സത്യങ്ങൾക്കെതിരെ മുഖം തിരിക്കുന്ന ഒരു പ്രവണതയാണ് കണ്ടിട്ടുള്ളത്. കാരണം ഇതിലൊക്കെ വിശ്വസിക്കുകയും ഇതിനെപ്പറ്റി പറയുകയും ചെയ്യുമ്പോഴത്തേന് നമ്മൾ അന്ധവിശ്വാസികളാകുന്ന ഒരു കാഴ്ചപ്പാടാണ് മറ്റുള്ളവരിൽ നിന്ന് നമുക്ക് നേരിടേണ്ടി വന്നത്. കാരണം എന്ന് വെച്ചാൽ നമുക്കറിയാം, രാമായണത്തില് ഒക്കെ മാഷ് പറഞ്ഞതുപോലെ ഒരു കുഞ്ഞിന്റെ ജനനം മുതല് ആ കുഞ്ഞിന്റെ ഓരോ ഘട്ടത്തിലുമുള്ള വളർച്ചയുടെ ആ ഒരു എന്താണ് താരതമ്യം, ആ ഓരോ ഘട്ടത്തിലും ആ കുട്ടി എങ്ങനെ വളരുന്നു എന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് ആധുനിക വൈദ്യശാസ്ത്രത്തിന് പോലും അംഗീകരിക്കാൻ ലജ്ജ തോന്നുന്ന രീതിയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞു വെച്ച അതേ കാര്യങ്ങൾ അത് ഇപ്പോഴും അത് മാറ്റമില്ലാതെ അതുപോലൊക്കെയാണ് ഈ സ്കാനിങ് അത് ഇതെന്നൊക്കെ പറയുന്നത്. അതേപോലെ നമ്മളെല്ലാവരും അംഗീകരിക്കുന്നത്. പക്ഷേ ഇത് രാമായണത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഉപനിഷത്ത് തത്വങ്ങളെല്ലാം രാമായണത്തിൽ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ വേദങ്ങളിൽ ഇങ്ങനെ ആണ് പറഞ്ഞിരിക്കുന്നത് എന്ന് പറയുമ്പോൾ അതിനെ സ്വീകരിക്കാൻ വൈമനസ്യാണ് കാണിക്കുന്നത്. അത് എന്താണ് എന്നുള്ളത് അറിയില്ല. കാരണം ഇത്രയും വിലപിടിപ്പുള്ള തത്വങ്ങള് എന്നുവെച്ചാൽ മാനവരാശിക്ക് തന്നെ നിർണായകമായിട്ടുള്ള ഈ സത്യങ്ങളെ, ആര്യ സത്യങ്ങളെ എന്തുകൊണ്ട് ജനം തിരിച്ചറിയുന്നില്ല, അതിന് പ്രോത്സാഹനം കൊടുക്കുന്നില്ല? അത് ആധുനിക മനുഷ്യര് എന്ന് വെച്ചാൽ അവർ എന്തുകൊണ്ട് അതിനെ അംഗീകരിക്കുന്നില്ല? അഥവാ അതിനെപ്പറ്റി പറയുമ്പോൾ ആ വിഷയങ്ങളിൽ നിന്നെല്ലാം മറ്റുള്ളവരെ അകറ്റി നിർത്തി അത് ചാതുർവർണ്യമാണ് അല്ലെങ്കിൽ അത് അന്ധവിശ്വാസമാണ് എന്ന് പറഞ്ഞ് തരം താഴ്ത്തുന്നത് എന്തുകൊണ്ടാണ് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതിനെപ്പറ്റി മാഷിന് എന്താണ് പറയാനുള്ളത് എന്നുള്ള ഒരു ചോദ്യം കൂടെ ഉണ്ട്. ചോദ്യങ്ങളെ എല്ലാം കഴിഞ്ഞിട്ട് ഉത്തരം പറയാം അല്ലേ? മറുപടി അതിന് ശേഷമല്ലേ? ഓക്കെ മാഷ. ഇനി ആരെങ്കിലും അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാനുണ്ടെങ്കിൽ ഉഷ മിസ് ഉണ്ടോ? ഇല്ല. ഇനി ആരെങ്കിലും അഭിപ്രായങ്ങൾ പറയുവാനുണ്ടെങ്കിൽ പെട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് കൺക്ലൂഡിങ് സെറിമണിയിലേക്ക് പോകാൻ പറ്റും. വിനീത ടീച്ചർ. നമസ്കാരം, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ക്രൈസ്റ്റ് കോളേജിൽ നിന്ന് വിനീതയാണ്. എനിക്ക് വളരെ സന്തോഷം തോന്നി. ജസ്റ്റിൻ ഇങ്ങനെ ഇന്നലെ കഴിഞ്ഞ ദിവസം ക്യാമ്പിൽ കണ്ടപ്പോ ഇങ്ങനൊരു പരിപാടി ഉണ്ട്, അതില് പങ്കെടുക്കണം, മാഷാണ് അതില് വരുന്നത് എന്നൊക്കെ പറഞ്ഞപ്പോ ഞാനിപ്പോ ഭയങ്കര സന്തോഷത്തിലാണ്. കാരണം മാഷയുടെ പ്രസംഗത്തെ പറ്റി രാധ ടീച്ചർ നല്ലൊരു ആമുഖമൊക്കെ എനിക്ക് മുൻപ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ സംസ്കൃത ദിന ആഘോഷം മാഷ് തന്നെയാണ് വരുന്നത്. അപ്പൊ എന്റെ ഒരു സന്തോഷം വേറൊന്നുമല്ല, ഇവിടെ എനിക്ക് ശരിക്കും പറഞ്ഞാൽ കുറെയൊന്നും കേട്ടിട്ട് മതിയായില്ല. കുറെ കാര്യങ്ങൾ കൂടി കേൾക്കണം എന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അടുത്ത് തന്നെ ഒരു അവസരം ഞങ്ങളുടെ കോളേജിൽ, ഇത് ചൊവ്വാഴ്ചയാണ് മാഷ് കോളേജിലേക്ക് വരുന്നത്. ഞങ്ങളുടെ ഭാഷ എന്ന് പറയുന്നത് ആ ഒരു തീം എന്ന് പറയുന്നത് ഭാഷാപോഷിണി ഗൈർവാണി എന്നൊരു വിഷയമാണ്. അപ്പോ കുറച്ചുകൂടി എന്താ പറയാ, എല്ലാവർക്കും ഉൾക്കൊള്ളാൻ പറ്റുന്ന കുറെ കാര്യങ്ങൾ കൂടി മാഷുടെ ആ ഒരു സാന്നിധ്യം, അത് ആ ഒരു സംസാരം, ഇതൊക്കെ വളരെയധികം ഞങ്ങൾക്ക് പ്രയോജനപ്രദമാവും എന്നുള്ള ഒരു ചിന്ത കൂടി ഇതിൽ നിന്ന് വരാണ്. അപ്പൊ ഇന്ന് തീർക്കാൻ പറ്റാത്ത കുറെ കാര്യങ്ങൾ അന്നൊക്കെ എടുത്തു വെച്ചിരിക്കുകയാണ്. മാഷെ കാണുമ്പോ വേണം അതൊന്ന് ചോദിക്കാൻ. അപ്പൊ പലർക്കും എന്താ പറയാ, അങ്ങനെ ഒരു തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ എല്ലാവരോടും ക്ഷണിക്കുകയാണ് കേട്ടോ. കാരണം 30-ാം തീയതിയാണ് ഞങ്ങൾ ചൊവ്വാഴ്ച ഒരു 11 മണിക്കാണ് മാഷിന്റെ ക്ലാസ് കോളേജിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോ എല്ലാവർക്കും സ്വാഗതം. ഒപ്പം മാഷിന്റെ ഈ ഒരു ടീച്ചർ പറഞ്ഞതുപോലെ, നേരത്തെ ടീച്ചർ പറഞ്ഞ പോലെ മാഷിന്റെ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുമ്പോ ഇങ്ങനെ ആലോചിച്ചു, ഇന്നത്തെ ഒരു കാലഘട്ടത്തില്
ഈ പറഞ്ഞ സത്യം, അതുപോലെ മാഷ് പറഞ്ഞൊരു പ്രധാന പോയിന്റാണ് ആത്മഹത്യ. അത് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ഓരോ നിസ്സാരമായ കാര്യങ്ങൾക്ക് സഹിക്കാൻ പറ്റാത്തൊരവസ്ഥ, ആ ഒരു സഹിഷ്ണുത കുറവ് നമ്മൾ വളരെയധികം കാണുന്നതാണ്. അപ്പോ ഇങ്ങനെയുള്ള ശരിക്കും റെലവെന്റ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങള് മാഷ് ഇത്രയും സമയത്തിനുള്ളിൽ കൂടെ വളരെ ഭംഗിയായിട്ട് അതൊക്കെ അവതരിപ്പിച്ചു പോന്നു. എങ്ങനെയാണ് ഈ ഓരോ വിഷയങ്ങളും നമ്മുടെ ഉള്ളിലേക്ക് വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായി പറഞ്ഞു. ലക്ഷ്മി പറഞ്ഞത് ഞാൻ വളരെയധികം അതിനെ സപ്പോർട്ട് ചെയ്യാണ്. കാരണം നമ്മളുടെയൊക്കെ ഉള്ളിലുണ്ടെങ്കിൽ പോലും നമുക്ക് ചില കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഒരു ഭയമുണ്ട്. എങ്ങനെയാണ് ഇന്ന് അത് സുധർമ്മിണി ടീച്ചർ പറഞ്ഞ് വളരെ കറക്റ്റ് ആണ്. നമ്മൾ ഇതൊക്കെ പറയുമ്പോൾ മുൻപ് പറഞ്ഞിരുന്ന ഒരു വളരെ ലാഘവത്തോടു കൂടി പറയേണ്ടുന്ന ഒരു സാഹചര്യം ഇന്ന് വളരെ കുറവാണ്. അപ്പോ മാഷെ പോലുള്ളവര് വളരെ ഭംഗിയായിട്ട് ഇതെല്ലാം പറഞ്ഞ് കേട്ട് ഞങ്ങൾക്കും ആ ഒരു പാത പിന്തുടരാനുള്ള ഒരു ശക്തി തന്നെയാണ് മാഷ്. അത് പറയാതിരിക്കാൻ വയ്യ. വളരെ സന്തോഷം തോന്നി. ജസ്റ്റിന് ഒരുപാട് നന്ദിയുണ്ട്. ഇങ്ങനെ ഒരു എന്താ പറയാ, ഇങ്ങനെ ഒരു ടോപ്പിക് അതൊരു എല്ലാവർക്കും വളരെ പ്രയോജനപ്രദമായി. മാഷ് വളരെ ഞങ്ങളുടെയൊക്കെ ഉള്ളിലേക്ക് ഇത് ആ വിഷയത്തെ പതിപ്പിച്ച് തന്നു. ആ ഒരു വളരെ സന്തോഷം മാഷോട് അറിയിക്കാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഇത് പറഞ്ഞത്. എന്തായാലും വളരെ സന്തോഷം. ചൊവ്വാഴ്ച കാണാം. എന്തായാലും സന്തോഷം. നന്ദി കേട്ടോ. ഓക്കെ, താങ്ക് യു വിനീത ടീച്ചറെ. നിങ്ങളുടെയൊക്കെ സാന്നിധ്യമാണ് എനിക്ക് തോന്നുന്നത് കൂടുതൽ സന്തോഷം നൽകുന്നത്. ഇനി ആരെങ്കിലും സംസാരിക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്നൊന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ മാഷ്ട മറുപടിയോടുകൂടെ. ആരെങ്കിലും ഇനി അഭിപ്രായങ്ങൾ പറയുവാനുണ്ടെങ്കിൽ പെട്ടെന്ന് അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞാൽ. ഓക്കെ, മാഷ്ട മറുപടി. ഇപ്പൊ ഇവിടെ രാധ ടീച്ചറും ഒക്കെ പറഞ്ഞപ്പോ ഞാൻ വളരെ എന്താ പറയാ, എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്ര സന്തോഷമുണ്ട്. അനുഗ്രഹം എന്നല്ലാണ്ട് ടീച്ചറിനോടൊക്കെ പറയാനുള്ളത് എന്താ വെച്ചാല്, ടീച്ചറാണ് വലിയ ജ്യോതിസ്. അതിൽ നിന്ന് ഞാൻ കൊളുത്തിയെടുത്ത ചെറിയൊരു മൺചിരാത് മാത്രമാണ് എന്റേത്. അപ്പോ അത് ഉള്ളത് വെച്ചിട്ട് ഞാൻ അങ്ങോട്ട് പറയുന്നത് മാത്രമേ ഉള്ളൂ. ടീച്ചറൊക്കെ എത്രയാണ് ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. ഏത് നിലയ്ക്ക് ചിന്തിക്കണം, നമ്മുടെ ചിന്തയെ ശരിക്ക് ഡയറക്റ്റ് ചെയ്ത് വിട്ടതാണ് ടീച്ചറ്. ടീച്ചറ് ജീവിതത്തിൽ തന്നെ ഒരു നിർദ്ദേശികയാണ്, നിർദ്ദേശികയല്ല. നിർദ്ദേശിക എന്ന് പറയുമ്പോൾ ഡയറക്ഷനാണ്, നിർദ്ദേശം എന്ന് പറയുമ്പോൾ സജഷനാണ്. അപ്പൊ അത് വലിയ ഒരു കാഴ്ചപ്പാടാണ്. ടീച്ചറൊക്കെ ഞങ്ങളെയൊക്കെ ക്ലാസ്സില് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ അനുവദിക്കാതെ ഞങ്ങളെ ഇരുത്തി പഠിപ്പിച്ചിട്ടുള്ള ടീച്ചറാണ്. അത് നിസാരമല്ല. ടീച്ചറിന്റെ ആ ഒരു പ്രഭാവം അതിന്റെ മുമ്പിൽ ഞാൻ ശരിക്കും പ്രണമിച്ചുകൊണ്ടാണ് ഇവിടെ നിൽക്കുന്നത്. ഇനി നാരായണൻ മാഷ് പറയണ്ടായി വേദത്തിലുള്ളതായ ജലത്തെ കുറിച്ച് പറയുന്നത്, അതുപോലെ ഭൂമിയെ കുറിച്ച് പറയുന്നത്. ശരിക്കു പറഞ്ഞാൽ ഈ ദേവതാസങ്കല്പം തന്നെ എത്ര വലുതാണ്. എന്തിനാണ് ദേവതാസങ്കല്പം? ഭൂമിയെ നമ്മൾ ദേവതയായിട്ട് കരുതുന്നു. നമ്മൾ സാധാരണ പറയുന്നുണ്ട്, വിശക്കുന്നവന്റെ മുമ്പിൽ ദൈവം അപ്പത്തിന്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെടുന്നു എന്ന് പറയാറുണ്ട്. അപ്പോ വിശക്കുന്നവന്റെ പ്രാണൻ നിലനിർത്തണമെങ്കിൽ അപ്പം, അന്നം അനിവാര്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയുന്നത്. അങ്ങനെ പറയുന്ന നമുക്ക് അപ്പൊ വായുവിനെ കുറിച്ച് നമ്മൾ എന്ത് പറയണം? അന്നമില്ലാതെ നമുക്കിപ്പോ നമ്മുടെ ശ്വേതകേതൊക്കെ 15 ദിവസം ഇരുന്നതായിട്ട് പറയുന്നുണ്ട്. വായുവില്ലാതെ 15 മിനിറ്റ് നമുക്ക് നിൽക്കാൻ പറ്റുമോ? അപ്പോ വായു നമ്മുടെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറത്ത് വന്ന ഉടനെ തന്നെ നമ്മൾ നമ്മുടെ ചുരുട്ടിയ മുഷ്ടി അന്തരീക്ഷത്തിലേക്ക് ഉയർത്തിയത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? പ്രാണവായുവിന് വേണ്ടിയിട്ടായിരുന്നു. ആ പ്രാണവായു കിട്ടിയപ്പോഴാണ് നമുക്ക് കരയാൻ തുടങ്ങിയത്. അതിൽ നിന്ന് നമ്മൾ ഉൾക്കൊണ്ട പാഠം നമ്മളിന്ന് മുദ്രാവാക്യം വിളിക്കുന്ന സമയത്ത് ചുരുട്ടിയ മുഷ്ടി അന്തരീക്ഷത്തിലേക്ക് ഉയർത്തുകയാണ്. അപ്പോ അമ്മയുടെ ഉദരത്തിൽ നിന്ന് പോന്ന ഉടനെയാണ് നമ്മൾ, ആരും പറഞ്ഞു തന്നിട്ടല്ലോ, പ്രാണവായുവിന് വേണ്ടിയാണ് ആ മുഷ്ടി ആകാശത്തിലേക്ക് ഉയർത്തിയത്. നമ്മൾ പ്രാണവായു നമ്മുടെ മുഖത്തെ ആവരണം ചെയ്തിരുന്ന ആ പാട മാറിയപ്പോൾ ശ്വാസം കിട്ടി. അപ്പോഴാണ് നമുക്ക് നമ്മുടെ സാന്നിധ്യം അറിയിക്കാൻ വേണ്ടി ഒന്ന് കരയാൻ പോലും സാധിച്ചത്. അന്നത്തെ ദൈവമായി കാണാമെങ്കിൽ വായുവിനെ അതിനേക്കാൾ വലിയ ദേവതയായി നാം കാണണം. ജലത്തെ ദേവതയായി കാണണ്ടേ? നമ്മെ ഉൾക്കൊള്ളുന്ന ഇതാണ് വേദം മുന്നോട്ട് വയ്ക്കുന്നത്. എന്തിനാണ് ഇതിലൊക്കെ ദേവത്വം ദർശിക്കുന്നത്? വേദം പറയുന്നത് ദേവതയായി കണ്ടാൽ അവയുടെ ഒക്കെ വരദാനങ്ങൾ നമുക്ക് പ്രയോജനപ്പെടുത്താം.
പക്ഷെ അവയോട് അനാദരവ് കാണിക്കാനോ അവയെ മലിനമാക്കാനോ നാം ശ്രമിക്കാൻ പോലും ചിന്തിക്കാൻ പോലും പാടില്ല. പിന്നെ ജലത്തെ നമുക്ക് മലിനമാക്കാൻ പറ്റും, വായുവിനെ മലിനമാക്കാൻ പറ്റും. വായു എന്താണ് പറയുന്നത്? ആവാത വാഹി ഭേഷജം വിവാദ വാഹി യദ്രപഃ ത്വം ഹി വിശ്വഭേഷജോ ദേവാനാം ദൂത ഈയസേ. രാമായണത്തിൽ വളരെ സ്പഷ്ടമാക്കപ്പെട്ടിട്ടുള്ള ഒരു ആശയമാണിത്. അല്ലയോ വാദമേ വായു, അവിടുന്ന് ഞങ്ങളുടെ ഉള്ളിലേക്ക് ഭേഷജത്തെ, ഔഷധങ്ങളെ കൊണ്ടുവരിക. ഞങ്ങളിൽ നിന്ന് രപഹ, രോഗങ്ങളെ പുറത്തേക്ക് കൊണ്ടുവരിക. രപഹ ഞാൻ ആദ്യമേ തന്നെ പറയുകയുണ്ടായി, അമീവ എന്ന് പറയുന്നത് പോലെ തന്നെ രോഗത്തിന് പറഞ്ഞിട്ടുള്ള വേറൊരു വാക്കാണ് രപഹ. അപ്പൊ വായു ഔഷധം കൊണ്ടാണ് നമ്മുടെ ഉള്ളിലേക്ക് വരുന്നത്. നമ്മുടെ ഉള്ളിലുള്ള രോഗങ്ങളെ കൊണ്ട് പുറത്തു പോകും. നമുക്കറിയാലോ, കാർബൺ ഡൈ ഓക്സൈഡ് ഒക്കെ പുറത്തേക്ക് കൊണ്ടുവരികയാണ്. ഔഷധം എന്താണ്? നാസ്തി പത്രം അനൗഷധം, നാസ്തി തൃണം അനൗഷധം, നാസ്തി മൂലം അനൗഷധം. ഓരോ ഇലയും ഔഷധമാണ്. വായു ഗന്ധവാഹനാണ്. ഗന്ധത്തെ വഹിക്കുന്നു എന്ന് പറയുമ്പോ എന്താണ്? അതിന്റെ എല്ലാം എന്തുമായിട്ട് സമ്പർക്കത്തിൽ വരുന്നു, അതിന്റെ എല്ലാം ഔഷധ ഗുണങ്ങളെയും കൊണ്ടാണ് വായു നമ്മളിലേക്ക് വരുന്നത്. രാമായണത്തിൽ വളരെ സ്പഷ്ടമായിട്ട് രാവണനുമായിട്ടുള്ള യുദ്ധത്തിൽ ലക്ഷ്മണകുമാരൻ മോഹാലസ്യപ്പെട്ട് വീണപ്പോ ജാമ്പവാൻ അന്വേഷിച്ചത് വായുപുത്രനായിട്ടുള്ള ഹനുമാനെയാണ്. ഹനുമാൻ കൊണ്ടുവന്നതോ ഒരു പർവ്വതത്തിന്റെ, ഒരു ഗിരിയുടെ ശൃംഗം തന്നെയാണ് കൊണ്ടുവന്നത്. ധാരാളം വൃക്ഷങ്ങളാണ് കൊണ്ടുവന്നത്. അതിലെ ഔഷധം ശ്വസിച്ചപ്പോ ലക്ഷ്മണകുമാരന് ബോധം തിരിച്ചു കിട്ടി. വേദം പറയുന്ന ഒരേ ഒരു മന്ത്രമാണത്. എന്താണ്? ആ വാദ വാഹി ഭേഷജം. അല്ലയോ വാദമേ വായു, അവിടുന്ന് ഞങ്ങളുടെ ഉള്ളിലേക്ക് ഔഷധം കൊണ്ടുവരിക. വിവാദ വാഹി യദ്രപഃ, ഞങ്ങളുടെ ഉള്ളിലുള്ള രപഹ, രോഗങ്ങളെ നീ പുറത്തേക്ക് കൊണ്ടുപോവുക. എന്തെന്നാൽ ത്വം ഹി വിശ്വഭേഷജഃ ദേവാനാം ദൂത ഈയസേ, ദേവന്മാരുടെ ദൂതനായ നീ എല്ലാ ഔഷധങ്ങളെയും കൊണ്ടുവരും. ഇതല്ലേ വായു ഭഗവാൻ ശ്രീരാമചന്ദ്രന്റെ ദൂതൻ, ദേവദൂതൻ. ഔഷധങ്ങളെയും കൊണ്ട് വരുന്നു, രോഗങ്ങളെ എടുത്തു മാറ്റുന്നു. ഇതൊക്കെ വേദങ്ങളുടെ ആശയമാണ് ശരിക്കും രാമായണം. അങ്ങനെ പെർസ്പെക്റ്റീവിൽ നമ്മൾ രാമായണവും മഹാഭാരതവും കാണേണ്ടിയിരിക്കുന്നു. ഞാൻ അങ്ങനെ ഒരു വിഷയം എൻ്റെ ഒരു റിസർച്ച് സ്കോളറിന് ഞാൻ കൊടുത്തു. പക്ഷെ ദൗർഭാഗ്യവശാൽ അദ്ദേഹം ഉടനെ പ്രിൻസിപ്പാളായി. അത് ചെയ്യാൻ പറ്റിയില്ല. ഞാനിങ്ങനെ നല്ല വിഷയങ്ങളൊക്കെ കണ്ടെത്തിയിട്ട് ആളുകൾക്ക് കൊടുക്കുമ്പോൾ അവരൊക്കെ ഉടനെ തന്നെ പ്രിൻസിപ്പാളന്മാരായി പോകും, അല്ലെങ്കിൽ ജോലി ചെയ്തവരാണെങ്കിൽ ജോലിയായിട്ട് പോകും. ചുരുക്കം പറഞ്ഞ ഇതൊന്നും വെളിച്ചം കാണാൻ പറ്റിയിട്ടില്ല. പിന്നെ അപ്പോ വേദത്തിൽ അരണ്യാനി എന്നൊരു ദേവതയുണ്ട്. അരണ്യാന്യർ യാ പ്രേവനശ്യസി കഥാ ഗ്രാമം ന പൃച്ഛസി നത്വാ ഭീരിവ വിന്ദതി. മൃതത്തിലാണ് അവസാനിക്കുന്നത്. നത്വാ ഭീരിവ വിന്ദതി. ആ ശരിക്കും ചൊല്ലിയാൽ നന്നായിട്ട് ചൊല്ലുന്ന കുട്ടികളെ ചൊല്ലിയാൽ, ഇപ്പൊ നേരത്തെ നമ്മുടെ പ്രാർത്ഥന ചൊല്ലിയ ഗോപികൾക്ക് അത് ചൊല്ലുകയാണെന്നുണ്ടെങ്കിൽ ആ വിന്ദതി എന്ന ഭാഗം വരുമ്പോ നമ്മൾ കാട്ടിൽ ചെന്നൊരു പ്രതീതനം ചീവീടിന്റെ ശബ്ദങ്ങൾ അങ്ങനെ കേൾക്കാൻ പറ്റും. അരണ്യാനി വനദേവതയാ. അരണ്യാനിയോട് ചോദിക്കാണ്, എന്തിനാണ് അരണ്യാനി നീ ഈ കാട്ടിൽ വസിക്കുന്നത്? നിനക്ക് പേടിയില്ലേ ഇവിടെ വസിക്കാൻ? നിനക്ക് ഗ്രാമം ചോദിച്ചുകൂടെ എന്ന് ചോദിക്കുകയാണ്. ഗ്രാമങ്ങളിലേക്ക് പോയിക്കൂടെ എന്ന് ചോദിക്കുകയാണ്. ഒരു ട്രാൻസ്ഫർ ഗ്രാമങ്ങളിലേക്ക് മേടിച്ചുകൂടെ? അടുത്തുള്ള കോളേജിലേക്കൊക്കെ മേടിക്കുന്ന പോലെ ചോദിച്ചൂടെ ചോദിക്കുകയാണ്. അവിടെ അരണ്യാനി പറയുന്ന ഒരു മറുപടിയുണ്ട്. വൃഷാരവായവദേ യദുപാവതി ചിച്ചിക അഘാടിഭിരിവധാവയൻ അരണ്യാനിർമഹീയതേ. അരണ്യാനി മഹതീകരിക്കപ്പെടുന്നു. എപ്പോഴാണ്? ഒരു ജീവി കാട്ടിൽ ഇണയെ കാണാതെ അതിഘോരമായ ശബ്ദം പുറപ്പെടുവിക്കുന്നു. ഒരു ജീവി വൃഷാരവായ, മഴ പെയ്യിക്കുവാൻ പാകത്തിന് രൂക്ഷമായ സ്വരത്തിൽ ഒരു ജീവി കരയുമ്പോൾ മറ്റൊരു ജീവി അതിന്റെ സ്വരം കാണ്ഡവീണയിൽ സപ്തസ്വരങ്ങൾ ആലപിക്കുന്ന ഗായകനെ പോലെ അതിന്റെ സ്വരം വളരെ ഹൃദ്യമായ രീതിയിൽ അനുകരിച്ചുകൊണ്ട് അതിന്റെ അടുത്തെത്തുമ്പോഴാണ് വനദേവത മഹതീകരിക്കപ്പെടുന്നത്. അപ്പൊ ഒരു ജീവി, ആദ്യം പറഞ്ഞ ജീവി കരയുന്നത് ആ വനത്തിൽ അതിന്റെ ഇണയെ കാണാതെ ഭയന്നുകൊണ്ട് രൂക്ഷമായി കരയാണ്. ആ കരച്ചിൽ കേൾക്കുന്ന ഒരു ജീവി തന്റെ ഇണ കാട്ടിലുണ്ട് എന്ന തിരിച്ചറിവോടുകൂടി സന്തോഷത്തോടു കൂടി ഇതേ ജീവിയുടെ ശബ്ദം അത് പുറപ്പെടുവിക്കാം. അപ്പൊ അത് സന്തോഷത്തോടു കൂടിയാണ്. സന്തോഷത്തോടു കൂടി പുറപ്പെടുവിക്കുമ്പോ എന്തായിത്തീരുന്നു? കാണ്ഡവീണയിൽ സപ്തസ്വരങ്ങൾ ആലപിക്കുന്ന ഗായകരെ പോലെ മധുരമായി
ആ ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ട് ആ ജീവി, ഈ ജീവിയുടെ ഉപാവതി സമീപത്തെത്തുമ്പോഴാണ് വനദേവത മഹതീകരിക്കപ്പെടുന്നത്. അപ്പോൾ ഒരു ജീവിയും ഇണയില്ലാതെ വിഷമിക്കുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. അതിനു വേണ്ടി ഒരു ദേവത കാട്ടിൽ നിരന്തരമായി വസിക്കുന്നു. അതുകൊണ്ടാണ് സീതയെ രാമൻ കാട്ടിൽ കൊണ്ടുപോയി വിട്ടത്. ഇണയില്ലാതെ ജീവിക്കുന്ന, വ്യസനിക്കുന്ന അവസ്ഥ പോലും ഇല്ലാതെയാകുന്നതിന് വേണ്ടി ഒരു ദേവത തന്നെ അവിടെ ഉണ്ട്. പിന്നെ വാൽമീകിയുടെ ആശ്രമത്തിന്റെ പരിസരത്താണ്. അവിടെ എന്താണ്, മാനും സിംഹവും എല്ലാം സൗഹാർദ്ദത്തോടു കൂടി വസിക്കുന്ന ഒരു സ്ഥലമാണ്. കാടിനെ കുറിച്ച് വളരെ മനോഹരമായിട്ട് പറയുന്നു. ഈ വനം ഒരാളെയും ദ്രോഹിക്കുന്നില്ല. വനത്തിൽ ആരെങ്കിലും കൊല്ലപ്പെടുന്നുണ്ടെങ്കിൽ അത് വല്ല തസ്കരന്മാരോ അല്ലെങ്കിൽ ക്രൂര ജന്തുക്കളോ ആയിരിക്കും എന്നവിടെ പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് രാമൻ രാജ്യം ഭരിക്കുമ്പോ എവിടെ തസ്കര ഭയം? വാൽമീകിയുടെ ആശ്രമത്തിന്റെ പരിസരത്ത് എവിടെ സിംഹങ്ങൾ ക്രൂരങ്ങളായി മാറുന്നു, ക്രൂര ജന്തുക്കൾ എന്ന്, ശ്വാപദം എന്നൊന്ന് അവിടെ ഇല്ല. അത് പേരിൽ മാത്രമാണ്, ഒരിക്കലും അവ ക്രൂര ജന്തുക്കളാവുന്നില്ല. അതുകൊണ്ടാണ് അവിടെയാണ് രാമൻ സീതയെ വിട്ടത്. സീത ഏറ്റവും സുരക്ഷിതമായിരിക്കുന്ന ഒരു സ്ഥാനത്താണ് ശ്രീരാമൻ സീതയെ വിട്ടത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇതിഹാസങ്ങളെ നമ്മൾ വേദങ്ങളുടെ വെളിച്ചത്തിൽ കാണേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന് പറയുന്നത്. തന്നെയുമല്ല, പിന്നെ സാറ് നേരത്തെ പറഞ്ഞപ്പോ നാരായണൻ സാറ് സൂചിപ്പിച്ചു അഡിക്ഷനെ കുറിച്ച് ആധുനിക മനഃശാസ്ത്രം പറയുന്നതിനേക്കാൾ അത്യന്താധുനികമായി വേദം പറഞ്ഞിട്ടുണ്ട്. അതാണ് നമാമി മേധ നജിഹീളയേഷ ശിവാ സഖിഭ്യ ഉദമഹ്യമാസീത് അക്ഷസ്യാഹമേകപരസ്യ ഹേതോ അനുവ്രതാം അപജായാമരോധം എന്നൊരു മന്ത്രം. അത് എല്ലാം ഞാൻ പറയുന്നില്ല. അതിന് ഒരു ചൂതാട്ടക്കാരൻ, അതിൽ അദ്ദേഹത്തിന് അഡിക്ഷൻ ആയിരിക്കുകയാണ്. എന്തായിരിക്കുന്നു? തന്റെ വീടും കുടുംബവും എല്ലാം വരെ നശിപ്പിച്ചിരിക്കുന്നു ചൂതാട്ടക്കാരൻ. അയാൾ എന്നിട്ട് ചൂതാട്ടത്തെ കുറിച്ച് ചിന്തിക്കുക. അയാൾ പശ്ചാത്തപിക്കുകയാണ്. പശ്ചാത്തപിക്കാനുള്ള കാരണമാണ്, എന്തുകൊണ്ടാണ് താൻ പശ്ചാത്തപിക്കുന്നത്? അവിടെയാണ് നമ്മൾ മനഃശാസ്ത്രത്തെ, ആധുനിക മനഃശാസ്ത്രത്തെ വെല്ലുന്ന മനഃശാസ്ത്രം വേദം മുന്നോട്ട് വെക്കുന്നത്. നമാമി മേധ നജിഹീളയേഷ. ഞാൻ ഈ ചൂതാട്ടത്തിന് വേണ്ടി എന്റെ സമ്പത്തും മുഴുവൻ നശിപ്പിച്ചു, എന്റെ കുടുംബം ഞാൻ അന്യാധീനപ്പെടുത്തി, എന്റെ വീട് അന്യാധീനപ്പെടുത്തി. ചൂതാട്ടക്കാരന്റെ ഭാര്യയെ മറ്റുള്ളവർ സ്പർശിക്കും. നമ്മുടെ മഹാഭാരതത്തിലെ ദ്രൗപദിയെ പിടിച്ചഴിച്ച് കൊണ്ടുവരുന്നത് പോലെ അല്ലെ, അന്യേ ജായാം പരിമൃശന്ത്യസ്യ യസ്യാകൃത ദേവനെ വാജ്യക്ഷഃ എന്ന് പറയുന്നുണ്ട്. മാതാപിതാ ഭ്രാതര ഏനമാഹുർ ന ജാനീമോ നയതാ ബദ്ധമേനം എന്നാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. അതായത് ആർക്ക് എതിരെയാണോ ചൂതാട്ടത്തിന്റെ കരുക്കൾ ശക്തിപ്പെടുന്നത്, അവന്റെ ഭാര്യയെ മറ്റുള്ളവർ വലിച്ചിഴയ്ക്കും. അവന്റെ അമ്മയും അച്ഛനും സഹോദരങ്ങളും പറയും, ന ജാനീമോ, ഇവനെ ഞങ്ങൾ അറിയില്ല, കുടുംബത്തിന് ഇത്ര വലിയ നാണക്കേടുണ്ടാക്കിയ ഇവനെ ഞങ്ങൾ അറിയുന്നില്ല. നയതാ ബന്ധമേനം, അവനെ നിങ്ങൾ കെട്ടിയിട്ട് കൊണ്ടുപോയിക്കൊള്ളൂ, ഞങ്ങൾക്ക് ഇവനെ വേണ്ട എന്ന് പറയുന്ന അഡിക്ഷനെ കുറിച്ച് ഇത്ര നന്നായി പറയും. അങ്ങനെയുള്ള ആ അവസ്ഥയിലായ അയാൾ പശ്ചാത്തപിക്കുകയാണ്. എന്താണ് പശ്ചാത്തപിക്കുക? നമാമി മേള ന ജിഹീളയേഷ നമാമി മേധ ന ജിഹീളയേഷ. എന്റെ പത്നി, എന്റെ ധർമ്മപത്നി, ഞാൻ ഇത്രയൊക്കെ അധപ്പതിച്ചിട്ടും അവൾ എന്നെ അവഗണിച്ചില്ല, അവൾ എന്നെ കളിയാക്കിയില്ല. തന്നെയുമല്ല, ശിവാ സഖിഭ്യ ഉദമഹ്യമാസീത്, എപ്പോഴും അവൾ എന്നോടും എന്റെ കൂട്ടുകാരോടും മംഗളസ്വരൂപിണിയായി മാത്രം കാണപ്പെട്ടു. ഒരു കുടിയന്റെ കൂട്ടുകാരൻ വീട്ടിൽ വന്നാൽ അവന്റെ ഭാര്യ എങ്ങനെ പെരുമാറുന്നെന്ന് നമുക്കറിയാം അല്ലെ? അവന്റെ ഭാര്യ, ഞാനൊരിക്കൽ ഒരാൾ ഇങ്ങനെ സൈക്കിളിൽ നിന്ന് വീണ് പോകുന്നത് കണ്ടു. അയാള് ഒരു ടെലിഫോണിലെ ജീവനക്കാരനാ. അയാൾക്ക് ആർക്കോ കണക്ഷൻ കൊടുത്തപ്പോ അന്ന് വല്ലാതെ അവർ സത്കരിച്ചു. ഇയാൾ സൈക്കിളിൽ വന്ന് വീഴുന്ന കണ്ടപ്പോ വീണു. അയാൾ എഴുന്നേറ്റ് വീണ്ടും സൈക്കിളിൽ വീണ്ടും വീണു. ഞാൻ ഓടിച്ചെന്നു, എന്താ ഇയാൾ ഇങ്ങനെ സൈക്കിളിൽ വന്ന് വീഴുന്നത്? ഓടിച്ചെന്ന് നോക്കിയപ്പോ പറഞ്ഞു, ഇങ്ങനെ വല്ലാതെ സൽക്കരിച്ചു, അതുകൊണ്ടാണ്. ഞാൻ പറഞ്ഞു, ചേട്ടന്റെ സൈക്കിളിൽ കയറണ്ട, സൈക്കിൾ ഞാനും കൂടെ പിടിക്കാം, ചേട്ടൻ സൈക്കിളിൽ പിടിച്ചോ. ഞാൻ ആ ചേട്ടന്റെ വീട്ടിൽ കൊണ്ടാക്കി. ആ വീടിന്റെ പടി അങ്ങോട്ട് കയറുമ്പോഴേ ചേട്ടന്റെ ഭാര്യ കല്ലി തുള്ളിയിട്ട് പുറത്തേക്ക് വന്നു. നിങ്ങളൊക്കെ കുടിപ്പിച്ചിട്ടാണ് ഈ ചേട്ടനെ എങ്ങനെയാക്കുന്നത്? ഞാനാണ് ആ ചേട്ടനെ കുടിക്കാൻ പഠിപ്പിച്ചത്, കാട്ടിലെ മൈനയെ പാട്ട് പഠിപ്പിച്ച് ഞാനാണ് എന്നുള്ള സർട്ടിഫിക്കറ്റ് ആദ്യമായിട്ട് എനിക്ക് അവിടെ കിട്ടി. അപ്പോ അതാണ് സാധാരണ സ്ഥിതി. ഇവിടെ എന്താണ്? ശിവാ സഖിഭ്യ ഉദമഹ്യമാസീ,
എന്റെ ഭാര്യ അപ്പോഴും എന്നോട് സൗഹാർദ്ദമായി തന്നെ പെരുമാറി, എന്റെ കൂട്ടുകാരോടും. എന്നിട്ട് ഇങ്ങനെയുള്ള ഭാര്യയെ ഞാൻ വിഷമിപ്പിച്ചുവല്ലോ എന്നുള്ളത് കൊണ്ടാണ് അയാൾ പുനർവിചിന്തനം ചെയ്യുന്നത്. എന്നിട്ട് അയാൾ വേദം എത്ര നന്നായിട്ടാ പറയുന്നത്. അങ്ങനെ അയാൾ ഇനി ഏതായാലും വീട്ടിലേക്ക് പോകുന്നത് കടം വീട്ടിയിട്ടേ ഉള്ളൂ. കടം വീട്ടാൻ്റെ ഇനി എന്താണ്, ഓരോ ദിവസവും കടം വീട്ടാൻ വേണ്ടി ചെല്ലുമ്പോ എന്താവാണ്, കൂടുതൽ കൂടുതൽ കടം വരികയാണ്. വീട്ടിൽ പോവാതെ തെരുവിൽ കിടന്നുറങ്ങി. കുറച്ചു കഴിഞ്ഞപ്പോ തണുപ്പ് കൊണ്ട് ഉറങ്ങാൻ വയ്യ. അപ്പൊ എന്താണ്, ഒരു തിന്മയിൽ നിന്ന് മറ്റൊരു തിന്മയിലേക്ക് പോവുകയാണ്. ഇനി ഏതാണ്, മോഷണം നടത്തിയിട്ട് എന്താണ്, കടം വീട്ടാം. അടുത്ത് കണ്ടൊരു വീടിന്റെ ഭിത്തി തുറന്നു, അതിന്റെ ഉള്ളിൽ കയറിയപ്പോഴാണ് അവിടെ എന്താണ്, അച്ഛനും അമ്മയും മക്കളും സ്വസ്ഥമായി കിടന്നുറങ്ങുന്നു. അപ്പൊ അയാൾ വിചാരിക്കുകയാണ്, ഇതുപോലെ സ്വസ്ഥമായി ഉറങ്ങാൻ വേണ്ടിയാണല്ലോ ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. ഏതാണെങ്കിലും ഇത്രയും സ്വസ്ഥമായി കിടന്നുറങ്ങുന്ന ഈ കുടുംബത്തിന്റെ സ്വസ്ഥത ഞാൻ നശിപ്പിക്കില്ല എന്ന് പറഞ്ഞ് അയാൾ മോഷ്ടിക്കാതെ, തുരന്നകത്ത് കയറിയിട്ട് മോഷ്ടിക്കാതെ പുറത്തു പോയിട്ട് പ്രാർത്ഥിക്കുകയാണ്, ഈശ്വര ഈ ഭ്രമം എന്നിൽ നിന്ന് മാറ്റിക്കളയണമെന്ന് പ്രാർത്ഥിക്കാനാണ്. അപ്പോ അടിസ്ഥാനപരമായി നന്മയുള്ളവനാണ് ഇതുപോലെ എന്താവുന്നത്, അഡിക്ഷനിലേക്ക് വരുന്നത്. വളരെ സൗഹാർദ്ദപരമായ പെരുമാറ്റത്തിലൂടെയാണ് അവർ അതിൽ നിന്ന് പിന്മാറുന്നത്. ഒരു തിന്മയിൽ നിന്ന്, ഒരു ചൂതാട്ടത്തിൽ നിന്ന് അയാൾ മോഷണത്തിന് പോകേണ്ടി വന്നു, മറ്റൊരു തിന്മ ഉണ്ടാകുന്നു. ഇങ്ങനെ വേദം എത്രയോ രത്നങ്ങളാണ്, ഉപദേശ രത്നങ്ങളാണ് നമുക്ക് തരുന്നത്. ഏത് കാലത്താണ് ഇതിന്റെ പ്രസക്തി പോവുക? ഞാൻ നാരായണ മാഷ് സുധർമ്മൻ ടീച്ചർ ചോദിച്ചതുപോലെ എന്തുകൊണ്ടാണ് ഇതിനോട് വൈമുഖ്യം കാണിക്കുന്നത്? ആർക്കും ഇതിനോട് താല്പര്യമില്ല. ഒന്നാമത് സംസ്കൃതത്തിലെ പദങ്ങളെ ശരിയായി മനസ്സിലാക്കുന്നില്ല ആളുകൾ. ഇനിയിപ്പോ ഇരിങ്ങാലക്കുട പോയിട്ട് ഞാൻ അതാണ് പറയാൻ പോകുന്നത്. പദങ്ങൾ എന്താണ് സംസ്കൃതത്തിലെ പദങ്ങൾ? പല പദങ്ങളും മലയാളത്തിലുള്ള പദം അങ്ങനെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന പോലെ തന്നെയാണ് സംസ്കൃതത്തിലെന്ന് ആളുകൾ വിചാരിക്കുകയാണ്. അങ്ങനെ വിചാരിക്കുമ്പോ എന്തായി, ആകെ അപകടത്തിലായി അല്ലേ? യാസ്കൻ നിരുക്തം എഴുതിയപ്പോ പദങ്ങൾ പല അർത്ഥത്തിൽ വീണു പോകുന്നു. തസ്മാത് അത് ഉപേക്ഷ്യം എന്ന് പറഞ്ഞപ്പോ അത് പരിത്യാജ്യമാണെന്നാണ് ആളുകൾ ധരിച്ചത്. അപ്പോ ഈ ആശ്ചര്യ ചൂടാമണിയില് എന്താണ്, രാമൻ മാനിന്റെ പിന്നാലെ പോകുന്ന സമയത്ത് സ്വന്തം വ്യാപാരം എന്ന് ലക്ഷ്മണകുമാരൻ പറഞ്ഞപ്പോ പലരും വിചാരിച്ചത് ഇത് സ്വന്തം വ്യാപാരമല്ല, സീതാദേവി പറഞ്ഞിട്ടാണെന്നാണ് വിചാരിച്ചത്. സ്വന്തമല്ല എന്ന് പറഞ്ഞാൽ അതൊരു ദുരന്തമാണെന്നാണല്ലോ അതിന്റെ അർത്ഥം. സു അന്തം ദുരേ അന്തം, ദുരന്തം, ഇങ്ങനെയൊക്കെയാണ്. പദങ്ങളെ കുറിച്ച് ചിന്തിക്കാൻ ആളുകൾക്ക് മനസ്സില്ല. രണ്ടാമതൊന്ന്, ഇതെന്താണ്, ഇതൊക്കെ വേറെ ആരുടെയൊക്കെയാണ് എന്നുള്ളതായ ഒരു ചിന്താഗതിയും അവരിലുണ്ട്. അതുകൊണ്ടാണ് ഇതെല്ലാം വരുന്നത്. വാസ്തവത്തിൽ പറഞ്ഞാൽ തീരില്ല. ഇപ്പൊ ഇവിടെ പറഞ്ഞതിന് തന്നെ, നാരായണ മാഷി ചോദിച്ചതിന് തന്നെ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഇനിയും പറയാനുണ്ട്. പക്ഷെ ആളുകൾ പലരും എണ്ണം കുറഞ്ഞു വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാനത് ഇവിടെ നിർത്തുകയാണ്. ഇനി എന്താണ് പറയാ, ഇതുപോലെ ഒരു രത്നാകരം എന്ന് പറഞ്ഞാൽ തീരില്ല. എത്രയാണ് ഇതിലെ രത്നങ്ങൾ. അപ്പൊ അതുകൊണ്ട് എല്ലാ കാലത്തും പ്രസക്തമായിട്ടുള്ള ഒരു ശാസ്ത്രവും അതിക്രമിച്ചു പോവാത്ത വിധത്തിലുള്ളതായ ശാസ്ത്രങ്ങൾ പറഞ്ഞിട്ടുള്ള ഈ വേദത്തെ കുറിച്ച് ആലോചിക്കുമ്പോൾ വിനമ്ര ശിരസ്കരാവുക എന്നല്ലാതെ വേറെ ഒന്നും പറയാനില്ല. പക്ഷേ ഒത്തിരി സ്നേഹം, സന്തോഷം. ക്രാന്തദർശികളായ മഹർഷിമാരുടെ മനസ്സിൽ പ്രത്യക്ഷപ്പെട്ട ധർമ്മമായ വേദം, ആ വേദമന്ത്രങ്ങളെ കൊണ്ട് മുഖരിതമായിരുന്നു, അല്ലെങ്കിൽ മന്ത്രങ്ങളുടെ പ്രകാശം കൊണ്ട് നിറഞ്ഞതായിരുന്നു ഈ സായാഹ്നം. അങ്ങനൊരു സായാഹ്നമാക്കി തീർക്കാനായിട്ട് സാധിച്ചത് സുമനസ്സുകളായ നിങ്ങൾ ഓരോരുത്തരുടെയും സാന്നിധ്യം കൊണ്ടാണ്. ഫ്രാൻസിസ് മാഷിൻ്റെ പാദങ്ങളിൽ ഞാൻ പ്രണമിക്കുകയാണ്. മാഷ് വന്ന ആ വലിയ സാന്നിധ്യത്തിന് എങ്ങനെയാണ് എൻ്റെ സ്നേഹവും സന്തോഷവും പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ഒരു പുതിയ വെളിച്ചം എല്ലാവർക്കും നൽകാനായിട്ട്, ചൊരിയാനായിട്ട് മാഷിൻ്റെ വാക്കുകൾക്ക് സാധിച്ചു. അത് ഞാൻ സ്വാഗത ഭാഷണത്തിൽ പറഞ്ഞതുപോലെ തന്നെ മാഷ് ജീവിതത്തിൽ അത് വെറുതെ പറയുക മാത്രമല്ല, ജീവിതം തന്നെ സന്ദേശമാക്കിയതുകൊണ്ടാണ് അതിൻ്റെ ആ ഊർജം കൂടുതൽ പകർന്നു നൽകാനായിട്ട് സാധിച്ചത് എന്നുള്ളതിൽ കാര്യത്തിൽ സംശയമില്ല. അതുപോലെ തന്നെ ഇതിലെ സാന്നിധ്യമായിരുന്ന എല്ലാ വളരെ ആദരണീയരായിട്ടുള്ള ഗുരുശ്രേഷ്ഠർ എല്ലാവരുടെ സാന്നിധ്യം കൊണ്ട്, രാധ ടീച്ചർ മുതൽ തുടങ്ങിയാൽ എല്ലാവരും ഇപ്പോൾ അതായത് ചർച്ച സജീവമായിരുന്നു. സുധർമ്മൻ ടീച്ചറാണെങ്കിലും ചന്ദ്രിക ടീച്ചറാണെങ്കിലും എല്ലാം, വിനീത ടീച്ചറും ലക്ഷ്മി ടീച്ചറും നാരായണ മാഷും മോളി മിസ്സും ഒക്കെ വന്ന് രാധ ടീച്ചർ തുടങ്ങി വെച്ച ചർച്ച ഏറ്റവും സജീവമായി. എനിക്കതാണ് വെബിനാറിൻ്റെ എനിക്ക് മനസ്സ് നിറഞ്ഞിട്ടുണ്ട്, സാർത്ഥകമായെന്ന് തോന്നുകയാണ് മാഷെ.
ഒത്തിരി സന്തോഷമുണ്ട്. ഏവർക്കും ഒത്തിരി നന്ദി പറയാണ്. മനനം ചെയ്യുന്നവനെ ത്രാണം ചെയ്യുക. ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചു. തുടങ്ങുമ്പോൾ ഒരു ചെറിയ വിഘ്നമൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ആകെ എനിക്ക് മനസ്സാകെ ഒന്ന് പതറിപ്പോയി. പക്ഷേ ദൈവം രക്ഷിച്ചു. അത് ഏറ്റവും നല്ല രീതിയിൽ നടത്തുവാനായിട്ട് സാധിച്ചു. ദൈവാനുഗ്രഹത്താൽ അത് നടത്തുവാനായിട്ട് സാധിച്ചു. അപ്പോൾ ഏവർക്കും ഔപചാരികമായി ഈ നന്ദി പ്രകാശിപ്പിക്കുന്നതിനായിട്ട് എൻ്റെ വിദ്യാർത്ഥി ഷമീമയെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഷമീമ. സർ. ഏവർക്കും നമസ്കാരം. ഈ വേദിയിൽ നന്ദി പറയുക എന്നതാണ് എൻ്റെ കർത്തവ്യം. ആദ്യമായി ഞാൻ നന്ദി പറയുന്നത് ഡോക്ടർ CT ഫ്രാൻസിസ് സർ. സാറിന്റെ പ്രഭാഷണത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം, അറിവിന്റെ ഒരു നിറകുടം തന്നെയാണ് സർ. ഇത്രയും തിരക്കുകൾക്കിടയിലും നമുക്ക് വേണ്ടി വേദങ്ങളിലെ മാനവികത എന്ന വിഷയത്തെക്കുറിച്ച് ഇത്രയും നല്ലൊരു പ്രഭാഷണം സമ്മാനിച്ച സാറിന് സാൻസ്ക്രിറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെയും IQACയുടെയും ഗ്ലോബൽ സാൻസ്ക്രിറ്റ് ഫോറത്തിന്റെയും ലിറ്റിൽ ഫ്ലവർ കോളേജിന്റെയും പേരിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. അടുത്തതായി നന്ദി പറയാനുള്ളത് നമ്മുടെ കലാലയത്തിന്റെ സാരഥിയായ റെവറൻ സിസ്റ്റർ ഡോക്ടർ ജീസ്മ തെരേസ് അവർകൾക്കാണ്. സിസ്റ്റർ നമുക്ക് വേണ്ടി ഈ വെബിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു. ഇവിടെ കൂടിയിരിക്കുന്ന ഏവരുടെയും പേരിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ IQAC കോർഡിനേറ്റർ ഡോക്ടർ അഞ്ജു S മറ്റം, മാത്തമാറ്റിക്സ് അസിസ്റ്റന്റ് പ്രൊഫസർ മിസ്സിനും ഇവിടെ കൂടിയിരിക്കുന്ന ഓരോരുത്തരുടെയും പേരിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തിയിരുന്നു. ഇനി അടുത്തതായി നന്ദി പറയാനുള്ളത് ഇവിടെ കൂടിയിരിക്കുന്ന ശ്രേഷ്ഠരായ അധ്യാപകരോടാണ്. ഈ വേദി അതിന്റെ പൂർണ്ണതയിലേക്ക് എത്തിച്ചത് ഇവിടെ കൂടിയിരിക്കുന്ന ഈ അധ്യാപകരാണ്. പിന്നെ ഈ വിദ്യാർത്ഥികളും, ഇവിടെ കൂടിയിരിക്കുന്ന അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും ഞാൻ ഓരോരുത്തരുടെയും പേരിൽ നന്ദി പറയുന്നു. പിന്നെ ഈ വെബിനാർ കോർഡിനേറ്റ് ചെയ്ത് നമുക്ക് ഇത്രയും നല്ലൊരു വെബിനാർ കേൾക്കാനായിട്ട് ഈ വെബിനാർ സമ്മാനിച്ച നമ്മുടെ ജസ്റ്റിൻ സാറിനും ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നന്ദി. ഷമീമിക്കും ഞങ്ങളുടെ ഓരോരുത്തരുടെയും പേരിലുള്ള നന്ദി രേഖപ്പെടുത്തട്ടെ. അപ്പോൾ ഏവർക്കും സന്തോഷം, സ്നേഹം, സാന്നിധ്യത്തിന് വലിയ സന്തോഷം. സർവേ ഭവന്തു സുഖിന, സർവേ സന്തു നിരാമയ, സർവേ ഭദ്രാണി പശ്യന്തു, മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഓം ശാന്തി ശാന്തി ശാന്തി. ശുഭരാത്രി. ഒരിക്കൽ കൂടെ എല്ലാവർക്കും നന്ദി പറയുന്നു. ഫ്രാൻസിസ് മാഷേ, ഒത്തിരി സ്നേഹം, സന്തോഷം. താങ്ക് യു ജസ്റ്റിൻ. ഒത്തിരി എല്ലാവർക്കും, സിസ്റ്ററിനും എല്ലാവർക്കും പ്രത്യേകം